അൻവർ കാലത്തിന് മുമ്പേ സഞ്ചരിച്ച ആളാണ്. കാരണം ഇത് പിള്ളേർക്ക് പിന്നെ കുറച്ചാൾ കഴിയുമ്പോൾ പിള്ളേർക്ക് കണക്റ്റഡ് ആകുക എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് അൻവർ കഥ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ ലാലേട്ടന്റെ ക്യാരക്ടർ ക്ലൈമാക്സിലാണ് മണി ആയിട്ട് ഏറ്റുമുട്ടുന്നത്. അതുപോലെ തന്നെ മണി ഒരു ഡയലോഗ് എടാന്ന് മാത്രം തോക്കെടുത്തുകൊണ്ട് എടാന്നുള്ളൊരു വിളി മാത്രം കാണുന്നത്. തലയുടെ ക്യാരക്ടർ അത് ഇമോഷണൽ ആയിട്ട് തന്നെ പറയുന്നതാണ്. പിന്നെ നന്നാകാൻ അയാൾ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല, വലിയ ലേഖനം വാങ്ങിച്ചാന്ന് പറയുന്നത്. പക്ഷെ ഇറങ്ങി കഴിഞ്ഞപ്പോ 1-2 പേര് എന്നോട് പറഞ്ഞു, അയ്യോ പ്രതീക്ഷിച്ച പോലെ വന്നില്ല കേട്ടോ ലാലേട്ടന്റെ പടം എന്ന് പറയുമ്പോ നമ്മള് വിചാരിച്ചു ഇത്തിരി ഹെവി പരിപാടി ആയിക്കോന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് പേർക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടാതെ പോയി. അത് വന്ന മേക്കപ്പും ഗെറ്റപ്പും കാര്യങ്ങളും മീശയൊക്കെ കളഞ്ഞ് ഇങ്ങനെ വന്ന ഇറങ്ങിയപ്പോ തന്നെ ആ ക്യാരക്ടർ കറക്റ്റ് ജോസ് സാധനം വന്നു. ഈ തലയുടെ ഈ മൂക്കത്ത് വന്നിട്ട് തുമ്പി ഇരുന്ന് കഴിഞ്ഞാൽ ഈ കൈ എല്ലാം ഭൂമിക്കടിയിലാണല്ലോ. അപ്പൊ ഇതെങ്ങനെ അപ്പൊ അമ്പിളിച്ചേട്ടനത് എന്തെങ്കിലൊക്കെ ഗെയിമിക്ക് കാണിച്ച് ഭയങ്കര സംഭവമായിരിക്കും നമുക്കറിയാം. കാഴ്ച ഇല്ലാത്ത കാര്യം അറിയിക്കാതെ പുള്ളി പെർഫോം ചെയ്തിട്ടുണ്ട് ടോട്ടലി. അതിനകത്ത് ഡബിയുമ്പോ ലിപ്സിങ്ക് വേണ്ടേ? അപ്പൊ ലിപ്സിങ്കിന് ചെയ്തെന്ന് വെച്ചാല് അസിസ്റ്റന്റ് ഡയറക്ടർ നിന്നിട്ട് ആ ലിപ്പ് തുടങ്ങുന്നിടത്തൊന്ന് ടച്ച് ചെയ്യാൻ പറയും. അപ്പൊ ആ ലിപ്പ് തുടങ്ങുന്ന ഒരു ഓപ്പണിംഗ് സ്ഥലത്ത് ടച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് മീറ്ററിൽ പുള്ളി ഡയലോഗ് പറയും. അവൽ നീരത് എന്നോട് പറഞ്ഞിട്ട് ചേട്ടന്റെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട പടം തൊമ്മൻ. ചന്തുപൊട്ട് എന്ന് പറഞ്ഞാല് ഇവരെ ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ എഴുതിയതാണ്. ശരിക്കും പറഞ്ഞാൽ വൃത്തികെട്ട കുറെ ആൾക്കാര് ഇവരെ കളിയാക്കാൻ വേണ്ടി ആ വാക്ക് പ്രയോഗിച്ചു. അതിൽ ഞാനിപ്പോ അവരോട് എനിക്ക് വിഷമമുണ്ട് അങ്ങനെ സംഭവിച്ചതിൽ. വേദനിപ്പിച്ചവരോട് ക്ഷമ ചോദിക്കും. ദ ക്യൂ ഷോർട്ട് ടൈമിൽ ബെന്നി പി നായരമ്പലം, വെൽക്കം. നമസ്കാരം. ആദ്യമേ ചോദിക്കാനുള്ളതും ചോട്ടമുമ്പിൽ ഞാൻ ക്യൂരിയസ് ആയ കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ നായകൻ വില്ലൻ ഫേസ് ഓഫ് എപ്പോഴും ഒരു കമേഴ്ഷ്യൽ സിനിമകളിലെ പ്രധാന ഘടകമാണ്. എന്നാൽ ചോട്ടമുമ്പിൽ അവസാനത്തെ സീക്വൻസിലൊഴികെ ഇവർ തമ്മിലൊരു ഫേസ് ഓഫ് വരുന്നില്ല. ഇവർ തമ്മിൽ കൂടുതൽ ഒരു തരത്തിലും ഡയലോഗ് എക്സ്ചേഞ്ച് ഇല്ല. ഈ പറഞ്ഞ നടേശൻ മരണത്തിന് മുന്നേ ഡാന്ന് വിളിക്കുന്നതാണ് ഇവർ തമ്മിലുള്ള ഓരോരു എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഈ പൊതുവെ എപ്പോഴും ഇത്തരം സിനിമകൾ എഴുതുമ്പോൾ ഇതിൻ്റെ ഒരു സക്സസ് ഫോർമുലയിൽ ഈ ഫേസ് ഓഫിന് ഭയങ്കര പ്രാധാന്യം ഉണ്ടല്ലോ. നായകനിൽ തമ്മിലുള്ള ഡയലോഗ് എക്സ്ചേഞ്ച്, ഹുക്കുകൾ ഇടുന്നത്, അതിനൊന്നും വേണ്ടി ഇവിടെ മുതിർന്നിട്ടില്ല. ഈ എഴുത്തിൻ്റെ രീതി ഈ ഒരു സ്റ്റൈൽ അഡാപ്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അത് നമ്മളൊരു മനഃപൂർവ്വം ചെയ്തതല്ല. ആക്ച്വലി നമ്മളൊരു ഇൻസിഡന്റ് ബേസ്, വലിയ കഥയും ഡ്രാമയൊന്നും ഇല്ലാതെ മൊത്തത്തിലൊരു എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിൽ ആണ് പ്ലാൻ ചെയ്യുന്നത്. ഈ അൻവർ അങ്ങനെയാണ് ആവശ്യപ്പെട്ടത്. വലിയ കഥയൊന്നും വേണ്ട, ഇമോഷണൽ ഡ്രാമ അങ്ങനെയുള്ള കാര്യങ്ങൾ വേണ്ട, ഫ്ലാഷ് ബാക്ക് അങ്ങനെ പിന്നാമ്പുറ കഥകൾ ഒരുപാട് വേണ്ട. അങ്ങനെ ഇപ്പൊ സാധാരണ ഞാനൊക്കെ എഴുതുന്നതിൽ ഒരുപാട് ഒരു കഥയുടെ ഒരു ഫീൽ ഉണ്ടാവുമല്ലോ. അത്തരം കഥയുടെ ഒരു ഡെപ്തിലേക്ക് പോകാതെ ഇൻസിഡന്റ് ബേസ് നമുക്ക് കഥ പറഞ്ഞു പോകാം, സംഭവങ്ങളിലൂടെ പോയാൽ മതി എന്നുള്ളൊരു തീരുമാനം ഉണ്ടായിരുന്നു. അതിന് ഹ്യൂമറിന് പ്രാധാന്യം കൊടുക്കുക, പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ഒരു ഓളം പടം, ഒരു ഫെസ്റ്റിവൽ, അതായത് ഒരു കാർണിവൽ നടക്കുന്ന പോലെ തന്നെ തിയേറ്ററിൽ എല്ലാവർക്കും ഫീൽ ചെയ്യുന്ന ഒരു പരിപാടി എന്നുള്ള ചിന്തയിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പൊ ശരിക്കും നമ്മളൊരു ഇൻസിഡന്റ് കാർണിവലിന്റെ സംഭവങ്ങൾ, കൊച്ചിയുടെ അന്തരീക്ഷം, അങ്ങനെ ഓരോ സീനുകൾ ബിൽഡ് ചെയ്ത് ക്യാരക്ടർ ഉണ്ടാക്കി ഇങ്ങനെ രസകരമായിട്ട് ക്ലബ് ചെയ്ത് പോകുന്നതാണ്. അപ്പോഴാണ് ഒരു പ്രതിയോഗി വേണം എന്നുള്ള രീതിയിൽ പല ഫോക്കസിങ് വന്നതിൻ്റെ അകത്ത്. ആദ്യം വരുന്നത് CA ആണ്, വിജയരാഘവന്റെ ക്യാരക്ടറാണ്. ഇവർ പൊക്കാനൊക്കെ ശ്രമിക്കുന്നത്, തലേനെ അന്വേഷിക്കുന്നതും തല എവിടെ എന്നൊക്കെ ചോദിക്കുന്നത് വിജയരാഘവന്റെ. അത് കഴിഞ്ഞ് അത് ഷിഫ്റ്റ് ചെയ്ത് മണിയിലേക്ക് പോയി. മണിയുടെ ഇൻട്രൊഡക്ഷനും കാര്യങ്ങളും വന്ന് അതും വിജയരാഘവനായിട്ടുള്ള കോൺഫ്ലിക്റ്റിലാ വരുന്നത്. അപ്പം പ്രധാനമായിട്ട് പ്രോട്ടഗോണിസ്റ്റിന്റെ ഏരിയയിലേക്ക് അത് വന്നിട്ടില്ല. അപ്പം അതിങ്ങനെ ഫോളോ ചെയ്ത് വന്നപ്പോ ഇൻസിഡന്റുകളെല്ലാം മണിയുടെ പ്രവൃത്തി കൊണ്ടുണ്ടാകുന്ന അല്ലെങ്കിൽ മണിയുടെ ആ ക്യാരക്ടറിന്റെ സ്വാധീനം കൊണ്ടുണ്ടാകുന്ന മറ്റു കഥാപാത്രങ്ങളെ കൊണ്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കി നമ്മള്. അപ്പൊ ആ കോൺഫ്ലിക്റ്റിലൂടെ സഞ്ചരിച്ചപ്പോ ശരിക്കും കൃത്യമായിട്ട് ഒരു വില്ലൻ ഹീറോ ഒരു നേർക്കുനേരെയുള്ള ഒരു സീനുകളൊന്നും ആവശ്യം വന്നില്ല. അപ്പൊ അതും നമുക്കൊരു പുതുമയായിട്ട് തോന്നി. കാരണം സാധാരണ ഹീറോ വന്നിട്ട് വില്ലനെ വെല്ലുവിളിക്കുക, അല്ലെങ്കിൽ വന്നിട്ട് ഹീറോനെ ഭീഷണിപ്പെടുത്തി അങ്ങനെ വെല്ലുവിളിയാണ് നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ക്ലൈമാക്സിന്റെ ഏരിയയിൽ വരുമ്പോഴാണ് ഇവര് തമ്മിൽ സ്ട്രൈറ്റ് കാണുന്നത് തന്നെ. അത് മണിയുടെ ക്യാരക്ടർ, മണി കാറിലിരുന്ന മർഡർ നടക്കുമ്പോഴേക്കും തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ഈ ഫാമിലിയുടെ ആ അന്തരീക്ഷം കാണുന്നുണ്ട്. എന്നാലും ആരും വ്യക്തമായിട്ട് കണ്ടതായിട്ട് നമ്മൾ ഷോർട്ട് ബേസിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. അപ്പൊ ഈ ലാലേട്ടന്റെ ക്യാരക്ടർ
ക്ലൈമാക്സിലാണ് മണിയായിട്ട് ഏറ്റുമുട്ടുന്നത്. അതുപോലെ തന്നെ മണി ഒരു ഡയലോഗും എടാന്ന് മാത്രം ഒരു വിളി, തോക്കെടുത്തുകൊണ്ട് എടാന്നുള്ളൊരു വിളി മാത്രം കാണുന്നത്. അപ്പൊ അതൊരു പുതുമയായിട്ട് എല്ലാവരും പറയുന്നുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ 18 വർഷത്തിന് ശേഷം റീ റിലീസിലും സിനിമ ചർച്ചയാകുമ്പോൾ നമുക്കത് കാണുന്നതിലെ ഫ്രഷ്നെസ്സുകൾ ഒന്നും ഇതാണ്. അതെ, ഇപ്പോഴും പല സിനിമകളും ഈ പറഞ്ഞ നിങ്ങൾ ഉപയോഗിക്കാതിരുന്ന ടെംപ്ലേറ്റ് ഇപ്പോഴും ഉപയോഗിക്കുന്ന സിനിമകളുണ്ട്. അവിടെ അന്ന് ഇത് ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ അത് ഞങ്ങൾ ബോധപൂർവ്വം ലാസ്റ്റ് ക്ലൈമാക്സിൽ മാത്രം വില്ലനും നായകനും കണ്ടാ മതി എന്നൊന്നും തീരുമാനിച്ചിട്ടില്ല. ഞാനും അൻവറും തീരുമാനിച്ചിട്ട് പോലുമില്ല. അതങ്ങനെ യാദൃശ്ചികമായി സംഭവിച്ചു പോയതാണ്. ഓരോ ഇൻസിഡന്റുകൾ നമ്മൾ ആ ഇൻസിഡന്റിനെ ഫോക്കസ് ചെയ്ത് പോയപ്പോൾ മണിയുടെ ആവശ്യം വന്നില്ല അവിടെ. മണീനെയൊക്കെ ബാക്കിൽ നിർത്തിയിട്ട്, പക്ഷെ അത് നന്നായി എന്ന് പിന്നീട് തോന്നി. കാരണം അപ്പൊ ഒരു ക്ലൈമാക്സ് ഏരിയയിൽ വന്നപ്പോഴേക്കും പവർഫുൾ ആയിട്ട് അത് ഫീൽ ചെയ്യും. ആളുകളുടെ ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ, ഇവരെപ്പോ കാണും എന്നുള്ളത്. നേരത്തെ കേട്ടിട്ടുണ്ട് ഈ സിനിമയിൽ ഒരു നെഗറ്റീവ് ക്യാരക്ടർ ജയസൂര്യ ഒരു പ്ലാനിലുണ്ടായിരുന്നു എന്നുള്ളത്. ജയസൂര്യനെ പ്ലാൻ ചെയ്തിട്ടില്ല, എവിടെയോ വായിച്ച് കേട്ടിട്ടുണ്ട് അങ്ങനത്തെ ഒരു പ്ലാനിന്റെ കഥ. ഇല്ല. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പൊ ഈ പറഞ്ഞ പോലെ പലപ്പോഴും പ്രധാന കഥാപാത്രം അദ്ദേഹത്തിന്റെ കൂടെയുള്ള മറ്റ് ആക്ടേഴ്സ് അവിടെ ഒന്നെങ്കിൽ ഒരു സൈഡ് കിക്ക് റോളായിരിക്കാം, ഇവർക്ക് ഭയങ്കര ഐഡന്റിറ്റി ഉണ്ടാവണം എന്നില്ല. എന്നാൽ ഈ സിനിമ എടുക്കുമ്പോൾ ഇതിൽ നമ്മൾ തലയെ മാത്രമല്ല കാണുന്നത്, ചന്ദ്രപ്പനും സൈനും ഈ പറഞ്ഞ സുശീലനും എല്ലാ തരത്തിലും പാമ്പ് ചാക്കോച്ചനാവട്ടെ, വാസ്കോ ഫാമിലി ആവട്ടെ, എല്ലാവരും ഭയങ്കര യുണിക്കാണ്. നമുക്ക് ചോട്ടോമ എന്ന് പറയുമ്പോൾ നമ്മുടെ തലയിൽ വരുന്ന വിഷ്വലിൽ ഇവരെല്ലാവരെയും അറ്റ്ലീസ്റ്റ് ഒരു ഷോട്ടെങ്കിലും കയറി വരുന്നുണ്ട്. ഈ ഡീറ്റെയിലിംഗ് കൊടുക്കുന്നത് കൂടെയുള്ള ക്യാരക്ടേഴ്സിനെ വേണമെങ്കിൽ അതിലും തലയെ മാത്രം പ്രൊജക്റ്റ് ചെയ്ത് എഴുതാം. എന്നാൽ അതിനവിടെ ഒരു അതല്ല അവിടെ ഉപയോഗിക്കുന്ന ടെക്നിക്ക് എന്ന് പറയുന്നത്. എഴുത്തിൽ ഈ സിനിമ എവിടെ നിന്ന് കണ്ടാലും നമ്മളിതിൽ ഇന്നാവണം എന്നുള്ളൊരു ഐഡിയ ബിഹൈൻഡ് BTSലൊക്കെ ഉള്ള പോലെ നമുക്ക് തോന്നിയിട്ടുണ്ട്. ഈ ക്യാരക്ടേഴ്സിന് ഡീറ്റെയിലിംഗ് കൊടുക്കുന്നത് ഇവരെ എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നാലേ സിനിമയായിട്ട് നിൽക്കുന്നുള്ള ഒരു ധാരണ എത്തുന്നത്. എന്തുകൊണ്ട് അങ്ങനെ ഒരു അപ്രോച്ചിലോട്ട്? ഇത് നമ്മൾ ആദ്യം തന്നെ ഒരു നിലവിലുള്ള കോൺസെപ്റ്റിൽ നിന്ന് മാറി ചിന്തിക്കുക എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. നമ്മൾ ഇതുവരെ ശീലിച്ചേക്കുന്ന സ്ക്രിപ്റ്റിങ്ങിലും കഥയിലും ഒക്കെ ഒരു മാറ്റം വരുത്തണം എന്ന് അൻവറിന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് അൻവർ എന്നെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഞാൻ എൻ്റെ സ്റ്റൈലിലുള്ള ഒരു മെരികൊണ്ടൊരു കുഞ്ഞാട് എന്നൊക്കെ പറയുന്ന പോലെയുള്ള ആ ഒരു പാറ്റേൺ ആണ് എൻ്റെ സ്ക്രിപ്റ്റ്. കഥകളുണ്ടാവും, കുടുംബ ബന്ധങ്ങളുടെയും ഇമോഷനും ഡ്രാമയും ഹ്യൂമറും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ്. അപ്പൊ അൻവർ വന്നിട്ട് പറഞ്ഞത് അത്രയും ഇമോഷൻ ഡ്രാമകളൊന്നും വേണ്ട, നമുക്ക് കൊച്ചു കൊച്ചു സംഭവങ്ങളിലൂടെ മാത്രം പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ആ സംഭവങ്ങൾക്ക് ഗ്രിപ്പ് വേണം, ക്യാരക്ടേഴ്സിന് ഡെപ്ത് വേണം. അപ്പൊ ക്യാരക്ടേഴ്സ് എപ്പോഴും എൻ്റെ സിനിമകളിൽ ഞാൻ ശ്രദ്ധിക്കാറുള്ളത് ആവശ്യമില്ലാത്ത ഒരു അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ഒരു കഥാപാത്രത്തെ സൃഷ്ടിക്കരുത് എന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ട്. കാരണം ആ കഥാപാത്രത്തിന് അവന്റെ ഒരു ഐഡന്റിറ്റി വേണം. അവൻ എങ്ങനെ ഉണ്ടായി, അവന്റെ കുടുംബം ഉണ്ടോ, അവന് ഭാര്യ ഉണ്ടോ, മക്കളുണ്ടോ എന്നൊക്കെ ഉള്ളൊരു ഐഡന്റിറ്റി വേണം. അതുകൊണ്ടാണ് സാധാരണ വില്ലൻ കഥാപാത്രങ്ങളുടെ കുടുംബമോ അല്ലെങ്കിൽ അവരൊരു അന്തരീക്ഷം അധികം കാണിക്കാറില്ല. പ്രധാന വില്ലൻ ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മള് ഒരു ആക്ഷൻ മൂഡിലുള്ള ഒരു പടത്തിൽ എന്ന് പറഞ്ഞാല് ഗോഡൌൺ സെറ്റപ്പിലോ ഒരു മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗ്യാങ്ങിന്റെ അയാളുടെ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിന്റെ ആവശ്യമേ വരുന്നുള്ളൂ ശരിക്കും. പക്ഷെ ഇത്തിരി കൂടി ജെന്യുവനായിട്ട് ചിന്തിക്കുക എന്നുള്ള രീതിയിലാണ്. അയാൾക്കൊരു വില്ലനായ അയാൾക്ക് ഭാര്യയും മക്കളുണ്ടാവൂലേ, അപ്പൊ അയാൾക്ക് ഭാര്യയും മകനും ഉണ്ടായി, അനിയനുണ്ടായി, അമ്മനെ സൃഷ്ടിച്ചു. പക്ഷെ ആ വില്ലന്റെ ആ സ്വഭാവത്തിനനുസരിച്ചിട്ടുള്ള ഒരു ഡാർക്ക്നെസ്സും ഹ്യൂമർ ആണെങ്കിൽ പോലും ഒരു ഡാർക്ക് അന്തരീക്ഷം ഉണ്ട് അവിടെ. മനോരോഗിയായ അമ്മ. അപ്പൊ ഇയാളുടെ ഒരു വയലിൻ വായിക്കുന്ന സീക്വൻസ് പോലും പയ്യൻ അത് വായിക്കുമ്പോ അതിന്റെ മൂഡും ആ വായിക്കുന്നതിന്റെ മൂഡ് അതാണ്, ആ ഫീൽ അതാണ്. പക്ഷെ അങ്ങനെ ഒരു മകനെ പോലെ ഇയാള് ദേഷ്യപ്പെടുന്നുണ്ട്. അമ്മയാണെങ്കിൽ എന്ന് പറഞ്ഞാല് ഇയാളുടെ പ്രവൃത്തികൾ കൊണ്ടോ അല്ലെങ്കിൽ ഇയാളുടെ ദുഷ്പ്രവൃത്തികൾ കൊണ്ടൊക്കെ ഒരു ദുരന്ത കഥാപാത്രമായി മാറിയവരായിരിക്കാം. അവരുടെ ഭർത്താവ് അത്ര കുഴപ്പത്തിലുണ്ടായിരുന്ന ഒരാളായിരിക്കാം. അങ്ങനെ ഒരു ബാക്ക് സ്റ്റോറി ആ സീനിൽ തന്നെ പറഞ്ഞു പോകുന്നുണ്ട്, പറയാതെ പറയുന്നുണ്ട്. മനസ്സിലായില്ല? അപ്പൊ ഒരു അണ്ടർ കറന്റ് ആയിട്ട് ഒരു കഥ ഫീൽ ചെയ്യുന്നുണ്ട് അവിടെ. ഇയാളുടെ അച്ഛൻ, നിന്റെ അച്ഛനും ചോര തുപ്പിയാടാ മരിച്ചത് എന്നൊക്കെ പറയുന്നത് ഡയലോഗിൽ തന്നെ എന്തൊക്കെയോ ഉണ്ട് എന്നുള്ളത് സാധാരണ. കാരണം അമ്മക്ക് ഭ്രാന്താണ്, അമ്മ മകൻ നശിച്ചു പോകാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അമ്മ. അതും ഓപ്പോസിറ്റ്. എന്റെ മകൻ നന്നാകുന്ന എല്ലാ അമ്മമാരും പ്രാർത്ഥിക്കുന്നത്, എന്റെ മകൻ മുടിഞ്ഞോടെയാണ് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന അമ്മ. അപ്പൊ അതിൽ ഹ്യൂമറും കിട്ടും, ഈ മകന്റെ പ്രവൃത്തികൾ ഇവർക്ക് ഇഷ്ടമല്ല എന്നുള്ള സാധനമുണ്ട്. അതുമല്ല മകനും ഒക്കെ ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ ഉണ്ടെങ്കിൽ അയാളുടെ ഒരു സ്വഭാവത്തിന്റെ ഷെയ്ഡ് അവിടെ വരുന്നുണ്ട്. എന്ന് പറഞ്ഞാല് സിദ്ദിഖിന്റെ ക്യാരക്ടറും മുള്ളൻ ചന്ദ്രപ്പനും ഒരു ചെറിയൊരു സെറ്റപ്പ് വീട് പോലെ ഉണ്ട്, ആരും ഇല്ല അയാൾക്ക്. അയാൾ പറയുന്നുണ്ട് ഈ വീട് ജപ്തി ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ നിങ്ങൾ ഇങ്ങോട്ട് പോയെന്ന് പറഞ്ഞു. അപ്പൊ മണിക്കുട്ടന്റെ ക്യാരക്ടറും സിദ്ദിഖിനും അവരങ്ങനെയുള്ള ഒരു സെറ്റപ്പിലാണ്.
മറ്റേ ബിജുക്കുട്ടന് അച്ഛനുണ്ട്, കുടുംബമുണ്ട്, നെറ്റ്വർക്ക് ചീനവലക്കാരനാണ്, അതിന്റെ പണിക്ക് പോകാത്തോണ്ട് അങ്ങനെ എല്ലാവർക്കും ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അപ്പൊ അവരൊന്നും അന്തരീക്ഷത്തിൽ നിൽക്കാതെ ഒരു ക്യാരക്ടറൈസേഷൻ കിട്ടി. ഇപ്പൊ പടക്കം ബഷീർ ഇനിയും ക്ലൈമാക്സിൽ 2-3 ഭാര്യമാരെ കാണിക്കുന്നുണ്ട്. അത് തന്നെ. അപ്പൊ അങ്ങനെ മൊത്തത്തിലൊരു ക്യാരക്ടറൈസേഷൻ നമ്മൾ ആലോചിക്കുമ്പോ തന്നെ അയാൾ ആരാണ്, അയാളുടെ അന്തരീക്ഷം എന്താണ്, അയാളുടെ ബാക്ക് ഹിസ്റ്ററി എന്താണ് നമ്മുടെ മനസ്സിലെങ്കിലും എഴുത്തുകാരന്റെ മനസ്സിലെങ്കിലും വേണം. അയാൾ എന്തുവരെ പഠിച്ചിട്ടുണ്ട്, അയാൾക്ക് വീടുണ്ടോ കുടുംബമുണ്ടോ എന്ന് നമ്മൾ കാണിച്ചില്ലെങ്കിൽ പോലും നമ്മൾ വെറുതെ ചിന്തിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ക്യാരക്ടറിന് പിന്നെ സംഭവങ്ങളിൽ കറക്റ്റ് കണക്ഷൻ, ഇവരുടെ കോൺട്രിബ്യൂഷൻസ് ഉണ്ടാവും. ഈ കഥാപാത്രം എന്തിന്, ഈ കഥാപാത്രം ഉള്ളത് കൊണ്ട് എന്തെങ്കിലും മുന്നോട്ടുള്ള കാര്യങ്ങൾ നീങ്ങുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ ഹീറോന്റെ ക്യാരക്ടറിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അതിന്റെ പ്രധാന കഥയിൽ ഇവർക്ക് ഇൻവോൾവ്മെന്റ് ഉണ്ടോ, ഇവര് മാറി നിൽക്കുകയാണോ? പക്ഷെ ഇവര് ആരും മാറി നിൽക്കുന്നില്ല. ഒരേ മനസ്സോടെ ഒരേ കാര്യങ്ങളിലൂടെ ഓരോ പ്രശ്നങ്ങളിലും ഒന്നിച്ച് ഇടപെട്ടിട്ട് കൂട്ടായി പോവുകയാണ്. അപ്പൊ ഒരു ഹീറോയിസത്തിന്റെ ഒരു സ്പ്ലിറ്റിംഗ് പോർഷൻ ആയിട്ട് തന്നെയാണ് ഈ ക്യാരക്ടേഴ്സ് നിൽക്കുന്നത്. ഒരൊറ്റ ഹീറോ അല്ല എന്ന് തോന്നിക്കുന്ന രീതിയിൽ ഹീറോ ലാലേട്ടനാണെങ്കിൽ പോലും ആ ഹീറോനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് ആ ഹീറോഷിപ്പ് ഈ 4 പേരിലേക്കും കൂടി മിക്സ് ചെയ്തേക്കാണ്. അപ്പൊ മൊത്തത്തില് ഒരു രസം ഉണ്ടാവും. ഒരാളുടെ ഒരു വൺ മാൻ ഷോ പോലെ തോന്നാതെ പല സീനിലും ലാലേട്ടനും ഒരു ഡയലോഗിലൊക്കെ ആ തട്ടുകട സീനിലൊക്കെ പണിതോ എന്റെ അപ്പനിട്ട് എന്നെ പണിതോ എന്ന് പറഞ്ഞ ഒരു ഡയലോഗുള്ളൂ. അവിടെ സ്കോർ ചെയ്യുന്നതും ഇവരാണ്. പാമ്പിനെ വെള്ളം അതെ. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ നമ്മൾ ഒരു സിനിമാറ്റിക് സാധനത്തിൽ നിന്ന് മാറി ഇത്തിരി റിയലിസ്റ്റിക് എന്റർടൈനർ ആണെങ്കിലും ഒരു സത്യസന്ധത ഫീൽ ചെയ്യും. അതാണ് ഈ യൂത്തിന് കൂടുതൽ ഇഷ്ടപ്പെടണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിലവിലുള്ള ഒരു കോൺസെപ്റ്റിൽ നിന്ന് മാറി ഇത്തിരി റിയലിസ്റ്റിക് ആയിട്ടുള്ള പരിപാടി അതിൻ്റെ അകത്തുണ്ട്. ഒപ്പം തന്നെ അവർക്ക് ആവശ്യമായ പാട്ട്, ഡാൻസ്, ആഘോഷിക്കാനുള്ളത് കൊണ്ട് കണക്ട് ചെയ്യാനുള്ള. അതെ അതെ അതെ. ഇമോഷനൊക്കെ വലിയ ചെറിയ കുഞ്ഞു ഇമോഷൻസ് വന്നിട്ട് അപ്പൊ തന്നെ അത് കോമഡിയിലേക്ക് പോയി. അത് ഞാൻ ചോദിക്കാൻ വരായിരുന്നു. ഈ പറഞ്ഞ ഇമോഷൻ ടു അതിൽ നമ്മളെ ലോക്കാക്കാതെ വളരെ ഈസി ആയിട്ട് ഫ്ലോ ഉണ്ടല്ലോ. ഈ നന്നാവൻ എന്തെങ്കിലും ലേന്നൊക്കെ പറയുന്ന സീക്വൻസുകൾ ടു ഇമോഷണൽ ആവേണ്ടതാണ്. വലിച്ചെറിഞ്ഞു കഴിഞ്ഞിട്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ആക്ച്വലി അദ്ദേഹം ആ തലയുടെ ക്യാരക്ടർ അത് ഇമോഷണൽ ആയിട്ട് തന്നെ പറയുന്നതാണ്. അത് കണ്ണു നിറഞ്ഞ് ഒരുപാട് ഇമോഷൻ എടുക്കുന്നില്ലെന്നുള്ളു, അയാളുടെ വിഷമം കൊണ്ട് പറയുന്നതാണ്. പക്ഷെ ആ ക്യാരക്ടർ അയാളുടെ വിദ്യാഭ്യാസം, അയാളുടെ സംസ്കാരത്തിൽ അയാൾ അങ്ങനെ പറയുള്ളൂ. അയാൾക്ക് അത് ചെയ്യുന്നത് തെറ്റാണെന്ന് തോന്നുന്നില്ല. അപ്പനെ പെങ്ങന്മാരെ സ്നേഹിക്കാനുള്ള ഒരു മനസ്സുണ്ട്. അപ്പനെ തട്ടുകട ഇട്ടുകൊണ്ട് എനിക്ക് തട്ടുകട അയാളുടെ ന്യായങ്ങളാണത്. മനസ്സിലായി. പിന്നെ നന്നാകാൻ അയാൾ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല. വലിയ ലേഖനം വാങ്ങിച്ച പറയുന്നത്. അപ്പൊ അതിലൊരു നർമ്മമുണ്ട് എന്ന അയാളുടെ സത്യസന്ധത ഭയങ്കരമായിട്ട് ക്യാരക്ടറിൽ എനിക്ക് ചോദിക്കാനുള്ളത്. ഇപ്പൊ ഹീറോ ഇതെല്ലാം പറയുമ്പോൾ 2007 റീകളക്ട് ചെയ്യുകയാണെങ്കിൽ വലിയ റിലീസുകൾ ഒരുപാട് ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നത് അതിലിപ്പോൾ ശിവാജി റിലീസാവുന്ന വർഷമാണ്. ഒരു 70 സെന്ററിലാണ് സിനിമ റിലീസാവുന്നത്. ഭയങ്കര ആഘോഷം. ചോട്ടാ മുംബൈ റിലീസ് വന്ന 60ഓളം സ്ക്രീനിലാണ്. അത്ര തന്നെ തിയേറ്ററിൽ ചോട്ടാ മുംബൈയുടെ റിലീസ്, ഈ പറഞ്ഞ ബിഗ് ബി അത്ര തന്നെ തിയേറ്ററിൽ 60ഓളം തിയേറ്ററിൽ തന്നെ വരുന്നുണ്ട്. ഈ 2007 റീകളക്ട് ചെയ്യുന്നത്. ഒപ്പം ഇപ്പൊ ഈ പറഞ്ഞ ചോട്ടാ മുംബൈയുടെ ഒരു റിലീസ് ഡേ നമ്മളിപ്പോ 18 വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു എപ്പിക് കൈൻഡ് ആഘോഷം കണ്ടുകൊണ്ടിരിക്കുക. ഒരു പോസ്റ്റ് 2000 ഇത്രയും ആഘോഷിച്ച സിനിമ മലയാളത്തിലില്ല. തിയേറ്ററുകൾ ഇത്രയും ആഘോഷമാക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ഈ 2007 ഏപ്രിൽ 6-ാം തീയതി നിങ്ങൾ ചോട്ടാ മുംബൈ കാണുന്ന ആദ്യത്തെ ഷോ, ആ മൊമെന്റ് ശരിക്കും എങ്ങനെയാണ്? ഞാന് ഫസ്റ്റ് ഷോ തന്നെ മാറ്റിനി, ന്യൂൺ ഷോ ആണോ മാറ്റിനി ആണെന്ന് മറന്നുപോയി. ന്യൂൺ ഷോ കവിതയില് അതിന് തന്നെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എല്ലാ പടവും ആദ്യത്തെ റിലീസ് ഡേ പോയിരുന്ന ഓഡിയൻസിന്റെ ഇടയിൽ നിന്ന് കാണും. ഓഡിയൻസിന്റെ റിയാക്ഷൻ എങ്ങനെയാണ്, എവിടെയൊക്കെയാണ് അവർ ചിരിക്കുന്നത്, എവിടെയൊക്കെ സൈലന്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്, ഏതെങ്കിലും സീൻ പാളിപ്പോയാൽ നമുക്ക് തിയേറ്ററിൽ റെസ്പോൺസ് ചെയ്യുന്ന മനസ്സിലാവും. അപ്പൊ ഞാൻ ഇരിക്കുമ്പോൾ ചിരി കിട്ടേണ്ട സ്ഥലത്തൊക്കെ ചിരി തന്നെയാണ്, ആഘോഷം വരുന്നത്. ലാലേട്ടനെ കാണിക്കുമ്പോഴും ഈ ഹ്യൂമർ എല്ലാം ചിരിയും കൈയ്യടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇറങ്ങി കഴിഞ്ഞപ്പോ 1-2 പേര് എന്നോട് പറഞ്ഞു, അയ്യോ പ്രതീക്ഷിച്ച പോലെ വന്നില്ല കേട്ടോ ലാലേട്ടന്റെ പടം എന്ന് പറഞ്ഞപ്പോ നമ്മള് വിചാരിച്ചു ഇത്തിരി ഹെവി പരിപാടി ആയിക്കോന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് പേർക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടാതെ പോയി. അപ്പൊ ഈ ഒരു ചിന്ത എനിക്ക് ആദ്യമേ ഉണ്ടായിരുന്നു. ഞാൻ അത് അൻവറായിട്ട് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഈ ചോട്ടാ മുംബൈ എന്നുള്ള പേര് ഒരു ചെറിയ ബോംബെ എന്ന് പറയുമ്പോ, മുംബൈ എന്ന് പറയുമ്പോ കൊച്ചിനെ കാണുകയാണ്. അത് ഭയങ്കര ഒരു ഡാർക്ക് പരിപാടിയാണല്ല. അപ്പൊ ഒരു അധോലോകം ഫീൽ ചെയ്യും. ഒപ്പം ലാലേട്ടന്റെ ഇമേജ് എന്ന് പറഞ്ഞാല് അന്ന് ഹെവി പടങ്ങൾ ചെയ്തിട്ടുള്ള ഇമേജ് ആണ്. നരസിംഹം, മാറാം തമ്പുരാൻ, രാവണപ്രഭു, സ്വാടികം തൊട്ടി അങ്ങനെ ഭയങ്കര ഹൈപ്പിൽ നിൽക്കുന്ന ഇമേജ് ആണ്. ഹീറോയിസത്തിന്റെ ഹൈപ്പ് ചെയ്ത് നിൽക്കുകയാണ്. അവിടെയാണ് നമ്മൾ ഈ കൊണ്ടുവന്നിട്ട്
തമാശയും കാര്യങ്ങളും ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു തല എന്ന് പറയുന്ന ക്യാരക്ടർ കാണിക്കുന്നത്. അപ്പൊ അതിന്റെ ഹീറോയിസം കുറഞ്ഞു. അന്ന് അത്യാവശ്യം ഫൈറ്റ് ഉണ്ടെങ്കിലും ലാലേട്ടന്റെ ഓവർ ഹീറോയിസം പ്രതീക്ഷിക്കുന്ന ഒരു പേടി എനിക്കുണ്ടായിരുന്നു ഈ പേരിട്ടപ്പോ. അപ്പൊ ഞാനും അൻവറായിട്ടുള്ള ഡിസ്കഷനിൽ അത് പറഞ്ഞു. അപ്പൊ അൻവർ അപ്പോഴാണ് പറഞ്ഞില്ല, അതിന്റെ ടൈറ്റിലൊക്കെ നമുക്ക് കളർഫുൾ ആയിട്ട് കൊടുക്കാം, ഒരു എന്റർടൈനർ ഫൺ ആയിട്ട് തന്നെ അതിന്റെ പരസ്യങ്ങൾ കൊടുക്കുമ്പോൾ അത് കുഴപ്പം വരില്ല ഏട്ടാ എന്ന് പറഞ്ഞു. പക്ഷെ ആ ഓഡിയൻസിന് ആദ്യത്തെ 1-2 ദിവസം ആൾക്കാർക്ക് ആ പ്രതീക്ഷയോടെ വന്നവരാണ് അത് കുറ്റം പറഞ്ഞത്. ഞങ്ങൾ പ്രതീക്ഷ അത്ര വന്നില്ല, കോമഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഒരു ഡെപ്ത് കിട്ടില്ല എന്ന് പറയും. ഇതിന്റെ തന്നെ പ്രൊഡ്യൂസർമാരിൽ 2 പേർക്കും അത് ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങൾ പ്രതീക്ഷിച്ച ഒരു മോഹൻലാൽ പടം ഇതായിരുന്നില്ല. കാരണം രാജമാണിക്യം ചെയ്തിട്ട് നേരെ ചെയ്യുന്നതാണ്. അപ്പൊ രാജമാണിക്യം പോലെ ഭയങ്കര ഹൈപ്പിലുള്ള ഒരു ഹീറോയിസം ആയിരിക്കും അവരും പ്രതീക്ഷിച്ചു. പക്ഷെ 2 ദിവസം കഴിഞ്ഞ് 3 ദിവസം ഇങ്ങനെ കഴിഞ്ഞ് ഇങ്ങനെ ആ ആഴ്ചയിൽ തന്നെ അതിന്റെ ഹ്യൂമറും മറ്റത് എല്ലാം കൂടിയുള്ള ഒരു സംഭവം പിള്ളേർ അങ്ങോട്ട് ഏറ്റെടുക്കാൻ തുടങ്ങി അന്ന് തന്നെ. അപ്പൊ അങ്ങോട്ട് ഇഷ്ടപ്പെട്ട് പിന്നീട് കാലങ്ങള് ഒരു 1-2 വർഷം കഴിഞ്ഞിട്ട് ഞാൻ ചില ക്യാമ്പസുകളിലൊക്കെ പോകുമ്പോ നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സിനിമയുടെ പേരൊക്കെ പറയുമല്ലോ, കുഞ്ഞിക്കുഞ്ഞൻ, കല്യാണരാമൻ, ചാന്ത് പൊട്ട്, ഈ ചോട്ടാ മുംബൈ എന്ന് പറയുമ്പോ ഹാളിൽ ഫുൾ കയ്യടിയായിരുന്നു. അപ്പൊ എനിക്ക് ക്ലിക്ക് ചെയ്തു, ഈ പിള്ളേർക്ക് ഈ പടം ഭയങ്കരമായിട്ട് ക്യാച്ച് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി. അത് ആദ്യത്തെ ദിവസം അത് കുറച്ച് പേര് ഇപ്പൊ ഇത്തിരി മുതിർന്ന ആൾക്കാരാണ് അത് പ്രതീക്ഷ അത്ര വന്നില്ലെന്ന് പറയും, പക്ഷെ പിള്ളേർക്ക് കണക്റ്റഡ് ആയിട്ടുണ്ട്. പിന്നീട് എപ്പോഴും എന്റെ മക്കളായാലും ടി വി കണ്ടു കഴിയുമ്പോഴേക്കും അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചോട്ടാ മുംബൈ. അതിന്റെ റിപ്പീറ്റ് വാച്ചും കൂടി ഉണ്ടല്ലോ. അപ്പൊ പിള്ളേരൊക്കെ പറയും ഈ ചോട്ടാ മുംബൈയുടെ സെക്കൻഡ് പാർട്ട് ഉണ്ടാവോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പൊ അത് പിള്ളേർക്ക് എന്തോ അത് ഒരുപാട് കഥയില്ലാതെ അൻവറിന്റെ തീരുമാനം കറക്റ്റ് ആയിരുന്നു. കാരണം അൻവർ കാലത്തിന് മുമ്പേ സഞ്ചരിച്ച ആളാണ്. കാരണം ഇത് പിള്ളേർക്ക് പിന്നെ കുറച്ചാൾ കഴിയുമ്പോഴേക്കും പിള്ളേർക്ക് കണക്റ്റഡ് ആകുക എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് അൻവർ കഥ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇൻസിഡന്റും ആ ഹ്യൂമറും അതിന്റെ മ്യൂസിക്കൽ ഒരു ബാക്ക്ഗ്രൗണ്ട്, സോങ്ങുകൾ ഒക്കെ കൂടി മൊത്തത്തിലൊരു കളർഫുൾ ഇപ്പോഴത്തെ പിള്ളേരുടെ പടമായിട്ട് അത് മാറി. ഇപ്പോ ഈ അടുത്തൊരാൾ പറഞ്ഞൊരു കമന്റ് എന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞാല്, ഇത് ചേട്ടൻ കഴിഞ്ഞ ഒരു 6 മാസത്തിന് മുമ്പ് എഴുതിയിട്ട് ഷൂട്ട് ചെയ്ത് ഇപ്പൊ റിലീസ് ചെയ്ത പടം എന്ന പടം പോലെയാണ് ഞങ്ങൾക്ക് പടം കണ്ടപ്പോഴും തോന്നുന്നത്. ഞങ്ങൾ ആഘോഷിക്കുന്നത് അങ്ങനെയാണ്, അത്രക്ക് പുതിയ പടത്തിന്റെ ഒരു ഫീല് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ വലിയ സന്തോഷം. ഇപ്പോഴത്തെ പിള്ളേര് അത് കണക്ട് ചെയ്യുന്നു പറയുമ്പോ ഇപ്പൊ നമ്മൾ ചോട്ടാ മുംബൈ പറഞ്ഞതിനൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു ബെന്നി പി നാരായണൻ എന്ന റൈറ്ററിന്റെ ഇപ്പൊ ഫിലിമോഗ്രഫി എടുത്ത് നോക്കി കഴിഞ്ഞാൽ പല ജോൺറെ ട്രൈ ചെയ്യുന്നുണ്ടല്ലോ. അതിൽ തന്നെ ഈ ഫാന്റസി ഭയങ്കര രസമായി യൂസ് ചെയ്ത് തോന്നിയിട്ടുണ്ട് ഈ ജൂനിയർ മാൻഡ്രേക്ക്. ഒരിക്കലും നമ്മൾ അതിൻ്റെ ഒരു ഈ പറയുന്ന പോലെ ഇതൊരു ഫസ്റ്റ് തോട്ടിൽ ഇത്തരം ഒരു ഐഡിയ ഒരു സിനിമയാക്കുമ്പോൾ ഇത് എത്രമാത്രം ആളുകൾ കണക്ട് ആവും എന്നുള്ളത്, ഇതിൽ ബിലീവബിൾ ഫാക്ടർ, ഇത് കണ്ടിരിക്കണം, സീൻ ബൈ സീൻ ഇവരുടെ ഈവൻസിലെല്ലാം ഇത് കണക്ട് ആവണം. ആ ഒരു ജഡ്ജ്മെന്റ് എടുക്കുന്നത് ഇതിൽ ഫാന്റസിക്കൊപ്പം തന്നെ ഹ്യൂമർ കൃത്യമായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നത്, ആളുകളിലെല്ലാം കണക്റ്റായി ഇവർ ചിരിച്ചും മറിയും വേണം. ഇതെല്ലാം സക്സസ് ആയിട്ട് നടക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് ഇപ്പോൾ ജഗതി ചേട്ടൻ ഈ കുഴിച്ചിടുന്ന സീക്വൻസ് എല്ലാം ഇന്നും നമ്മൾ കണ്ടിച്ചിരിക്കുന്ന മൊമെന്റുകളിൽ ഒന്നാണല്ലോ. ജൂനിയർ മാൻഡ്രേക്കിന്റെ ഒരു ഇനീഷ്യൽ ഐഡിയ, ഇത് സിനിമയാണ്, ഇതിൽ സിനിമയുണ്ടെന്ന് എടുക്കുന്ന ഒരു തീരുമാനം, അത് എങ്ങനെയായിരുന്നു ശരിക്കും? അത് അതിന്റെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒരു അരുൺ എന്ന് പറഞ്ഞൊരു പയ്യന്റെ ആണ്. അപ്പൊ അലി അക്ബറാണ് എൻ്റെ അടുത്ത് വരുന്നിട്ട് ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട്, മൊത്തത്തിലൊരു കഥയൊന്നുമില്ല, ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട്, ഇങ്ങനെ ഒരു സാധനം ഒരു കിട്ടിയിട്ട് അത് ഒരു ഒരു പ്രേതബാധ കയറിയ ഐറ്റമാണെന്ന് വിചാരിച്ചിട്ട് അത് ഒഴിവാക്കാൻ ശ്രമിക്കുന്നു, അത് കൈമാറുന്നവർക്കൊക്കെ ദുരന്തം ഉണ്ടാകുന്നു എന്ന് പറയുന്നൊരു സാധനം ഉണ്ടായത്. അങ്ങനെ ഒരു സെക്കൻഡ് ഹാഫിലേക്ക് പോകുന്ന കഥയുടെ ഗതിയോ അങ്ങനെ ഒന്നുമില്ലായിരുന്നു. അപ്പൊ ഏകദേശം ഒരു ഫസ്റ്റ് ഹാഫിന്റെ ഒരു ഐഡിയ മാത്രമേ ഉള്ളൂ. അപ്പൊ എനിക്ക് കേട്ട് കഴിഞ്ഞപ്പോ തന്നെ ഒരു പുതിയ സാധനമാണെന്ന് തോന്നിയത്, നമ്മൾ ഇതുവരെ വർക്ക് ചെയ്യാത്തത്. ശരിക്കും പറഞ്ഞാൽ ഈ ചോട്ടാ മുംബൈയുടെ ഒരു പാറ്റേൺ തന്നെയാണ് അതിന്റെ സ്ക്രിപ്റ്റ്. ചോട്ടാ മുംബൈ ചെയ്യുന്നതിന് മുമ്പ് ചെയ്ത ഒരു പാറ്റേൺ ആണ് ജൂനിയർ മാൻഡ്രേക്ക്. കാരണം വലിയ കുത്തിക്കെട്ട് കഥകളൊന്നുമില്ല. ഈ ഒരു തല എന്ന് പറയുന്ന ആ മൊമെന്റ് ഒരു അത് അതിന്റെ പിന്നാലെ പോകുന്നു മാത്രമേ ഉള്ളൂ. അതിനെ ഫോളോ ചെയ്ത് പോകുന്ന ഇൻസിഡന്റ് ആണ്. അത് ഇരുന്ന് കഴിഞ്ഞാല് മുടിഞ്ഞു പോകും എന്ന് പറയുന്ന ഒരു അന്ധവിശ്വാസം. അത് ആരുടെ കയ്യിലിരിക്കുന്നു, ആ ബാധ അത് സ്നേഹത്തോടെ കൈമാറിയാൽ അയാളുടെ കൂടെ പോകും, അല്ലാണ്ട് ഒഴിവാക്കിയാൽ ഒഴിവാക്കൂലെന്ന് പറയുന്നതിന്റെ ഒരു ഹുക്ക് ഉണ്ട് അതിൻ്റെ അകത്ത്. അത് പിടിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതിനു വേണ്ടിയിട്ട് കഥാപാത്രങ്ങളെ നിരീശ്വരവാദി ഉണ്ടായി, ഒരു വിശ്വാസി ഉണ്ടായി, ഇങ്ങനെയൊക്കെ സൃഷ്ടിച്ച് അതിന്റെ സെക്കൻഡ് ഹാഫ് വന്നു കഴിഞ്ഞപ്പോ ഇതിന്റെ അകത്ത് ഈ വൈരങ്ങളാണ്, വിലപിടിപ്പുള്ള ഇതാണ് എന്നുള്ള അറിയുന്നൊരു നിമിഷം ഉണ്ടല്ലോ.
അവിടെ തൊട്ട് ജഗതി ചേട്ടന്റെ ക്യാരക്ടർ അങ്ങോട്ട് കയറാൻ തുടങ്ങി. ജഗതി ചേട്ടൻ പിന്നെ ഇത് കൊണ്ടേ സൂക്ഷിച്ചു വെച്ചേക്കുന്ന സ്ഥലം പോലീസ് സ്റ്റേഷനായിട്ട് മാറി. പിന്നെ അത് എടുക്കാൻ വേണ്ടിയിട്ടുള്ള പുള്ളി വഴിയിൽ പാവിരിച്ചെടുക്കുക, കേസ് ഉണ്ടാക്കാൻ നടക്കുന്ന ഒരാൾ പോലീസ് സ്റ്റേഷനിൽ കയറാൻ വേണ്ടി കിടക്കുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇയാൾക്ക് ഭ്രാന്താന്നും പറഞ്ഞുകൊണ്ട് കുഴിച്ചിടേണ്ടി വന്നത്. കുഴിച്ചിട്ട് കഴിഞ്ഞ ആ സീനില് ഈ തല മാത്രം പുറത്ത് വെച്ചിട്ട് ഞാൻ എഴുതി വെച്ചതില് ഈ ഫുട്ബോള് കളിക്കുന്ന ഒരു മെന്റൽ പേഷ്യന്റ് ഉണ്ട്, അവൻ ഈ തല കാണുന്നു, അത് തല ഫുട്ബോളാണ് തെറ്റിരിച്ചിട്ട് ഓടി ഒന്ന് അടിക്കുന്നതൊക്കെ സ്ക്രിപ്റ്റിലുള്ളതാണ്. ഈ തുമ്പിയെ പിടിച്ചു വെക്കാനായിട്ട് തീരുമാനിച്ചത് ആ സമയത്ത് ലൊക്കേഷനിൽ വെച്ചെടുത്ത തീരുമാനമാണ്. ഈ തലയുടെ ഈ മൂക്കത്ത് വന്നിട്ട് തുമ്പി ഇരുന്ന് കഴിഞ്ഞാൽ കൈ എല്ലാം ഭൂമിക്കടിയിലാണല്ലോ. അപ്പൊ ഇതെങ്ങനെ അപ്പൊ അമ്പിളിച്ചേട്ടൻ അത് എന്തെങ്കിലൊക്കെ ഗെയിമിക്ക് കാണിച്ച് ഭയങ്കര സംഭവിക്കും നമുക്കറിയാം. അപ്പൊ അങ്ങനെ വന്നിട്ട് ഈ തുമ്പിനെ കൊണ്ടുവന്നിട്ട് ഈ പറന്നു പോകാതിരിക്കാൻ വേണ്ടി പശ വെച്ചിട്ട് അവിടെ വെച്ചിട്ടാണ് ആ ഷോട്ട് എടുക്കുന്നത്. മനസ്സിലായി? അപ്പൊ തുമ്പി അല്ലെ പെട്ടെന്ന് പറഞ്ഞല്ലോ. പിന്നെ ഇതിനൊന്ന് പറപ്പിച്ചു വിടാൻ അദ്ദേഹം കാണിച്ചു കൂട്ടുന്ന ഭയങ്കര ചിരി കിട്ടിയ സംഭവമാണ്. അത് ലൊക്കേഷനിൽ വെച്ചിട്ട് അന്നേരം തോന്നി ഇംപ്രൂവൈസ് ചെയ്ത ഒരു സാധനമാണ്. ബാക്കിയെല്ലാം സ്ക്രിപ്റ്റിലുണ്ടായിരുന്നു. അതപ്പോ അന്ന് ഇതുപോലെ തന്നെ ലോ ബഡ്ജറ്റ് പടവുമായിരുന്നു. അത് വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് ലോ ബഡ്ജറ്റ് തീർത്താണ്. അത് ഭയങ്കര ഹിറ്റും ഇതിന്റെ ഒരു പ്രത്യേകത കൊണ്ട് ആൾക്കാർക്ക് അന്നും നല്ല ചിരിയും സന്തോഷമൊക്കെ തോന്നിയ കുറെ കോമഡികളുണ്ട് അതിൻ്റെ അകത്ത്. ഓരോ സീനിലും കൽപ്പനയുടെ റോളും എല്ലാം. ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു പലരും ശ്രദ്ധിക്കാതെ പോയതുകൊണ്ട് അറിയാത്തതോ അല്ലെങ്കിൽ പറയാൻ പറച്ചിലധികം വരാത്തതാണ് ബെന്നി പി നാരായണൻ സിനിമകൾ പറയുമ്പോൾ ആകാശഗംഗയുടെ പേര്. അത് പലയിടത്തും മെൻഷൻ ചെയ്ത് ഞാൻ കുറച്ചേ കണ്ടിട്ടുള്ളൂ. ഒരു ഹൊറർ സിനിമ, ആ സിനിമയുടെ ഭയങ്കര സ്ട്രോങ് ആയ ബാക്ക് സ്റ്റോറി, അതിൽ നമുക്ക് പറയുന്ന പിന്നീട് ഇപ്പോൾ ഇതിനൊരു ആളുകളുടെ ലോജിക്ക് മാറുന്നതനുസരിച്ച് ഭയം ഇപ്പോൾ കുറവാണെങ്കിൽ കൂടി ഇപ്പോഴും നമുക്കത് കാണുമ്പോൾ നമ്മളെ ഹുക്ക് ചെയ്യുന്ന പെർട്ടിക്കുലർ സീക്വൻസുകൾ, പ്രത്യേകിച്ച് ആ വീട്ടിൽ പോയി മറ്റേ അപ്പൂപ്പനെ കാണുന്നത്, കുറെ ഹുക്ക് പോയിന്റുകളുണ്ട്. നമുക്ക് ചെറുപ്പത്തിൽ കാണുന്നതിൽ നമ്മളെ ലോക്ക് ചെയ്തിട്ടുള്ള കുറെ മൊമെന്റുകളുണ്ട്. ഒരു ഹൊറർ സിനിമ ആയിരുന്നു, അതിലും ഈ ബിലീവബിലിറ്റി ഉണ്ടല്ലോ. പ്രേതത്തെ വിശ്വസിക്കണം, പേടിക്കണം ആൾക്കാർ. പലരും പല ഹൊറർ സിനിമകൾ ആലോചിക്കുമ്പോഴും ഇതിൻ്റെ ഒരു ഫൈനൽ എഴുത്തിൽ പ്രേക്ഷകർ പേടിക്കും എന്നുള്ള ജഡ്ജ്മെന്റ് കൊണ്ട് ജഡ്ജ്മെന്റ് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഡ്രോപ്പ് ചെയ്ത സിനിമകൾ വരെയുണ്ട്. ഒരു ഹൊറർ സിനിമ ആലോചിക്കുന്നത്, അത് എഴുതുന്നത്, ഇതെന്തായാലും പേടിക്കുന്ന ഉറപ്പിക്കുന്നത്, അതെങ്ങനെയാ ശരിക്കും മൊമെന്റ് എങ്ങനെയാ? അത് എന്റെ നാടകമാണ് ശരിക്കും പറഞ്ഞ. എന്റെ ആശംസകൾ എന്ന പേരില് കുമരകൻ രഘുനാഥുണ്ടല്ലോ ആർട്ടിസ്റ്റ്, അദ്ദേഹത്തിന്റെ തിരുവനന്തപുരം കേളി എന്ന് പറഞ്ഞ തിയേറ്റർ ഉണ്ടായിരുന്നു. ആ തിയേറ്ററിന് വേണ്ടിയിട്ട് ഞാൻ എഴുതിയ നാടകമാണ് എന്റെ ആശംസകൾ. അദ്ദേഹം തന്നെയാണ് ഡയറക്റ്റ് ചെയ്തേക്കണം. അതിൽ അഭിനയിച്ചേക്കുന്ന മേപ്പാടനായിട്ട് അഭിനയിച്ചിരുന്നത് പയ്യന്നൂർ മുരളി എന്ന് പറഞ്ഞ നാടക ആർട്ടിസ്റ്റാണ്. അദ്ദേഹം ഇപ്പോഴും വളരെ ഫെമിലിയർ ആയിട്ടുണ്ട്, സിനിമകളിലൊക്കെ ഉണ്ട്. അപ്പൊ അവര് കളിച്ചിരുന്ന വെച്ച നാടകമാണ് അത്. ഒരു കൊല്ലം ഭയങ്കര ഹിറ്റായിട്ട് കളിച്ച്. ആ നാടകത്തിലുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ, സിനിമയായിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, അതിൻ്റെ അകത്ത് പ്രേതമായിട്ടല്ല അതിന്റെ ക്ലൈമാക്സ്. ഇതെല്ലാം ഒരു തോന്നലായിരുന്നു, സൈക്കോളജിക്കലായിട്ടുള്ള പ്രശ്നമായിട്ടാണ് അതിന്റെ കൺക്ലൂഷനും വരുന്നത്, ക്ലൈമാക്സ് ഒക്കെ വരുന്നത്. എനിക്ക് പാലാ ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ രചനക്കുള്ള അവാർഡും കിട്ടിയ നാടകമാണ് അത്. അപ്പൊ ആ നാടകത്തിലാണ് ഈ പറഞ്ഞ മേപ്പാടനും കുഞ്ഞിക്കാവ് മുത്തശ്ശിയും ഈ കഥ അങ്ങനെയുള്ളത്. പ്രേതം അല്ലാത്ത രീതിയിൽ ആ കഥ പോകുന്നുണ്ട്. അത് നമ്മൾ എടുത്തിട്ട് ആണ് ഈ രീതിയിൽ വിനയനോട് സംസാരിക്കുന്നത്. അപ്പൊ പുള്ളിയാണ് പറയുന്നത്, നമുക്കത് സിനിമ ആക്കുമ്പോൾ പ്രേതം തന്നെ ആക്കാം, അങ്ങനെ ഒരു പ്രേതകഥയായിട്ട് തന്നെ പിടിക്കാന്ന് പറഞ്ഞിട്ടാണ് ആ രീതിയിൽ ചിന്തിച്ച് ഡെവലപ്പ് ചെയ്ത്. അപ്പോൾ ഈ നമ്മൾ എന്തെഴുതിയാലും എനിക്കൊരു ഹ്യൂമറിന്റെ പശ്ചാത്തലം ഉള്ളതുകൊണ്ട് ഒരു കോമഡി സാധനം കയറും. അപ്പൊ അങ്ങനെ കോമഡി കയറി അതൊരു ഹൊറർ കോമഡി എന്ന് പറയുന്ന ഒരു ഫോർമുല വന്നു. സാധാരണ അതുവരെ ഹൊറർ ആണെങ്കിൽ ഹൊറർ മാത്രമായിരിക്കും, അല്ല ഒന്നോ രണ്ടോ സീനിൽ ഹ്യൂമർ ഉണ്ടാകുമെന്നല്ല മാത്രം. പക്ഷെ ഞാനത് മൊത്തത്തിൽ ഹ്യൂമർ പിടിച്ചിട്ട് ഈ ഹൊററും കൂടി മിക്സ് ചെയ്തിട്ട് പോകാന്നുള്ളൊരു പാറ്റേണിൽ തന്നെയാണ് തുടക്കം മുതൽ കോമഡി ബേസ് ചെയ്ത് അന്ന് ഹൊററിന്റെ സമയത്ത് അത് പേടിപ്പിക്കുന്നതിനേക്കാൾ ഉപരി അത് ചിരിപ്പിക്കുകയും ഒപ്പം തന്നെ ആ പേടിപ്പിക്കലിന്റെ കുറെ സംഭവങ്ങൾ വരികയും ഒപ്പം തന്നെ ഗ്രാഫിക്സിന്റെ ഒക്കെ ഒരു സംഭവം ആദ്യമായിട്ട് അതിൻ്റെ അകത്താണ് പ്രകടമായിട്ട് വരുന്നത്. അപ്പൊ അതൊരു പുതുമയായിട്ട് പ്രേക്ഷകന് ഈ പെട്ടെന്ന് മയൂരിയുടെ ക്യാരക്ടറിന്റെ മുഖം പൂച്ചയായിട്ട് മാറും, പൂച്ച മയൂരായിട്ട് മാറുന്നൊക്കെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അന്ന് വന്നത്. അതൊരു റെയിൽവേ സ്റ്റേഷനിലൊക്കെ ടി വിയിലൊന്നും ഇങ്ങനെ ട്രയലറൊക്കെ ആണെങ്കിൽ ആൾക്കാർ കൂട്ടം കൂടി ഇന്ന് ഇത് നോക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അതൊരു പ്രത്യേകതയായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ അതൊരു ഹൊറർ ഫിലിമിൽ നിന്ന് ഒരു വ്യത്യസ്തത പ്രേക്ഷകന് ഫീൽ ചെയ്തുകൊണ്ടാണ് അത് ഭയങ്കര ഹിറ്റായിട്ട് അന്ന് ഓടിയത്. പിന്നീട് അതിനെ ചൂട് പിടിച്ചിട്ട് പല സിനിമകളും വന്നു. പിന്നെ ഈ മേപ്പാട് എന്നൊക്കെ പിന്നീട് അവിടെ നിന്ന്
ഈ പറഞ്ഞ പോലെ കോമഡി സ്കിറ്റുകളാവട്ടെ, ഈവൻ ഇൻസ്റ്റാഗ്രാം റീല് വരെ മേപ്പാടൻ മേപ്പാടെന്ന് പറയുന്ന കഥാപാത്രം അങ്ങോട്ട് ഭയങ്കരമായിട്ട് എല്ലാവരും ഏറ്റെടുത്ത് ഏത് ഇതിലും മന്ത്രവാദത്തിന്റെ വന്ന മേപ്പാടൻ അത് ഞാൻ പലപ്പോഴും സ്ക്രിപ്റ്റിൽ ഡ്രോപ്പ് ചെയ്യുന്ന, സ്ക്രീനിൽ കാണുന്ന പല കാര്യങ്ങളും ആളുകൾ ഏറ്റെടുക്കുന്നുണ്ടല്ലോ. എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ഹ്യൂമർ ഈസിലി കണക്ട് ആവുന്ന കാര്യം തോന്നിയിട്ടുണ്ട്. അപ്പോൾ മരണവീടാവട്ടെ, കല്യാണ വീടാവട്ടെ, ഇത് എല്ലാ സഭകളിലും ഹ്യൂമറിനുള്ള ഒരു സാധ്യതയുണ്ട്. ഏത് ഈവെന്റിലും നമുക്ക് അതിനൊരു ഹ്യൂമർ ആംഗിളിൽ നോക്കുമ്പോൾ ഇത് കുറച്ചും കൂടെ ലൈവ് ആവുന്നുണ്ട്. പല സ്ക്രിപ്റ്റുകൾ പല സിറ്റുവേഷൻ വെച്ച് എഴുതിയിട്ടുണ്ട്. ഈ ഹ്യൂമർ സ്പോണ്ടേനിയസ് ആയി വരുന്നത് പ്രത്യേകിച്ച് ക്യാരക്ടർ ഡയലോഗുകൾ എഴുതുമ്പോൾ. എനിക്കൊന്ന് ബെന്നിച്ചേട്ടൻ മറ്റ് ഏത് സിനിമ നോക്കിയാലും ഇതിലെല്ലാത്തിലും നായകനപ്പുറത്തേക്ക് ക്യാരക്ടർ ആർട്ടിസ്റ്റുകളുണ്ട്. ഓരോ സീനിലും ഇത് റിപ്പീറ്റഡ്ലി വർക്കാവുന്ന ഹ്യൂമർ കൊടുക്കും വേണം. ഇവരുടെയൊക്കെ സൈക്കോളജി, നേരത്തെ പറഞ്ഞ വിദ്യാഭ്യാസം, ഇവരെത്ര ചിന്തിക്കും, എത്ര ചിന്തിക്കാതിരിക്കും, ഈ എല്ലാ തരത്തിലും ഹ്യൂമർ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് അത് ശരിക്കും ഭയങ്കര എളുപ്പമുള്ള കാര്യമാണോ ബെന്നി പി നായരമ്പലത്തിന്? എളുപ്പമല്ല, എന്നാലും നമ്മുടെ ഒരു ശൈലിയിൽ അത് നമ്മുടെ ബ്ലഡിൽ അത് ഉള്ളത് കൊണ്ട് എനിക്ക് വഴങ്ങുന്നത് കൂടുതലും അത്തരം ഭയങ്കര ഗൗരവമായിട്ടുള്ള സിനിമ എഴുതുന്നതിനേക്കാള് ഹ്യൂമറസ് ആയിട്ട് പറഞ്ഞു പോകുന്ന, രസകരമായിട്ടുള്ള രീതിയിൽ അത് പറഞ്ഞു പോകുക, കഥ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ. എനിക്കതിൽ നമ്മുടെ ശ്രീനിവാസന്റെ സ്ക്രിപ്റ്റുകൾ എനിക്ക് അത് വളരെ ഇഷ്ടപ്പെട്ട ഒരു റൈറ്റിംഗ് രീതിയാണ്. ശ്രീനേട്ടൻ്റെ ഒക്കെ ഒരു പാറ്റേൺ ആണ്. അതായത് തമാശകൾ ഉണ്ടാവും, അന്ന കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ടാവും, ഇമോഷൻസ് ഉണ്ടാവും, പക്ഷെ നല്ല കൗണ്ടർ ഡയലോഗുകളും ഉണ്ടാവും. അപ്പോൾ ആ ഒരു പാറ്റേൺ ആണ് എനിക്ക്. എൻ്റെ നാടകങ്ങളും അങ്ങനെയായിരുന്നു. അപ്പൊ ഞാൻ പ്രൊഫഷണൽ നാടകൃത്തായിട്ട് വരുമ്പോ അന്നേരം ഭയങ്കര ഡയലോഗ് കസർത്തുകളുള്ള നാടകങ്ങളുടെ കാലത്താണ് ഞാൻ വരുന്നത്. ഒന്നിനൊന്നും ഇങ്ങനെ ആരോഹണ അവരോഹണത്തിൽ ഡയലോഗുകൾ പറഞ്ഞു പോകുന്ന കൊല്ലം നാടകങ്ങൾ എന്നൊക്കെ പറയുമായിരുന്നു. അത്തരം നാടകങ്ങളുടെ ഇടയിലാണ് ഞാൻ വളരെ കുടുംബകഥയും ഈ തമാശയിലൂടെ, അന്ന് ഒരു സത്യനന്ദിക്കാട് സിനിമകൾ പോലെ എന്നൊക്കെ എന്റെ നാടകങ്ങളെ പറഞ്ഞിരുന്നു. അതുപോലത്തെ ഒരു പാറ്റേൺ ആയിരുന്നു ഈ ശ്രീനേട്ടൻ സത്യനന്ദിക്കാട് എന്ന് പറയുന്ന ആ ഒരു ഫ്ലേവർ ആയിരുന്നു എന്റെ നാടകങ്ങൾ പലതും, കുടുംബകഥകളാണെങ്കിലും. അപ്പൊ ആ ഒരു കൈത്തഴക്കം എനിക്കുണ്ട് എഴുതുമ്പോ ഒരു ഹ്യൂമറിലൂടെ പോകുക എന്നുള്ളത്. അപ്പൊ ഏത് സീരിയസ് കാര്യത്തിലും ഹ്യൂമറിന്റെ സാധ്യതകൾ ഞാൻ കണ്ടെത്തും. അപ്പോൾ എൻ്റെ ഡയറക്ടേഴ്സും ആവശ്യപ്പെടുന്നത് അതായിരിക്കും. എൻ്റെ അടുത്തേക്ക് വരുന്ന പ്രൊഡ്യൂസേഴ്സും വരുന്നത് അങ്ങനെയായിരിക്കും. കോമഡി വേണോട്ടാന്ന് പറഞ്ഞിട്ടായിരിക്കും വരുന്നത്. മറ്റേ പടം കല്യാണരാമൻ പോലെ എന്നൊക്കെ പറയും. അപ്പൊ ഈ കല്യാണരാമനില് മരണ വീട് കാണിക്കുമ്പോഴും അപ്പം നമ്മൾ ചിന്തിക്കും, മരണ വീട്ടിലൊക്കെ ഹ്യൂമർ എങ്ങനെ വർക്ക് ചെയ്യും എന്ന് വിചാരിക്കും. അത് വർക്ക് ചെയ്യാൻ പറ്റും. കാരണം എന്ന് വെച്ചാല് പ്രേക്ഷകൻ എപ്പോഴും ഈ മരണം ഫീൽ ചെയ്യരുത്. ആ ഒരു ഇഷ്ടപ്പെട്ട കഥാപാത്രം ആയിരിക്കരുത് മരിക്കുന്നത്. പ്രേക്ഷകൻ കണ്ട് ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം മരിച്ചിട്ട് അവിടെ കോമഡി വർക്ക് ചെയ്യാൻ പറ്റില്ല. അത് ഭയങ്കര ഡാർക്ക് അടിക്കും. അല്ലെങ്കിൽ ഇത് ഇപ്പൊ കല്യാണരാമൻ തന്നെ ഏതോ ഒരാൾ മരിച്ചേക്കണം, അതും അവിടെ ശ്രദ്ധിക്കേണ്ടത് ആ ബോഡി പോലെ അതിൻ്റെ അകത്ത് കാണിച്ചിട്ടില്ല നമ്മള് കല്യാണരാമനില്. മരണ വീടാനുള്ള അന്തരീക്ഷം മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അപ്പൊ ആ മരണം പ്രേക്ഷകന് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ബോഡി കാണിച്ചാൽ പോലും ഒരു പ്രായം എത്തി മരിച്ച ഒരാളുടെ ബോഡി കാണിച്ചാൽ പോലും വലിയ കുഴപ്പമില്ല. പ്രായമായിട്ട് അയാൾ ജീവിച്ച് തീർന്ന് മരിച്ചതുകൊണ്ട് പ്രേക്ഷകന് ഫീൽ ചെയ്യില്ല. അവിടെ ഒരു കുട്ടി മരിച്ച ബോഡി കാണിച്ച പ്രശ്നമാണ്. ഒരു ചെറുപ്പക്കാരനോ ഒരു പെൺകുട്ടിയോ ഒരു യുവതിയോ മരിച്ചു കിടക്കുന്ന കാണിച്ചാലും ആൾക്കാർക്ക് ഫീൽ ചെയ്യും. അങ്ങനെ ഒരു ചെറുപ്പം ജീവിച്ച് തീരാത്ത ഒരു പെൺകുട്ടി മരിച്ചപ്പോ അവിടെ കിടന്ന് കോമഡിയാ. ഇത് നമ്മൾ ബോഡിയെ കാണിക്കുന്നില്ല. പ്രേക്ഷകന് അറ്റാച്ച്മെന്റ് ഇല്ലാത്ത ആരോ മരിച്ചു. നമ്മുടെ റിയൽ ലൈഫ് എടുത്ത് നോക്ക്. നമുക്ക് നമ്മുടെ അടുപ്പമുള്ളവര്, നമ്മുടെ സുഹൃത്തുക്കളോ, ആ മരിച്ച ഫീല് നമുക്ക് ഒരു പരിചയമില്ലാത്ത ഒരു പ്രായത്തിയ ഒരാൾ മരിച്ച വീട്ടിൽ ചെന്ന് നമുക്ക് അത് ഉണ്ടാവില്ല. നമ്മളതൊരു കീഴ്വഴക്കത്തിന്റെ ഭാഗമായിട്ട് അവിടെ ചെന്ന് പോരും. പക്ഷെ നമുക്ക് ഫീൽ ഉണ്ടാവില്ല എന്ന് ആ ഒരു സൈക്കോളജിയാണ് അതിൻ്റെ അകത്ത്. പ്രേക്ഷകന് ഫീൽ ചെയ്യാത്തൊരു മരണത്തിന്റെ അന്തരീക്ഷത്തിൽ മരണ വീട്ടിലും എന്തെങ്കിലും അതിനോടനുബന്ധപ്പെട്ട കോമഡികൾ ഉണ്ടാക്കിയ ജനം ചിരിക്കും. അതാണ് അതിൻ്റെ അകത്ത്. എനിക്ക് തോന്നി ജ്യോതിർമയി മരിച്ചു കഴിഞ്ഞിട്ടുള്ള അടുത്ത സീക്വൻസിലാണ് പറയുന്നത് എന്തിനു വേണ്ടി തിളക്കുന്ന സാമ്പാർ എന്നുള്ളത്. അത് മരിച്ചതിന് ശേഷമല്ല, കല്യാണം മുടങ്ങിയ സമയത്ത് അവിടെ ഒരു നെഗറ്റീവ് എപ്പിസോഡിന്ന് ഡയറക്റ്റ് പോകുന്നത് എന്തിനു വേണ്ടി തിളക്കാൻ സാമ്പാറാണ്. അതെ, ഈ ആ തന്ത്രങ്ങളൊക്കെ തന്നെയാണ് ചോട്ടാമുംബൈയിലും. ഒരു സെന്റിമെന്റ്സ് കഴിഞ്ഞാല് സാധാരണ ഒരു സെന്റിമെന്റ്സിന്റെ ഒരു സിറ്റുവേഷനിൽ കയറി കോമഡി പറഞ്ഞു കഴിഞ്ഞാൽ ആ സെന്റിമെന്റ്സിന്റെ ഡെപ്ത് പോകുമെന്ന് വിചാരിക്കും. അങ്ങനെ പറയുന്ന ഡയറക്ടേഴ്സും ഉണ്ട്. ഇപ്പൊ മകൻ കാരണം പോലീസുകാരുടെ ഇടി കൊണ്ടിട്ട് പിറന്നാൾ ദിവസം ഇടി കൊണ്ട് അവശനായിരിക്കുന്ന അപ്പൻ ഇമോഷൻ പറഞ്ഞിട്ട് ഇറങ്ങുമ്പോഴേക്കും
അവിടെ ഒരു കോമഡി പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാതിരിക്കുമോ എന്നുള്ള ഒരു സാധനം ചിന്തിക്കാൻ വേണമെങ്കിൽ. പക്ഷെ അവിടെ എന്ന് പറഞ്ഞാല് ആ സന്ദർഭത്തിന് യോജിക്കാതെ ഈവൻ ഈ കഥാപാത്രം അത് പറയും. അങ്ങനെ ചിന്തിക്കണം. ഈ കഥാപാത്രം അത് പറയോ? അല്ലാതെ ഒരു രാജുചേട്ടന്റെ മണിയമ്പിള്ള രാജുചേട്ടന്റെ ക്യാരക്ടർ വന്നിട്ട് ഹാപ്പി ബർത്ത്ഡേ അത് പറഞ്ഞ അരോചകമാണ്. കാരണം അയാൾ വിദ്യാസമ്പന്നാണ്, വക്കീലാണ്, അയാൾക്ക് അങ്ങനെ തോന്നൂല. ഇവന് തോന്നും. ബിജുക്കുട്ടന് അവന് വേറെ ചിന്ത ഒന്നുമില്ല, അവൻ അങ്ങനെ സോപ്പിടാൻ വേണ്ടി പറഞ്ഞ എന്ന് പറഞ്ഞാലേ ആ ക്യാരക്ടറിന്റെ സ്വഭാവം ചിന്തിക്കണം. അപ്പൊ സിറ്റുവേഷനൊക്കെ അനുസരിച്ചല്ലാതെ എന്തെങ്കിലും വാതുറന്ന് വിഡിത്തം പറയണമെങ്കിൽ അങ്ങനത്തെ ഒരു കഥാപാത്രമായിരിക്കണം എന്നൊക്കെ വരുമ്പോഴാണ് അതിന്റെ ഹ്യൂമർ വർക്ക് ആകുന്നത്. ഈ നാടകം ബാക്ക്ഡ്രോപ്പ് പറയുന്നത് എനിക്ക് തോന്നുന്നു എല്ലാ കാലത്തും ബെന്നി നായരമ്പലം കൊണ്ടുപോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യധനം എന്നൊക്കെ പറയുന്ന പോലെ ഈ നാടകത്തിന് സ്റ്റേജിനെ കൊണ്ടുപോകുന്നുണ്ടല്ലോ. എനിക്ക് അത്ര തന്നെ പ്രിയപ്പെട്ടതാണ് രാജൻ പി ദേവ് എന്ന് പറയുന്ന ആർട്ടിസ്റ്റും ഒരു ഗുരുതുലനൊക്കെ ആയിട്ട് ബെന്നിച്ചേട്ടൻ കാണുന്ന ഒരാളാണ്. ചോട്ടോമ്പി അഭിനയിക്കുന്ന സമയത്തേക്ക് രാജൻ പി ദേവ് ചേട്ടൻ്റെ തന്നെ അവസാന ടൈമിലാണ് ഈ കാഴ്ചയുടെ ഇഷ്യൂസ് ഉണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട് ബെന്നിച്ചേട്ടൻ എന്ന് പറഞ്ഞിട്ടുള്ളത്, എനിക്ക് എല്ലാവരും ക്ലിയർ ആയി കാണുന്നില്ല, ശബ്ദമൊക്കെ വെച്ചാൽ ആർട്ടിസ്റ്റ് കണ്ടുപിടിക്കുന്നത്. അവിടെ ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന ആളുടെ മിടുക്കെന്ന് വേണം ഡയലോഗ് കാണാപ്പാടം പഠിച്ച് ആ ഡയലോഗുകൾ പറഞ്ഞ് പുള്ളി അവിടെ ഷൈൻ ചെയ്യുന്നു. ഇന്നും 18 വർഷം കഴിഞ്ഞ് നമ്മൾ കാണുമ്പോൾ നമ്മൾ ആർക്കും വിളിക്കുന്ന കൈയടിക്കുന്ന കൂട്ടത്തിൽ പാമ്പ് ചാക്കോ. ഈ രാജൻ പി ദേവ് എന്നുള്ള ആക്ടർ, അദ്ദേഹത്തിന്റെ ഇൻഫ്ലുവൻസ് ബെന്നി നായരമ്പലത്തിന്റെ ലൈഫില്, ഒപ്പം ചോട്ടാ മുംബൈയിലെ ഈ ഒരു കാസ്റ്റിങ്ങും പെർഫോമൻസും. രാജേട്ടൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഗുരുതുല്യനായിട്ടുള്ള വ്യക്തിയാണ്. മാത്രമല്ല എനിക്ക് വളരെ ആ ബന്ധം എങ്ങനെ ഡിഫൈൻ ചെയ്യണമെന്ന് പോലും എനിക്കറിയില്ല. എനിക്ക് ഒരു സുഹൃത്തായിരുന്നു, ഒരു ജ്യേഷ്ഠനായിരുന്നു, ഗുരുവാണ്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഭയങ്കര അടുപ്പമുള്ള മനുഷ്യനാണ്. എനിക്ക് 19 വയസ്സുള്ളപ്പോഴാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. അതായത് എൻ്റെ ആദ്യ നാടകം അദ്ദേഹം എടുക്കുന്നു, അഭിനയിക്കുന്നു, കൂടെ ഞാൻ അഭിനയിക്കുന്നു. വർഷങ്ങളോളം ഞാൻ തന്നെ പുള്ളിക്ക് വേണ്ടി നാടകങ്ങൾ എഴുതുന്നു. 2 വർഷം ഞാൻ കൂടെ അഭിനയിച്ചു. അതിനുശേഷം പിന്നെ അഭിനയം നിർത്തിയിട്ട് എഴുത്ത് മാത്രമാക്കി. പല സമിതികൾക്ക് എഴുതുന്നു. പക്ഷെ ആ ബന്ധം അങ്ങനെ ഒരു അച്ഛൻ മകൻ എന്നൊക്കെ പറയുന്ന പോലെയുള്ള റിലേഷൻഷിപ്പ് ഇങ്ങനെ പോയിരുന്നു. എന്നെ വഴക്ക് പറയും, ഞാൻ പരിഭവിച്ച് പലപ്പോഴും പോയിട്ടുണ്ട് പല കാര്യങ്ങളിൽ. അപ്പൊ അങ്ങനെ മരണം വരെ ആ ബന്ധം നല്ല രീതിയിൽ സൂക്ഷിച്ചിരുന്നു. അപ്പോൾ ഞാൻ സിനിമയിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ രാജേട്ടൻ ഇന്ദ്രജാലം എന്ന് പറയുന്ന സിനിമയിലൂടെ കാർലോസ് വന്ന് രാജേട്ടൻ സിനിമാ താരമായിട്ട് മാറി. അപ്പോഴും ഞാൻ അദ്ദേഹത്തിന് വേണ്ടി നാടകം എഴുതുന്നുണ്ട്. അപ്പൊ രാജേട്ടനെ ഇല്ലാത്ത സമയത്തൊക്കെ ക്യാമ്പ് കണ്ടക്ട് ചെയ്യുന്നതും നാടകം ഞാനാണ് അസോസിയേറ്റ് ചെയ്ത് ഡയറക്ട് ചെയ്ത്. രാജേട്ടൻ സിനിമ ഷൂട്ടിങ്ങിൽ 1 ദിവസം 2 ദിവസമൊക്കെ വന്നിട്ടാണ് പാച്ച് വർക്ക് ചെയ്തിട്ടൊക്കെ നാടകം ഇറക്കുന്നത്. അപ്പൊ അത്രം ഞങ്ങൾ തമ്മിൽ സിങ്ക് ആയിരുന്നു. പുള്ളിയുടെ മനസ്സും ഞാൻ എഴുതി വെക്കുന്നതും എന്തൊക്കെയാണ് അതിൻ്റെ അകത്ത് പുള്ളിക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ, എങ്ങനത്തെ നാടകമായിരിക്കണം എന്നൊക്കെ ഉള്ളത് കറക്റ്റായിട്ട് അറിയാവുന്ന ഒരാളാണ്. അപ്പോൾ അത്തരം സ്മൂത്തായിട്ട് കാര്യങ്ങൾ പോയിക്കുന്നു. പുള്ളി സിനിമയിൽ തിരക്കായി, ഞാൻ സിനിമ എഴുതാൻ തുടങ്ങി. അപ്പൊ ഞാൻ നാടകങ്ങളുടെ എണ്ണം കുറച്ച്. പിന്നെ നാടകം പൂർണ്ണമായിട്ടും ഈ ഫസ്റ്റ് ബെല്ലിന് ശേഷം ശരിക്കും നാടകങ്ങൾ മൊത്തത്തിൽ പിന്നെ ഫസ്റ്റ് ബെല്ലിന് ശേഷം ഒരു 5-8 കൊല്ലം ഞാൻ നാടകവും സിനിമയും ഒരുമിച്ച് കൊണ്ടുപോയി. കാരണം സിനിമ സത്യം പറഞ്ഞാല് നാടകങ്ങൾ എഴുതുന്ന ഒരു സീസൺ ഉണ്ട് ശരിക്കും. അതായത് ഒരു ജൂൺ തൊട്ട് പുതിയ നാടകങ്ങൾ എഴുതി തുടങ്ങണം. അപ്പൊ ഒരു 4 സമിതിക്ക് 5 സമിതിക്ക് ഞാൻ നാടകം എഴുതായിരുന്നു. അപ്പോൾ ആ സമയത്ത് സിനിമകൾ എനിക്ക് വരും. അപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ടാവും, നാടകങ്ങളുടെ പേരും എഴുതിയിട്ടുണ്ടാവില്ല. അനൗൺസ് ചെയ്ത് ഓരോ സമിതികൾ അനൗൺസ് ചെയ്തിട്ടുണ്ടാവും. ബുക്കിംഗ് എടുത്തിട്ടുണ്ടാവും, ഓണം തൊട്ടുള്ള ബുക്കിംഗ് എടുത്തിട്ടുണ്ടാവും. നമ്മളോടുള്ള ഒരു വിശ്വാസം കൊണ്ട് നാടകത്തിന്റെ പേര് വെച്ചിട്ട് ഫൈനാൻസ് സൊസൈറ്റികളുള്ള കാലമാണ് ബുക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഞാൻ സിനിമയെന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാല് ഈ നാടകങ്ങളെല്ലാം മുടങ്ങും. അപ്പൊ ആ ഒരു നമ്മൾ നാടകത്തിൽ നിന്ന് വന്നാണ്, നാടകമാണ് നമ്മുടെ തറവാട്. അപ്പൊ ഞാനപ്പോ സിനിമകൾ പലതും വിട്ടിട്ടുണ്ട് ഈ നാടകം എഴുതാൻ വേണ്ടി. കാരണം പറ്റില്ല ആ സമയത്ത്. ഈ 4 നാടകങ്ങൾ ഒരെണ്ണം എഴുതി കഴിഞ്ഞാൽ അടുത്ത എഴുതണം, ആ റിഹേഴ്സൽ ക്യാമ്പിൽ പോകണം, ചിലത് ഡയറക്റ്റ് ചെയ്യുന്ന നാടകങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അതാണ് പല നല്ല സെറ്റപ്പുകളും എനിക്ക് നഷ്ടപ്പെട്ടു. ഐ വി ശശി സാറിന്റെ, ഹരിഹരൻ സാറിന്റെ പ്രോജക്ട് ഇങ്ങനെയൊക്കെ ആ സമയത്ത് വന്നിട്ട് ഒരു കരിയർ ബ്രേക്ക്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ക്രമേണ നാടകങ്ങൾ രാജേട്ടനോടൊക്കെ പറഞ്ഞിട്ട് നാടകം എഴുത്ത് നിർത്തിയിട്ട് ഇതിൽ സിനിമയിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് പിന്നെ സിനിമ മാത്രമായത്. അപ്പൊ എന്റെ സിനിമകൾ ഏതുണ്ടെങ്കിലും അതിൻ്റെ അകത്ത് രാജേട്ടന് ഒരു ക്യാരക്ടർ ഉണ്ടാവും. രാജേട്ടനെ കണ്ടിട്ട് ഒരു ക്യാരക്ടർ ഉണ്ടാവും, അത് എഴുത്തിൽ താനേ വരും. രാജേട്ടന് പറ്റും. പിന്നെ രാജേട്ടന് ഏത് ക്യാരക്ടറും ചെയ്യാൻ പറ്റും. സത്യം, വളരെ ക്യാരക്ടർ റോള് ചെയ്യാൻ പറ്റും, വില്ലൻ ചെയ്യാൻ പറ്റും, കോമഡി ചെയ്യാൻ പറ്റും. അതെ, ഗംഭീര ആക്ടർ അല്ലേ. അപ്പൊ അദ്ദേഹത്തിന് ഡേറ്റ് ഇല്ല. തെലുങ്കിലും തമിഴിലൊക്കെ പോയ സമയത്ത് മാത്രമേ എനിക്ക് മിസ് ചെയ്തിട്ടുള്ളൂ. ബാക്കി എല്ലാത്തിലും പുള്ളി ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ ചോട്ടാ മുംബൈയിൽ വരുമ്പോ എന്ന് പറഞ്ഞാല് ഈ
ഗുരുതരമായിട്ട് പ്രമേഹമൊക്കെ കൂടി ഈ കാഴ്ച ഏതാണ്ടും ഒരു മുന്നിൽ നിൽക്കുന്നത് ആരാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. മുഖം തിരിച്ചറിയാൻ പറ്റാത്ത ഒരു മൂടൽ പോലെ കാണുള്ളൂ. അപ്പൊ അത് എന്നോട് കൺവേ ചെയ്തിട്ടുണ്ട്. പുള്ളി അധികം പേരോട് കൺവേ ചെയ്തിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഈ കാഴ്ചയുടെ കുറവുണ്ടെന്ന് പറഞ്ഞാൽ പടങ്ങൾ വരാതെ പോകുമെന്നുള്ള പേടിയുണ്ടായിരുന്നു പുള്ളി. ആരും വിളിക്കാതെ ആകൂടാന്ന് പറയും. ഞാൻ പറഞ്ഞു അതില്ല, ഇത് ഇല്ല, ഇത് ഇനി ചികിത്സിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല, ഇത് ആളെ ശബ്ദം കൊണ്ട് തിരിച്ചറിയാൻ പറ്റും. അപ്പൊ പല കോമഡികളും അല്ലാണ്ട് വേറെ ആളാന്നൊക്കെ വിചാരിച്ച് പുള്ളി സംസാരിച്ചിട്ടുണ്ട്. പിന്നെ അതൊക്കെ പുള്ളി കവർ ചെയ്തൊക്കെ പോകും. അപ്പൊ അങ്ങനെ ഷൂട്ടിങ്ങിൽ എന്ന് പറഞ്ഞാൽ ഞാൻ സ്ക്രിപ്റ്റ് വായിച്ച് കേൾപ്പിച്ച് കൊടുക്കും, അല്ലെങ്കിൽ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് വന്ന് ഡയലോഗ് പെട്ടെന്ന് ഈ നാടകത്തിൽ നിന്ന് വന്നതുകൊണ്ട് പെട്ടെന്ന് പഠിക്കും പുള്ളി ഡയലോഗ്. അതിന്റെ കറക്റ്റ് മീറ്ററിൽ പുള്ളി പെർഫോം ചെയ്യും. ഈ കാഴ്ച ഇല്ലാത്ത കാര്യം അറിയിക്കാതെ പുള്ളി പെർഫോം ചെയ്തിട്ടുണ്ട് ടോട്ടലി എൻ്റെ അകത്ത്. അതിനുശേഷം ഡബ് ചെയ്യുമ്പോഴാണല്ലോ പ്രശ്നം. ഡബ് ചെയ്യുമ്പോൾ ലിപ്സിങ്ക് വേണ്ടേ? അപ്പൊ ലിപ്സിങ്കിന് ചെയ്തെന്ന് വെച്ചാല് ആ സ്ക്രീനിൽ വരുമ്പോ, അപ്പൊ ഞാനാണ് ഡബ് ചെയ്യിച്ചത് ഡയറ്റനൊക്കെ. അപ്പൊ ഞാൻ കൺസോളിലിരിക്കും, അസിസ്റ്റന്റ് ഡയറക്ടർ നിന്നിട്ട് ആ ലിപ്പ് തുടങ്ങുന്നിടത്തൊന്ന് ടച്ച് ചെയ്യാൻ പറയും. അപ്പൊ ആ ലിപ്പ് തുടങ്ങുന്ന ഒരു ഓപ്പണിങ് സ്ഥലത്ത് ടച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് മീറ്ററിൽ പുള്ളി ഡയലോഗ് പറയും. പിന്നെ ഡയലോഗ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഏത് മീറ്ററിൽ പറഞ്ഞിട്ടുണ്ട് എവിടെയൊക്കെ മുറിച്ചിട്ടുണ്ടെന്ന് പുള്ളിക്ക് നല്ല ഓർമ്മ ഉണ്ടാവും. പിന്നെ പുള്ളിയുടെ ഒരു ശൈലിയും ഉണ്ടല്ലോ, ആ ശൈലിയിൽ ഒന്ന് കേട്ട് കഴിഞ്ഞാൽ പുള്ളി കറക്റ്റ് ലിപ്സിങ്ക് ആയിട്ട് അത് ഡബ് ചെയ്യും. അപ്പൊ കൺസോളിലിരിക്കുന്ന എഞ്ചിനീയർ പോലും അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്, ഇത് നോക്കി ചെയ്യുന്നവർ പോലും ഇത് കറക്റ്റ് ആയിട്ട് ചെയ്യുന്നത്. അങ്ങനെ ഗംഭീരമായിട്ട് പുള്ളി അത് ഈ കാഴ്ചക്കുറവൊന്നും ആരെയും അറിയിക്കാതെ ഗംഭീരമായിട്ട് ഡബ് ചെയ്ത് ഗംഭീര പെർഫോമൻസ് വരുന്നു പാമ്പ് ചാക്കോ എന്ന് പറഞ്ഞ ആ വിസിലടിക്കുന്ന സാധനമൊക്കെ എന്ന് പറഞ്ഞാല് അതൊക്കെ പുള്ളി ഇംപ്രൂവൈസ് പുള്ളിയുടെ കയ്യിൽ നിന്ന് ഇട്ടതാണ്. അതായത് സ്ക്രിപ്റ്റിൽ വിസിലടിക്കണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല. അത് പുള്ളി അഭിനയിച്ചു വന്നപ്പോ ഒരു ഷോട്ടിൽ ഇങ്ങനെ വിസിലടിച്ചപ്പോ ഞാനും അൻവറൊക്കെ കൂടി ചിരിച്ചു. അപ്പൊ ചേട്ടാ ഇടയ്ക്കൊക്കെ അത് പിടിച്ചോ എന്ന് പറഞ്ഞ് അൻവർ അങ്ങനെ വന്നതാണത്. അപ്പൊ അദ്ദേഹത്തിന്റെ മിസ്സിംഗ് ഒക്കെ വളരെ ഒരു നഷ്ടം തന്നെയാണ് ശരിക്കും. ഇൻഡസ്ട്രിയുടെ പാർട്ടി നോക്കുമ്പോൾ തന്നെ ചോട്ടോമ്പേ നമ്മൾ ഇന്നും ചോട്ടോമ്പേ എന്തുകൊണ്ട് ലൈവ് എന്ന് പറയുമ്പോൾ ഈ ക്യാരക്ടർ ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടി അവർക്ക് കൂടി വേണ്ടി എഴുതുന്ന സ്ക്രിപ്റ്റ് എന്നുള്ളതോടെ ഉണ്ടല്ലോ. എല്ലാവർക്കും അവരുടേതായ റോളുണ്ട്. വെറുതെ വന്നു പോകുന്ന കഥാപാത്രങ്ങളല്ലല്ലോ എല്ലാവരും. ഇപ്പൊ മണിയുടെ ആയാലും ഈ കഥാപാത്രങ്ങളെല്ലാവരും അവരുടേതായ ഐഡന്റിറ്റി ഉണ്ട്. അപ്പൊ അത് ഈ നാടകത്തിൽ നിന്ന് എനിക്ക് കിട്ടിയിരിക്കുന്ന ബാഗ്. കാരണം നാടകത്തിലാകെ 6 മെയിൽ ക്യാരക്ടറും 3 ഫീമെയിൽ ക്യാരക്ടർ ഉണ്ടാവുള്ളൂ പ്രൊഫഷണൽ നാടകങ്ങളിൽ ഞാനൊക്കെ എഴുതുന്ന ടൈമിൽ. ഇപ്പൊക്കെ അതും കുറഞ്ഞ് ഇപ്പൊ 2 ഫീമെയിൽ ക്യാരക്ടർ ഉള്ളു. അപ്പൊ അന്നെന്ന് പറഞ്ഞാൽ അപ്പൊ ഇവരിലൂടെ മൊത്തം കഥ പറയേണ്ടി വരും. അപ്പൊ എന്ന് പറഞ്ഞാൽ അവർക്ക് നല്ല കോൺട്രിബ്യൂഷൻ ഉണ്ടാവും ഈ കഥയിലും. ഈ കഥ മുന്നോട്ട് സഞ്ചരിക്കാനൊക്കെ ഈ 6 കഥാപാത്രങ്ങളും നല്ലോണം ഇൻവോൾവ് ചെയ്യേണ്ടി വരും. അപ്പൊ അത്ര മതി. അപ്പൊ സിനിമയിൽ നിൽക്കും വിശാലമായ ക്യാൻവാസ് ആയതുകൊണ്ട് ഒത്തിരി കഥാപാത്രങ്ങൾ സൃഷ്ടിച്ചിട്ട് കുറെ പേര് അന്തരീക്ഷത്തിൽ വേണമെങ്കിൽ നിർത്താം ബാക്ക്ഗ്രൗണ്ട് ആയിട്ട്. അവരുടെ കൂട്ടുകാരെന്നൊക്കെ പറഞ്ഞ നിഴല് പോലെ ചില സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ 1-2 ഡയലോഗ് മാത്രമേ ഉണ്ടാവുള്ളൂ, പക്ഷെ ഒന്നും ഉണ്ടാവില്ല എന്ന് പറയുന്ന. പക്ഷെ ആവശ്യമുള്ള കഥാപാത്രങ്ങൾ, ആ കഥ പറയാൻ ആവശ്യമുള്ള കഥാപാത്രങ്ങൾ മതി എന്നുള്ള ഒരു രീതിയിലാണ്. അപ്പൊ എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് ചില ഡയറക്ടർമാര്, വെല്ലുണ്ടാവുന്ന ക്യാരക്ടേഴ്സ് ഉണ്ടാവുള്ളൂ പിന്നീട് സിനിമയില്. ഒരു ജൈജാന്റിക് ആയിട്ടുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ നിറഞ്ഞിരിക്കുന്ന ചില സിനിമകൾ വരുമല്ലേ. ഇപ്പൊ ശശി സാറിന്റെ ഒക്കെ കുറെ തുടങ്ങി ഈ നാട് പോലെയൊക്കെ തുറക്കും എന്തോരം ക്യാരക്ടേഴ്സ്. എനിക്ക് പക്ഷെ അത് അങ്ങനെ എഴുതാൻ അറിയില്ല ആക്ച്വലി. കാരണം എനിക്ക് ഈ നാടകത്തിൽ നിന്ന് വന്നേക്കൊണ്ട് എനിക്ക് മാക്സിമം ആ കഥ പറയാൻ ആവശ്യമുള്ളവരും മതി. ഇങ്ങനെ അതിന്റെ ഉപകഥകൾ പോയിട്ട് കുറെ ക്യാരക്ടേഴ്സ് ഒന്നും അങ്ങനെ ചെയ്യാൻ അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ്. അത് കുഴപ്പമായിട്ടല്ല. എനിക്ക് തോന്നുന്നു രാജമീര ചേട്ടനെ പറ്റി പറഞ്ഞത് കൊണ്ട് ചോട്ടാമുംബൈയിലെ വെൽ റിട്ടൺ ആൻഡ് എക്സിക്യൂട്ടഡ് സീക്വൻസുകളിൽ പ്രിയപ്പെട്ടതാണ് ഈ തല പെണ്ണ് കാണാൻ വരുന്ന സീക്വൻസ്. അത് ഈ ഓട്ടോ വന്ന് ബ്രോക്കർ ഇറങ്ങുന്നത് മുതൽ ഈ ഷീറ്റ് ഇറങ്ങുമ്പോൾ ലാലട്ടിന് ഈ കപ്പ് വായ വെച്ച് നോക്കുന്നത്, പാമ്പ് ചാക്കോച്ചൻ്റെ വീട് ആളറിയണ്ട അടിക്കണം, നടന്നു വരുമ്പോൾ പാമ്പ് ഇറങ്ങി വരുന്നത്, വെൽക്കം ചെയ്യുന്നത്, ഈ ആനമയക്ക് മറ്റേ തസ്കർ വരെയുള്ള ജേണി, ഈ എല്ലാ തരത്തിലും പാമ്പിന്റെ ഒരു വേൾഡ് അവിടെ ഉണ്ട്. അവിടേക്ക് തല ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് കയറി ചെല്ലുന്നത്. ഈ ആ ഒരു സീക്വൻസ് എഴുതുന്നത്, ഇതൊരു കൊറിയോഗ്രഫി, ഇവരെന്തൊക്കെ അവിടെ ചെയ്യണം, ഈ തസ്കർ വരെ വിളി. ഞാൻ തസ്കർ സ്പെസിഫിക്കലി പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റീ റിലീസ് പടം കാണുമ്പോൾ തിയേറ്ററിൽ എല്ലാവരും ഒരുമിച്ചിരുന്നിട്ടാ തസ്കർ പറയുന്നത്. അത് ഭയങ്കര മൊമെന്റ് ആണല്ലോ നമുക്ക്. ഈ അതൊന്നും പറയാം ആ ഒരു സീക്വൻസ്. അത് ഇപ്പൊ ഈ കഥാപാത്രത്തിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനൊരു ശ്രമം ഒപ്പം നടത്തുന്നത്. അപ്പൊ നമ്മള് ഹീറോയിന്റെ ക്യാരക്ടർ ഭാവനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്.
അപ്പൊ ഇവരെ തമ്മിൽ കണക്ട് ചെയ്യിക്കണം. അതും ഒരു യൂഷ്വൽ ഒരു ഹീറോ ഹീറോയിൻ ലവ് വേണ്ട എന്ന് തീരുമാനിച്ചു. അതുകൊണ്ടാണ് ഭാവനെ തന്നെ കാസ്റ്റ് ചെയ്തത്. പ്രായ വ്യത്യാസമുണ്ട്, കൊച്ചേന്നാണ് വിളിക്കുന്നത് തന്നെ. അപ്പൊ അങ്ങനെ ഭാവനയുടെ ക്യാരക്ടർ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തു. പക്ഷെ പ്രണയമല്ലാത്ത ഒരു പുതിയ ലൈനിലുള്ള ഒരു അന്നാ ഉള്ളിന്റെ ഉള്ളിൽ തലക്ക് ഒരു ചെറിയ ഒരു സോക്ക് കോണർ ഉണ്ട്. ആദ്യമായിട്ട് കണ്ട കൊച്ചല്ലേ, വിഷമമുണ്ടാകാതിരിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഇയാൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പറയാതെ പറഞ്ഞു പോകുന്ന ഒരു പ്രണയത്തിന്റെ ഒരു ലാഞ്ചന കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇത്. പക്ഷെ നിലവിലുള്ള കൺസെപ്റ്റ് ബ്രേക്ക് ചെയ്തിട്ടുള്ള ഒരു പരിപാടി ആയിരിക്കണമെന്നൊരു ചിന്ത ഉണ്ടായിരുന്നു. പാമ്പ് ചാക്കോന്റെ മോളാണെന്ന് നമ്മൾ കാണിച്ചിട്ടില്ല. അപ്പൊ പാമ്പ് ചാക്കോനെ കാണിച്ചിട്ടുണ്ട്, ആ ഗുസ്തി കിടക്കണോടത്തൊക്കെ കാണിച്ചിട്ടുണ്ട്, ക്യാരക്ടർ എസ്റ്റാബ്ലിഷ് ഭാവനയുടെ ക്യാരക്ടർ കാണിച്ചിട്ടുണ്ട്. ബ്രോക്കർ പറയുമ്പോ തന്നെ കട്ടായിട്ട് ഫ്ലാഷ് കട്ടായിട്ട് ഇവളുടെ ക്യാരക്ടറിന് ഒരു ഐഡിയ കൊടുത്തിട്ടുണ്ട്. തലക്ക് താല്പര്യമില്ല പെണ്ണ് കാണാൻ. അപ്പൊ അത് കല്യാണം മുടങ്ങാൻ വേണ്ടി പെണ്ണിന്റെ വീട്ടുകാർക്ക് ഇഷ്ടപ്പെടരുത് എന്ന് മനഃപൂർവ്വം വെള്ളമടിക്കാണ് ഇവര്. അപ്പൊ ബ്രോക്കർ ഉണ്ട് ഈ സമയത്ത് ഇങ്ങനെ അടിക്കാതിരുന്നൂടെ എന്ന് പറയുമ്പോ എന്റെ എല്ലാ ദുസ്വഭാവങ്ങളും അവരറിയണം, അവര് വേണമെങ്കിൽ ചോദിക്കോട്ടെ എന്ന് പറയുന്നുണ്ട് ഇഷ്ടമല്ലെങ്കിൽ. അപ്പൊ ഓട്ടോറിക്ഷയിൽ ഇന്ന് അടിച്ചിട്ടാണ് ഇറങ്ങുന്നത്. ഇറങ്ങി അടിച്ച് ഫിറ്റായി ഒരു ക്യാരക്ടർ വീട്ടിൽ പെണ്ണ് കാണാൻ വന്നു കഴിഞ്ഞാൽ എന്തായാലും നോർമൽ സിറ്റുവേഷനിൽ എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടില്ല, എൻ്റെ അപ്പനെ ഇഷ്ടപ്പെടില്ല. അപ്പോഴേക്കാണ് അതിലേലും മുഴുക്കുടിയനായിട്ടുള്ള പാമ്പ് ചാക്കോന്റെ വീട്ടിലേക്കാണ് വന്നേന്ന് പറയുന്നത്. അപ്പൊ എന്ന് പറഞ്ഞാൽ അതൊരു ഹൈലൈറ്റ് ആയിട്ട് മാറി. പുള്ളി മരുമോൻ അടിച്ച് ഫിറ്റായവന് പുള്ളി ഹാപ്പിയായി. അപ്പൊ ആ ഒരു സ്വീകരണമാണ്. ഇവിടെ ആടി ആടി വരുന്നു, ഇവിടെയും ആടി ആടി വരുന്നു എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. അപ്പൊ വാ മോനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാമ്പ് ചാക്കോ ചേട്ടന്റെ വീടാന്ന് പറഞ്ഞപ്പോ തലക്കും ഹാപ്പിയായി. അങ്ങനെ വരുമ്പോഴും മോളെ ചായ വേണ്ട, 2 ഗ്ലാസ് എടുത്തോ എന്ന് പറയുന്നത്. ഇപ്പൊ പെണ്ണ് കാണാൻ സാധാരണ പെണ്ണുങ്ങൾ ചായ ആയിട്ട് വരുന്ന ഒരു സീനുകളാണ് നമ്മൾ. അവിടെ കാലി ഗ്ലാസ് ആയിട്ട് മദ്യപാനത്തിന് വേണ്ടി വരുന്ന ക്യാരക്ടർ. പക്ഷെ അവര് സംസാരിക്കുമ്പോ അപ്പൊ നിങ്ങൾ ചതിക്കരുത്, ഞാൻ ഒളിച്ചോടാൻ നിൽക്കുന്നതാണെന്ന് പെണ്ണ് പറയുന്നു. അപ്പൊ എല്ലാത്തിലും ഒരു ട്വിസ്റ്റുകൾ വരുന്നുണ്ട്. ഒരു സീനിൽ തന്നെ ആ സീൻ, ഒരു പെണ്ണ് കാണൽ സീനിൽ തന്നെ ഒരുപാട് ഒരു സീനിൽ തന്നെ ട്വിസ്റ്റുകൾ വന്ന ഒരു ക്ലൈമാക്സ് പോലെ ഫീൽ ചെയ്യുന്ന സീനുകൾ ഉണ്ടാവും. ഭയങ്കര ഗ്രിപ്പായിരിക്കും അത്രയും സീനുകൾ, മനസ്സിലായില്ലേ? അപ്പൊ ഒരു ചലനം ഉണ്ടാവും, പ്രതീക്ഷിക്കാത്തൊരു ചലനം ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ഇവള് പറയുന്നത് ഇതാണ്. അപ്പൊ ഇഷ്ടമല്ലെന്ന് പറഞ്ഞേക്കെന്ന് പറയുന്നു. അപ്പൊ അല്ല അങ്ങനെ പറഞ്ഞാൽ അപ്പം തല്ലും, അതുകൊണ്ട് അതെ അപ്പനടിക്കണോന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അത് കണ്ട് ഇയാൾ അങ്ങോട്ട് ഉറപ്പിക്കുകയാണ്. അപ്പൊ ഒഴിയാൻ വേണ്ടി പുള്ളി പലതും പറയുന്നുണ്ട്. എനിക്ക് ഒരുപാട് കേസുണ്ട്. അപ്പൊ ഇയാള് പറയും ട്രാഫിക് പോലീസുകാരനെ തല്ലിയ കേസ് എനിക്കുണ്ട്, നമുക്ക് ഒന്നിച്ച് പരോളിൽ ഇറങ്ങിയിട്ട് നടത്താൻ. അപ്പൊ എന്ത് പറഞ്ഞിട്ടും ഇത് രക്ഷയില്ല. അപ്പൊ അതിന്റെ അകത്ത് ലോജിക്കും ഉണ്ട്. മോന് പലതും പറഞ്ഞു ഒഴിയാൻ നോക്കുന്ന മൈക്കിള് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇയാൾക്ക് അതൊന്നും വിഷയമൊന്നുമല്ല. ഇയാള് വെള്ളമടിക്കുമോ എന്നുള്ളത് വിഷയമല്ല. മൈക്കിളിന്റെ മോന് ആയാ മതി. അവര് തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് എല്ലാത്തുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞാല് പറയാതെ പറഞ്ഞു തന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ മൈക്കിളും പാമ്പ് ചാക്കും ഭയങ്കര സുഹൃത്തുക്കളാണ്. ചാകാതെ പോവാമ്പേ എന്നൊക്കെ പറഞ്ഞ കുസ്തിക്ക് വരുമ്പോൾ പറയുന്നുണ്ട്. ഈ മനസ്സമ്മതത്തിന് അവിടെ പാമ്പ് ചാക്കുണ്ട്. അപ്പൊ അതെ സുഹൃത്താണ്. അപ്പൊ അങ്ങനെ വരുമ്പോ എന്ന് പറഞ്ഞാൽ ഒരുപാട് കണക്ഷൻസ് കിട്ടും. തമാശയുടെ ഇടയിൽ കൂടി ആണെങ്കിലും ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ഒരു കണക്ഷൻസ്, ബോണ്ടിങ് ഭയങ്കര രസമായിട്ട്. അപ്പൊ അങ്ങനെയാണത്. എനിക്കും ആ സിനിമയിൽ ആ പെണ്ണ് കാണുന്ന സീനാണ് എനിക്ക് ഭയങ്കര രസകരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഇൻട്രോ പോർഷനില് ലാലേട്ടൻ നടന്നു വരുമല്ലോ. ഈ സെബാട്ടി വിളിച്ചിട്ട് ബാടാമോനെ പാലും വെള്ളം എൻറ്റയർലി നമ്മൾ അതുവരെ കാണാത്ത ഒരു ഡയലോഗാണ് അത്. കാരണം എന്താ വെച്ചാൽ ഈ പാലും വെള്ളം എന്ന് പറഞ്ഞാല് ഇവിടെ ഗ്രാമപ്രദേശങ്ങളിൽ അത് എല്ലാവർക്കും കണക്ട് ചെയ്യില്ല. ഗ്രാമപ്രദേശങ്ങളിൽ ചായക്ക് പകരം ചില കാരണന്മാര് ചായ കുടിക്കാത്തവരുണ്ടായി. അവര് പാലും വെള്ളം മതി എന്ന് പറയും. അതായത് പാലില് ചൂടുവെള്ളം മിക്സ് ചെയ്തിട്ട് പഞ്ചസാര ഇട്ടിട്ട് പാല് പോലെ ഡൈല്യൂട്ട് ചെയ്ത പാലും വെള്ളം. അങ്ങനെ നമ്മുടെ നാട്ടിൻപുറത്തെ ചായക്കടയിൽ പണ്ട് കുട്ടിക്കാലം തൊട്ട് നമ്മുടെ ഒരു സുഹൃത്തായിട്ടുള്ള ഒരു ചേട്ടനൊക്കെ ഉണ്ട്. പുള്ളി പാലും വെള്ളേ കുടിക്കുള്ളൂ നാടകത്തിനൊക്കെ പോകുമ്പോ. അപ്പൊ ഞങ്ങൾ പറയും പാലും വെള്ളം കിട്ടുമെന്ന് നോക്കുന്ന കളിയാകും. അപ്പൊ ഈ പാലും വെള്ളം ഇപ്പോഴത്തെ ജനറേഷൻ അറിയില്ല. അപ്പൊ തല എന്ന് പറഞ്ഞ കൊച്ചിക്കാരനായതുകൊണ്ട് തല എന്തായാലും തലയുടെ ഒരു പ്രായം വെച്ചിട്ട് ഈ പാലും വെള്ളമൊക്കെ കുട്ടിക്കാലത്ത് കുടിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ മേടിച്ച ആർക്കും കൊടുത്തിട്ടുണ്ടാവും, ഇത് കണ്ടിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു ഇതിലാണ് സബാട്ടിനെ വിളിക്കുന്നത്. ആ മോനെ പാലും വെള്ളം മേടിച്ചാരാടാ എന്ന് പറയുന്നത്. ആ സീനിലും ഇയാൾ ഈ മദ്യപിച്ച് ഇയാൾ വേറെ തന്നെ മൂഡിൽ മൈക്ക് ഹൗൾ ചെയ്യുന്നത്. എന്റെ മൈക്ക് തൊട്ട ഹൗൾ ചെയ്യും, മൈക്ക് കൊടുക്കും, നടന്നു പോകുമ്പോൾ ഇയാൾ എന്തോ ചീത്ത പറഞ്ഞാണോ നമുക്ക് എന്താണെന്ന് അറിയത്തില്ല. ഇയാള് ഇന്നസെൻസ് അതില് ഭയങ്കര വിസിബിൾ. ഈ മോഹൻലാലിന്റെ ഒരു പെർഫോമൻസ് കേട്ടോ, എനിക്ക് ഞാൻ ഭയങ്കര ക്യൂരിയസ് ആയിരിക്കുന്നത്. ലീഡ് ക്യാരക്ടറിന് വേണ്ടി എഴുതുന്നു, ഇപ്പൊ അയാൾക്ക് അത് എഴുതുകയാണൊക്കെ ശേഷം ഇത്രയും എനർജറ്റിക് ഓവർ ദ ടോപ്പിൽ മോഹൻലാൽ പെർഫോം ചെയ്യുന്നു.
എന്നാൽ അത്ര തന്നെ റിയലിസ്റ്റിക് ആയിട്ട് മറ്റു സീനുകളിൽ പെർഫോം ചെയ്യുന്നു. ഈ മോഹൻലാൽ ആസ് എ പെർഫോമർ, ഈ സ്ക്രിപ്റ്റിൽ നമ്മൾ ടെക്സ്റ്റിൽ എഴുതുന്ന ക്യാരക്ടർ, അയാളുടെ ആട്രിബ്യൂട്ട്സ്, ഡയലോഗുകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇത് വിഷ്വലി സ്ക്രീനിൽ വർക്കാക്കി എടുക്കാനുള്ള ഒരു ആക്ടർ വരുമ്പോൾ ഇതിൻ്റെ ഒരു ഹാപ്പിനെസ് ഹൈ ഒക്കെ ഉണ്ട് റൈറ്ററിന്റെ. ഞാൻ എഴുതിയത് ഇങ്ങനെയാണല്ലോ ഇദ്ദേഹം പെർഫോം ചെയ്യണമെന്നുള്ളത്. മോഹൻലാൽ ആസ് തല. അതെ, ലാലേട്ടനായിട്ട് ആദ്യമായിട്ട് ചെയ്യുന്ന പടമായതുകൊണ്ട് അതിന്റെ ഒരു ത്രില്ല് ഉണ്ടായിരുന്നു എനിക്ക് ശരിക്കും എഴുതുമ്പോഴും. ആ പ്രോജക്റ്റിനോട് ഒരു പ്രത്യേക അട്രാക്ഷൻ ആയിരുന്നു. ലാലേട്ടൻ മമ്മൂക്കനെ വെച്ച് പടം ചെയ്തു കഴിഞ്ഞു, പിന്നെ അടുത്ത ലെജൻഡാണ് നമുക്ക് കിട്ടിയേക്കണ കയ്യിൽ. അപ്പോൾ അത് മോശമാകരുത്, മാക്സിമം എന്റർടൈനർ എന്നുള്ളൊരു കോൺസെപ്റ്റിന്റെ തുടങ്ങുന്നത്. അപ്പൊ ലാലേട്ടൻ തന്നെ അറിയാം ഇത് ത്രൂ ഔട്ട് കോമഡി പരിപാടിയാണ്, അല്ലാണ്ട് ഭയങ്കര ആക്ഷൻ ആ ട്രെൻഡിലല്ല, ഫൺ ഫിലിം എന്നുള്ള രീതിയിൽ തന്നെയാണ്. അപ്പൊ കോമഡി ഉണ്ടാക്കുക എന്നുള്ളതാണ് ലാലേട്ടൻ അഴിഞ്ഞാടാനുള്ള ഒരു സാധനം വേണം. അപ്പൊ അതിന്റെ ബാക്ക്ഗ്രൗണ്ടും ഉണ്ട്, കാർണിവൽ എന്ന് പറയുന്ന ഇതുണ്ട്, ആ ക്യാരക്ടറിലും ആ സ്വഭാവം കിടപ്പുണ്ട്. അപ്പൊ അതിൽ നമുക്ക് റോ മെറ്റീരിയൽ കിടപ്പുണ്ട്, അത് ഡെവലപ്പ് ചെയ്ത് സാധനം കൊടുത്തു കഴിഞ്ഞാൽ ലാലേട്ടനെ തകർക്കുമെന്ന് ഞാൻ 100% നമുക്ക് ഉറപ്പാണ്. അപ്പൊ ഈ സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പോ ഞാനും അൻവറായിട്ടുള്ള ഡിസ്കഷനിൽ തന്നെ ലാലേട്ടന്റെ പെർഫോമൻസ് ഞങ്ങൾ മനസ്സിൽ കണ്ട്, കാരണം പുള്ളി തകർക്കും എന്നുള്ളൊരു സാധനം നമ്മുടെ മനസ്സിലുണ്ട്. ഇത് സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പോ തന്നെ പുള്ളിക്ക് സാധനം പിടികിട്ടി. ഇത് അങ്ങനെ ഈ ഓവർ ഹീറോയിസത്തിന്റെ പരിപാടിയല്ല, ഹ്യൂമറാണ്, ഇളകി ചെയ്യാവുന്ന ഒരു സംഭവമാണെന്ന് കിട്ടിക്കഴിഞ്ഞപ്പോ തന്നെ ആ ആദ്യത്തെ ഇൻട്രൊഡക്ഷനിൽ തന്നെ ആ എനർജിയിൽ ആ ചെട്ടിക്കുളങ്ങനെ കളിച്ചിട്ട് പിന്നെ എല്ലാ സീനിലും ആ സാധനം തന്നെ പിടിച്ചിട്ടാ പുള്ളി ചെയ്തത്. പിന്നെ പുള്ളി ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കൈ കെട്ടിയിട്ട് അത് ഷോട്ടിന്റെ ഏതൊരു സീനില് അറിയാതെ പുള്ളി ഇങ്ങനെ ഒരു മാനറിസം പോലെ വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ അത് നന്നായിട്ടാ, അത് ആ സാധനം അത് ഒരു ഇയാളുടെ ഒരു വളരെ വിനയനാണെന്ന് തോന്നിക്കലും അന്ന കയ്യിലിരിപ്പ് മോശമാണ്, അന്ന് ഇടക്കൊക്കെ ഇതുപോലെ അതേപോലെയൊക്കെ കിട്ടിയാൽ ചെയ്തു എന്നുള്ള രീതി പറഞ്ഞപ്പോ അതെങ്ങനെയോ വന്നാണ് ആ സമയത്ത് നമ്മൾ മനസ്സിൽ കാണുന്നില്ല, അതറിയാതെ അങ്ങനെ കൈ കെട്ടിയിരുന്നു, ഞങ്ങൾ അത് രസമായിട്ടിട്ടാന്ന് പറഞ്ഞു. അപ്പൊ ഈ ക്യാരക്ടറിനെ അങ്ങോട്ട് സന്നിവേശിപ്പിച്ചു കഴിഞ്ഞാല് പുള്ളി അതായിട്ട് മാറുകയാണ് നിമിഷം കൊണ്ട്. അത് ഇന്ന് വിട്ടുപോകില്ല ഒരു സെന്റിമീറ്റർ പോലും. തലയുടെ ആ ക്യാരക്ടർ എന്താണോ അതിന്റെ ഒരു കണ്ടിന്യൂറ്റി അത് തന്നെ ഫോളോ ചെയ്ത് എല്ലാ സീനിലും, അല്ലാണ്ട് ഒരു സീനിൽ ഭയങ്കരമായിട്ട് ആ ക്യാരക്ടർ മറന്നിട്ട് സീരിയസ് ആകുകയോ ഒന്നുമില്ല. വീട് ജപ്തി ചെയ്ത് പോയപ്പോ പോലും പുള്ളിയുടെ വന്ന ആ ആദ്യത്തെ ഒരു ഇമോഷനൊക്കെ വളരെ ചെറിയ ഇമോഷനെ കൊടുത്തിട്ടുള്ളൂ. എന്നിട്ടും പുള്ളിയൊക്കെ ഇതൊന്നും ഈ ക്യാരക്ടറിന് വലിയ പ്രശ്നം, ഇയാൾക്ക് അറിയാതെ ഒരു ഇയാളെ ബാധിക്കുന്നില്ല, അത് ഇയാളെ ബാധിക്കുന്ന ഒരു സ്വഭാവമുള്ള ആളാണെങ്കിൽ പിറ്റേ സീനിൽ കുപ്പിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ഇല്ല. അപ്പൊ ഇത്തരം തരികട പരിപാടികൾ ചെയ്യുന്നവരുടെ ഒരു മനസ്സ് അതാണ്. നമുക്കറിയാം ചില നമ്മുടെ സുഹൃത്തുക്കൾ ഈ തരികട പരിപാടിയായിട്ട് നടക്കുന്നത്, അവര് ഇത് എല്ലാ കുനിഷൻ ചെയ്തിട്ട് ഹാപ്പി ആയിട്ട് വന്ന് തമാശയും പറഞ്ഞ് ലോകം മുഴുവൻ കടം വരുത്തിയിട്ട് കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങുകയും ചെയ്യും. മനസ്സിലായില്ലേ? എല്ലാം നിസ്സാരമാണ് അവര്. അപ്പൊ ആ ഒരു പോളിസിയാണ് അതിൻ്റെ അകത്ത് പിടിച്ചേക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഓവർ ഇമോഷൻ വരാത്തതും ഇയാള് ഇമോഷൻ പറയുമ്പോഴും തമാശ വരുന്നതും. എനിക്ക് ഇതെല്ലാം പറയുമ്പോഴേ ഈ മേരിക്കണ്ടർ കുഞ്ഞാറിലെ ജോസേട്ടൻ എന്നുള്ള ക്യാരക്ടർ, ഈ ബിജു മേനോനാണെങ്കിലും അതുവരെ വന്നിരുന്ന ഒരു റഫ്നെസ്, മറ്റേ ഷുബിത ബിജിമേനോനിൽ നിന്ന് ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് മൊത്തത്തില്. ഈ കാക്കിയിൽ നിന്നൊക്കെ നേരെ ഇതിലോട്ടൊരു മാറ്റം വരുന്നു. സ്ഥിരം പോലീസ് വേഷങ്ങള്, വില്ലൻ വേഷങ്ങളായിരുന്നല്ല ബിജു ആ സമയത്ത് ചെയ്തിരുന്നത്. അപ്പൊ അങ്ങനെ ഒരു വലിയ തിരക്കില്ലാതിരിക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു ബിജുവിന്റെ. ആ സമയത്താണ് നമ്മളിങ്ങനെ പലവരെ കാസ്റ്റ് ചെയ്ത് ഇങ്ങനെ ചിന്തിച്ച്, ഞാൻ സുരേഷ് ഗോപി, സുരേഷ് ഏട്ടൻ ചിന്തിച്ചു, പിന്നെ സിദ്ദിഖ് ലാലേട്ടൻ ചിന്തിച്ചു. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് അതൊക്കെ മാറി ഞാൻ ഷാഫിയും കൂടി പെട്ടെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ നമുക്ക് ഞങ്ങൾ ചിന്തിച്ചെന്ന് പറഞ്ഞാല് ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ആള് വന്നാൽ നന്നായിരിക്കും തോന്നി. ഇപ്പൊ സുരേഷ് ഏട്ടൻ വന്നാല് അത് പോസിറ്റീവ് ആവും, ആൾക്കാർ ഇങ്ങേര് അത് അവസാനം ആ പൊന്നിക്കുരിശ് തിരിച്ചു കൊടുത്തിട്ട് പോകും. കാരണം സുരേഷ് ഏട്ടനല്ലേ. അവിടെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഹീറോഷിപ്പ് ഉള്ള ഒരാള് വന്നു കഴിഞ്ഞാല് പ്രഡിക്റ്റബിൾ ആവും. ഇപ്പൊ നെഗറ്റീവ് ഷെയ്ഡ് അന്ന് ബിജുവിന് നന്നായിട്ടുണ്ട്. ബിജു വില്ലൻ കളിക്കുന്നുണ്ട്, ക്യാരക്ടർ റോളിൽ കുഴപ്പക്കാരനായിട്ടുള്ള റോൾ. അപ്പൊ സ്ക്രീനിൽ ഇയാൾ എന്ത് ചെയ്യുമെന്ന് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോഴാ ഞാനും ഷാഫി കൂടി പറഞ്ഞു നമ്മള് ബിജു മേനോനിട്ടല്ല എങ്ങനെ ഇരിക്കും പറയും. അപ്പൊ ബിജു സീരിയസ് വേഷമൊക്കെ ചെയ്തിട്ടല്ലേ ഹ്യൂമർ, ഞാൻ പറയും ഹ്യൂമർ അവനെ കൊണ്ട് ഇത് ഹ്യൂമർ ചെയ്യണ്ടല്ല, ആ ക്യാരക്ടറിന്റെ സ്വഭാവം ആ രൂപം. ആ ചേട്ടൻ വിളിക്കുന്നു പറഞ്ഞിട്ട് ഞാനാ ബിജുവിനെ വിളിക്കുന്നു ഫോണില്. അപ്പൊ ഞാൻ ബിജുവിനോട് പറഞ്ഞു ഇങ്ങനെ ദിലീപിന്റെ അങ്ങനെ ഞാൻ ഷാഫി കൂടി ചെയ്യുന്ന പടം, അതില് ത്രൂ ഔട്ട് റോൾ ഉണ്ട് നിനക്ക്, പക്ഷെ ഒറ്റ കണ്ടീഷൻ, എന്റെ മുടി പറ്റ വെട്ടേണ്ടി വരും.
അപ്പൊ പറഞ്ഞു മുടിയല്ല തല വേണമെങ്കിൽ വരെ വെട്ടിക്കളയാന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു തല വെട്ടണ്ട, അതൊക്കെ ആവശ്യമുണ്ട്, മുടി വറ്റ വെട്ടിച്ച് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞു. ഹാപ്പി ആയിട്ട് പറഞ്ഞു. ഞാൻ പിന്നെ പറഞ്ഞത് ഇപ്പൊ ഡയറ്റും കാര്യങ്ങളിലൊക്കെ നോക്കുന്നുണ്ടല്ലോ, അതൊന്നും ഇനി നോക്കരുത്, വാരി വലിച്ച് തിന്നോ എന്ന് പറഞ്ഞു. ഷൂട്ടിങ് വരെ നല്ല ഫുഡ് അടിച്ചിട്ട് മാക്സിമം തടി വെക്കാൻ പറ്റുന്ന തടി വെച്ചോന്ന് പറഞ്ഞു. ഇയാളൊരു ഗോലിയാത്താണ്. അതെ, അപ്പൊ ഏറ്റെന്ന് പറഞ്ഞു. ക്യാരക്ടർ അതല്ല, ഭക്ഷണം കഴിക്കുക, അധികം സംസാരവും ഇല്ല, ഇത് ബുദ്ധിയില്ലാത്തവനാണോ അല്ലെങ്കിൽ പ്രാന്തനാണോ എന്നൊക്കെ തന്നെ ചോദിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു പ്രകൃതമാണ് അയാളുടെ ലക്ഷ്യം. മൊത്തം ഇത് എവിടെയാണ് കുഴിച്ചിട്ടേക്കണം എന്നുള്ള ഒരു നോട്ടം. അപ്പൊ ഞാൻ ബിജുവിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അങ്ങനെയാണ്. ഇയാളുടെ ലുക്ക് പോലും ഒരു സ്ട്രൈറ്റ് ലുക്ക് ഒരു സ്ഥലത്ത് തന്നെ വേണ്ട. ഇയാൾ എപ്പോഴും ഒരു പാനിക്കിലല്ലി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി ഒക്കെ സംസാരിക്കുള്ളൂ. അങ്ങനെ ഇയാളുടെ ലക്ഷ്യം ഇത് എങ്ങനെയെങ്കിലും ഇവിടുന്ന് തെരഞ്ഞെടുത്തുകൊണ്ട് പോകണമെന്ന് മാത്രമാണ്. ക്രിമിനലാണ് ആള് എന്നൊക്കെ പറയും. സാധനം ബിജുവിന് കിട്ടി. അത് വന്നാ മേക്കപ്പും ഗെറ്റപ്പും കാര്യങ്ങളും മീശയൊക്കെ കളഞ്ഞ് ഇങ്ങനെ വന്ന ഇറങ്ങിയപ്പോ തന്നെ ആ ക്യാരക്ടർ കറക്റ്റ് ജോസ് സാധനം വന്നു. ജോസ് പിന്നെ അങ്ങോട്ട് സ്കോർ ചെയ്ത് അതിലെ ഡയലോഗും കാര്യങ്ങളും ഹ്യൂമറൊക്കെ കേൾക്കാൻ തുടങ്ങി. അപ്പൊ അതുവരെ ഒരു ഹ്യൂമറും ഡയലോഗ് പോലും ജീവിതത്തിൽ പറയാത്ത ആളാണ് ബിജു. അപ്പൊ ഇത് കിണറ്റിൽ ഓക്സിജൻ ഉണ്ടായിരുന്നോ? ഇല്ല, ഞാൻ തനിച്ചായിരുന്നു. പിന്നെ ഇയാളുടെ ഈ പഴം തിന്നുള്ള നടപ്പ്, കഴിക്കുന്നത് ഭയങ്കര അതാണ് ഈ തീറ്റക്കാരനാണ് ഇയാള്. ഭക്ഷണം അപ്പൊ ഒരു ക്യാരക്ടറൈസേഷൻ പിടിച്ചാണ്. ചിലരുണ്ടല്ലേ അവർക്ക് ഭക്ഷണം കഴിച്ചാൽ മതി, അതായിരിക്കും ഏറ്റവും പ്രാധാന്യം അവർ കൊടുക്കുന്ന ലൈഫിൽ. അപ്പൊ അതിൻ്റെതായ ഒരു തടിയും വരുമായിരിക്കും. ചെറുക്കനെ പിടിച്ചാലും ചിക്കനാന്ന് പറഞ്ഞ് തിന്നോന്ന് പറഞ്ഞാൽ അതാണ്. അപ്പൊ അതിൽ ഹ്യൂമറും കിട്ടും നമുക്ക്. കാരണം ഒരുത്തനെ പ്രൊട്ടക്ഷന് വേണ്ടി കൊണ്ടുവന്നിട്ട് അവൻ കുരിശാകുന്നു എന്ന് പറയുന്ന സാധനം വരണമെങ്കിൽ ഇവനൊരു തീറ്റക്കാരനാണോ? അപ്പൊ അതിലൊരു ഫൺ കിട്ടും. അല്ലാണ്ട് ഇവൻ ഒരു നോർമൽ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഇവർക്ക് വലിയ ഭാരമില്ല. അപ്പൊ അവിടെ വന്നിട്ട് മുടിപ്പിക്കുന്ന ഒരാൾ ചായക്കടയൊക്കെ അറിയാൻ ഇത് തന്നെ എന്നൊക്കെ പറയുന്ന ഹ്യൂമർ കിട്ടും. അതിനുവേണ്ടി അങ്ങനെ വർക്ക് ചെയ്താണത്. പിന്നീട് ബിജുവിന്റെ ജാതകം മാറി ബിജു പിന്നെ ഹ്യൂമർ കളിക്കാൻ തുടങ്ങി. പിന്നെ ബാക്ക് ടു ബാക്ക് എത്ര സിനിമകൾ. അതെ അതെ അതെ. ഇത് എനിക്ക് നമ്മൾ എഴുതുന്ന ഒരു ക്യാരക്ടറിൽ നിന്ന് ഒരാളുടെ കരിയറിൽ തന്നെ പുതിയ ഫേസ് വരുന്നത്. ഈ തൊമ്മന് മക്കളും എനിക്ക് തോന്നുന്നു കരിയറിൽ പ്രധാനപ്പെട്ട സിനിമകളിൽ ഒന്നായി തോന്നിയിട്ടുണ്ട്. ആ ഒരു ക്യാരക്ടർ തന്നെ രാജ്മീത് ചേട്ടനുള്ള ട്രിബ്യൂട്ട് ഒക്കെ പോലെ, മമ്മൂക്ക, സിദ്ദിഖ് ലാലേട്ടൻ, ഇവരൊരുമിച്ചുള്ള കോമ്പിനേഷൻ, രാജാക്കണ്ണ്, അയാളുടെ ഒരു ബാക്ക് സ്റ്റോറി നരേഷൻ, ഇവരുടെ ഒരു ജേണി. മൂന്ന് കള്ളന്മാര്, ഈ മൂന്ന് കള്ളന്മാര് വേറൊരു നാട്ടിൽ പോകുന്നു, അവിടെ ഇവരെങ്ങനെ സർവൈവ് ചെയ്യും. ഇതാണല്ലോ ഇതിന്റെ വൺ ലൈനിൽ നമ്മൾ ഹുക്കാവുന്നതും കാണുന്നത്. എന്നാൽ നാടിനൊരു പ്രത്യേകതയുണ്ട്. നമ്മളുടെ ഇവിടുത്തെ ഈ ഒറ്റപ്പാലോ പാലക്കാടോ അല്ല, അല്ലെങ്കിൽ കൊച്ചിയല്ല, ഇന്നൊക്കെ മാറി ടെറൈൻ ഡ്രൈ ആണ്. ആ ഡ്രൈനെസ്സിൽ ഫൺ ക്രിയേറ്റ് ചെയ്യുന്നത് ക്യാരക്ടേഴ്സ് ആണ്. അതിനുള്ള പെർഫോമൻസ് ഉണ്ട്. തൊമ്മനും മക്കളുടെ ഒരു ഇനീഷ്യൽ ഐഡിയ ഇവരെ ഒരുമിച്ച് ഇത് വർക്ക്ഔട്ട് ആക്കുന്നുള്ളത്. അത് തുടക്കം എന്ന് പറഞ്ഞാല് ഒരു പ്രോജക്റ്റ് എന്നുള്ള രീതിയിൽ മാത്രം മമ്മൂക്കയുടെ പ്രോജക്റ്റ് നല്ല ആദ്യം മമ്മൂക്കയുടെ പ്രോജക്റ്റ് എന്ന് പോലും ഉണ്ടായിരുന്നില്ല. ആദ്യം നമ്മള് ലാൽ ക്രിയേഷന് വേണ്ടി ഞാനും ഷാഫിയും കൂടി ചെയ്യുന്ന കാസ്റ്റിംഗ് ആദ്യം പൃഥ്വിരാജ് അങ്ങനെയൊക്കെ ആയിരുന്നു. അതിനു വേണ്ടി ആണ് ആലോചിക്കുന്നത്. പക്ഷെ കഥ ഒന്നും മനസ്സിൽ വട്ടപ്പൂജയായിട്ടാണ് ഫ്ലാറ്റിൽ പോയിരിക്കുന്നത്. അപ്പൊ എന്റെ ഫ്ലാറ്റ് ഉണ്ട്, അവിടെ പോയി ഞാൻ ഷാഫിയും കൂടി ഇരിക്കുന്നു, കഥ ആലോചിക്കുന്നു, എങ്ങും എത്തിയിട്ടില്ല. അപ്പൊ ഞാൻ ചുമ്മാ പറഞ്ഞ് നമുക്ക് കള്ളന്മാരെ ബേസ് ചെയ്തിട്ട് ഒരു കഥ ആലോചിക്കാം. അപ്പൊ ഒത്തിരി കള്ളന്മാരുടെ കഥ വന്നിട്ടുണ്ട്, മീശവാദം തൊട്ട് കള്ളന്മാരുടെ കഥ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് നേരെ ഉൾട്ടടിക്കുക. അതായത് മോഷണം നിർത്തുന്ന കള്ളന്മാര്, മോഷണം നിർത്തിയിട്ട് നല്ലവരായി ജീവിക്കാൻ ശ്രമിക്കുന്ന കള്ളന്മാര് അവരുടെ പഴയകാല ചരിത്രം ദുരന്തമായിട്ട് അവരുടെ ലൈഫിലേക്ക് വരുന്നു എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ആദ്യം കിട്ടി. അങ്ങനെ പിടിക്കാന്ന് പറഞ്ഞു. എങ്ങനെ ഒരു കോമ്പിനേഷൻ ഉണ്ടാകും, 3 പേര്. അപ്പൊ ഈ കള്ളന്മാരുടെ കഥ പറയുമ്പോ അതിൻ്റെ അകത്ത് ഒരു അപ്പനും മക്കളും ഫീലോ അല്ലെങ്കിൽ ഒരു കുടുംബകഥ കയറ്റാൻ പറ്റില്ല. അപ്പൊ ഒരു പ്രായമുള്ള ഒരു കള്ളനും വേറെ മക്കളെ പോലെ 2 കള്ളനും. അപ്പൊ കള്ളന്മാര് തന്നെ അപ്പൻ മക്കളും ഒരു ഇമോഷൻ കള്ളന്മാരിൽ തന്നെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം പിടിക്കാന്ന്. അങ്ങനെ ദിവസങ്ങളോളം കഴിയുമ്പോൾ കിട്ടുന്ന കാര്യങ്ങൾ അതൊക്കെ. അങ്ങനെ തൊമ്മൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറെ കുറിച്ച് ചിന്തിച്ചു. തൊമ്മനൊക്കെ ആദ്യം പലവരെയും ചിന്തിച്ചാണ്. ഇന്നസെന്റ് ചേട്ടനെ ചിന്തിച്ചിട്ടുണ്ട്, ജഗതി ചേട്ടനെ ചിന്തിച്ചിട്ടുണ്ട്, നെടുമുടി ചേട്ടനെ നോക്കി ലാസ്റ്റാണ് രാജേട്ടനിലേക്ക് വരുന്നത്. മനസ്സിലായി? അപ്പൊ അങ്ങനെ ഒരു അപ്പനും മക്കളും കള്ളന്മാരായിട്ടുള്ള എന്ന് പറയുമ്പോഴേക്കും ശരിക്കും പറഞ്ഞാൽ ഒരു നുണക്കഥയാണ് അത്. അതിൽ തന്നെ ഒരു കള്ളത്തരം. കാരണം ലോകത്ത് അപ്പനും മക്കളും കള്ളന്മാരായിട്ട് നടന്നിട്ട് ഇല്ല. അപ്പോ ഒറിജിനൽ മക്കളാക്കരുത് എന്ന് തീരുമാനിച്ചു. അതിൽ വിശ്വസനീയത വരാൻ വേണ്ടി. അപ്പൊ പണ്ട് വെള്ളമടിച്ച് പെരുവഴി കിടന്നു വെച്ചപ്പോ
ഇവന്മാര് വന്ന് എടുത്തോണ്ട് എടുത്തുകൊണ്ടുപോയി എന്നെ അപ്പനെ പോലെ വളർത്തിയത്. നേരെ ഓപ്പോസിറ്റ്, അതാണ് മക്കളെ പോലെ വളർത്തിയെന്ന് പറഞ്ഞാൽ അപ്പനെ വളർത്തി. അപ്പനെ പോലെ കള്ളു തന്ന് വളർത്തിയതാണ് ഇവന്മാര്. പിന്നെ ഒന്നിച്ചായിരുന്നു ഇവര്. അങ്ങനെ കള്ളന്മാരുടെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു റിലേഷൻഷിപ്പ്, ഈ കള്ളന്മാരുടെ ഇടയിലും റിലേഷൻഷിപ്പ് ഉണ്ടാവും. ഈ ജയിലിൽ കിടക്കുമ്പോഴാണ് കൂടുതൽ ഉണ്ടാകുന്നത്. അവിടെ ഒരു മൂന്നാല് പേര് ഒരുമിച്ച് വർഷങ്ങളോളം കിടക്കുമ്പോ അവര് തമ്മിൽ നല്ല ബന്ധമായിട്ട് പുറത്തിറങ്ങി ഒരുമിച്ച് വെക്കാൻ പോകുന്ന പല കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാല് അപ്പനും മക്കളും, ഇയാള് മുതിർന്നായതുകൊണ്ട് ഒരു മക്കളുടെ സ്ഥാനത്ത് നിന്ന് വഴക്ക് പറയാൻ സ്വാതന്ത്ര്യമുള്ള രണ്ടുപേര്. ഈ രണ്ടുപേർക്കും വേറൊരു കഥയുണ്ട്. അവര് അവിടെ ദുർഗണ പരിഹാരശാലയിൽ നിന്ന് വാടം കെട്ടിയിട്ട് മറ്റവനെ തല്ലെന്ന് കണ്ടിട്ട് കറുപ്പിച്ചതിക്ക് കുത്തിയിട്ട് അവിടെ നിന്ന് ചാടി വരാം. അപ്പൊ അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു സാധനം അവിടെ വർക്കായി. ആ ഫ്രണ്ട്ഷിപ്പ് മുഴുനീളം ഉണ്ട്. അപ്പൊ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, അപ്പൻ മക്കൾ റിലേഷൻഷിപ്പ് വേറെ തലത്തിൽ കാണുകയാണ് പ്രേക്ഷകർ. ഒരു കുടുംബത്തെ കണ്ട സാധനം നമ്മൾ വേറെ കള്ളന്മാരിലേക്ക് പ്ലേസ് ചെയ്യുന്നു. അപ്പൊ അതിനൊരു പുതുമ വന്നു. അമൽ നീരദ് എന്നോട് പറഞ്ഞിട്ട്, ചേട്ടന്റെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട പടം തൊമ്മനും മക്കളാണ്. അത് രസമാണെന്ന് പറയാം അതിന്റെ ഒരു ഇത്. അപ്പോ ഇത് ഇത്തരം കഥകള് നമ്മൾ പാലക്കാടോ ഒറ്റപ്പാലത്തോ പറഞ്ഞാൽ വിശ്വസിക്കൂല. അപ്പൊ വേറൊരു ടെറൈനിലേക്ക് ഇത് കൊണ്ടുപോകണം. കാരണം അപ്പൊ ഒരു ദൂരെ പ്രേക്ഷകരെ അധികം പരിചയമില്ലാത്ത, നമ്മുടെ കേരളീയർക്ക് അധികം പരിചയമില്ലാത്ത ഒരു മേഖലയിൽ, പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ ഉടുമൽപെട്ടിലോട്ടൊക്കെ കൊണ്ടുപോയാല് അവിടുത്തെ തേവരെന്നൊക്കെ പറയുന്ന ഒരു കൺസെപ്റ്റ് വർക്ക് ചെയ്യാം. അവിടെ എന്തും നമുക്ക് പറയാം. ഇത്തിരി റിയലിസം വിട്ടിട്ട് പറയാൻ പറ്റും. അപ്പൊ ഇത് ഒരു നുണക്കഥ ആയതുകൊണ്ട് ഇത്തിരി ഭൂമിക്ക് മുകളിലേക്ക് നിൽക്കുകയാണ്. അങ്ങനെയാണ് ഇവര് ഉടുമൽപെട്ടിലേക്ക്, ഇവിടെ അപ്പൊ എന്തെങ്കിലും ഉടുമൽപെട്ടിലേക്ക് പോകാൻ കാര്യം വേണം. അപ്പൊ ഇവിടെ ഒരു പോലീസുകാരനെ തല്ലി അവിടെ നിന്ന് ഇവര് ലോറിയായിട്ട് മുങ്ങുന്ന ഒരു പരിപാടിയാക്കി. അപ്പൊ അവിടെ എന്തിനു പോയി അവിടെ കൊണ്ട് കഥ പറഞ്ഞെന്ന് തോന്നിപ്പിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഓപ്പണിങ് സാധനം തന്നെ കൊടുത്ത് ഉടുമ്പൽപെട്ടില് ഒരു കുഴി കുത്തിക്കൊണ്ടിരിക്കുന്ന ഒരുത്തനെ അടിച്ച് കൊന്നു കുഴിച്ചിടുന്നു. അപ്പൊ ഒരു നാടകത്തിലൊക്കെ അതിനെ വിഷ്കമ്പം എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് നമ്മൾ സിനിമയിൽ അത് ചെയ്തത്. അപ്പൊ അത് എന്ന് പറഞ്ഞാൽ ആ ഒരു ഗ്രിപ്പ് പ്രശ്നം ആദ്യം തന്നെ കിട്ടി. ഉടുമ്പൽപെട്ട് എന്ന് പറഞ്ഞ് കാണിച്ചേക്കുന്നതാണ്. കഥ നടക്കുന്ന കേരളത്തിലാണ്. കേരളത്തിൽ നിന്ന് ഈ അടിച്ച് കുഴിച്ചിട്ട സ്ഥലത്തേക്ക് ഇവർ ചെന്നപ്പെടുകയാണ്. അപ്പൊ തന്നെ പ്രേക്ഷകന് മനസ്സിലൊരു കണക്ഷൻ, കുഴപ്പം പിടിച്ചൊരു ഏരിയയിലേക്കാണ് ഇവർ വന്നത്. ഇവിടെ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നുണ്ട്, മനസ്സിലായില്ലേ? അങ്ങനെ കണക്ട് ചെയ്ത് കൊണ്ടുപോകണത്. അപ്പൊ ഇവര് എന്ന് പറഞ്ഞാല് ഭക്ഷണം മോഷണം നിർത്തിയെങ്കിലും ഒരുത്ത മോഷണം നിർത്തിയിട്ടില്ല. അയാൾ പോയി വിശന്നപ്പോ അടുത്ത വീട്ടിൽ നിന്ന് ചോറ് തിന്നുന്നു. അത് അവർ ആത്മഹത്യ ചെയ്യാൻ വെച്ചിരുന്ന വേഷം എടുത്തിട്ടാണ് കൊണ്ടുവന്നത്. അപ്പൊ അവിടെ ഒരു ട്വിസ്റ്റായി. അപ്പൊ ആ ഫാമിലി ആയിട്ട് ഒരു കണക്ഷൻ വന്നു. ഇങ്ങനെ കൊളുത്തി പോയതാണത്. അല്ല, അതിൽ തന്നെ ഇതിന്റെ ഒരു കുറച്ച് സീൻ കഴിഞ്ഞ് പിന്നെ അവിടെ വന്നു കഴിഞ്ഞിട്ട് കുറച്ച് വിഷമില്ലാത്ത ചോറ് ഈ ഡയലോഗ്സും കൂടെ എഴുതുന്നേ. ഇപ്പോ നേരത്തെ പറഞ്ഞ ഒരാൾ എത്ര ചിന്തിക്കും, എത്ര പറയും, ഇയാളുടെ ബുദ്ധിപരമായിട്ട് ഇയാൾ എങ്ങനെ ഒരു സെന്റൻസ് ഡെലിവറി എന്നുള്ളതൊക്കെ ആലോചിക്കുന്നുണ്ടല്ലോ. ഈ രണ്ട് ഈ ലാൽ ചെയ്യുന്ന ക്യാരക്ടറിനെ ഒരുക്കി എടുക്കുന്നതിലും അത് ഭയങ്കര വിസിബിളാണ്. ഇയാൾ പറഞ്ഞ ഓരോ ഡയലോഗ്, ഇപ്പൊ പിള്ളേരെ പൊളിച്ച ഭ്രാന്തി കളിക്കുന്നത്, കുഞ്ഞു കാര്യങ്ങളിൽ ഈഗോ അടിച്ചിട്ട് ഇമോഷണലി ഇറങ്ങിപ്പോകുന്ന പിണക്കങ്ങള്, ഈ ക്യാരക്ടേഴ്സ് പറയുന്ന ഡയലോഗുകളിൽ ഒന്നും പാളിപ്പോവാനും പാടില്ലല്ലോ. ഈ ഒരു ഫാമിലിയുടെ ഏറ്റവും വലിയ ട്രോമയിലോട്ടാണ് കുറച്ച് വിഷമില്ലാത്ത ചോദ്യം ചോദിച്ചുകൊണ്ട് പോകുന്നത്. പിന്നെ മറ്റേ സ്മാർട്ട് ബോയ്സ്, ഈ ഡയലോഗ് എഴുത്ത്, അതിലൊരു ശരിക്കും ഒരു ഈസിനെസ് ഉണ്ടോ? ഡയലോഗ് എന്ന് പറഞ്ഞാൽ നമ്മള് ചില ക്യാരക്ടറൈസേഷൻ മനസ്സിൽ വന്നു കഴിഞ്ഞാല് ആ ക്യാരക്ടറിന്റെ സ്വഭാവത്തിലേക്ക് നമ്മൾ എഴുതുമ്പോൾ നമ്മൾ അറിയാതെ മാറും. ഇപ്പൊ തൊമ്മന്റെ ഡയലോഗ് എഴുതുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു നിമിഷം കൊണ്ട് തൊമ്മൻ എന്താണ്, തൊമ്മന്റെ സ്വഭാവം എന്താണ്, തൊമ്മന്റെ പ്രായം എന്താണ്, അയാളുടെ വിദ്യാഭ്യാസം എന്താണ്, അയാളുടെ കൾച്ചർ എന്താണെന്നൊക്കെ റൈറ്റർ ഓർത്തിരിക്കണം. ആ ഒരു പരകായ പ്രവേശം പോലെ ആ ഡയലോഗ് എഴുതുമ്പോൾ തൊമ്മനായിട്ട് മാറണം. ഇപ്പുറത്ത് ജനാർദ്ദന്റെ ആഢ്യത്തുള്ള ഒരു അച്ഛനാണ്. അപ്പൊ അയാൾ പറയുന്ന മറുപടിയിൽ അത് നമുക്ക് ഈസി ആയിട്ട്, നമുക്ക് ഈ നാടക ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് നാടകത്തിൽ ഒത്തിരി കഥ, ഒരു ഡോക്ടറാണെങ്കിൽ ഡോക്ടറെ പോലെ സംസാരിക്കണം, വക്കീലാണെങ്കിൽ വക്കീലിൻ്റെതായ പ്രയോഗങ്ങൾ വേണം. ഒരു വിദ്യാഭ്യാസമുള്ളവൻ സംസാരിക്കുന്ന പോലെ ആയിരിക്കില്ല വളരെ ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു നാട്ടിൻപുറത്തുകാരൻ സംസാരിക്കുന്നത്. അപ്പൊ ആ ഒരു സ്ലാങ് കൊണ്ട് തന്നെ, പിന്നെ മൊത്തത്തിൽ ഏത് ഭൂമികയിലാണ് നമ്മൾ കഥ പറയുന്നത് വെച്ചാൽ അവരുടെ ആ വൊക്കാബുലറി കൊണ്ടുവരണം. ഒരു കടപ്പുറം പശ്ചാത്തലമാണെങ്കിൽ ആ വൊക്കാബുലറി കൊണ്ടുവരണം, പാലക്കാടാണെങ്കിൽ അത് കൊണ്ടുവരണം. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കും എഴുതുമ്പോൾ തന്നെ. അപ്പൊ ആ ഭാഷയിൽ വരുന്നതാണ് ആ ഒരു കെമിസ്ട്രി. നമുക്ക് വഴി അറിയാതെ നമ്മൾ എഴുതി പോകുന്നതാണത്. തൊമ്മന്റെ മറുപടികളൊക്കെ തൊമ്മനായിട്ട് തന്നെ എഴുതി പോകുന്നതാണ്. അപ്പൊ അതിൻ്റെ അതും ഈ സെന്റിമെന്റ്സ് പറയുന്നത്
വളരെ ഫണ്ണായിട്ട് തന്നെയാണ് ഇപ്പോൾ തോമൻ പറയുന്നത്. അപ്പന് പഠിപ്പൊന്നുമില്ല, 2ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ, എന്നേക്കാൾ പഠിപ്പും വിദ്യാഭ്യാസം ഉള്ളത് നിങ്ങൾക്കാണ്, നീ 3ാം ക്ലാസ് പാസ്സായതാ എന്ന് പറയുന്ന ഇയാൾക്കത് ഇയാൾക്കത് വലിയ വലിയ കാരണം ഇയാളേലും ഒരു ക്ലാസ് കൂടുതൽ പഠിച്ചേക്കണ ഒരു ഉയർന്ന ക്ലാസ് ആയിട്ടാണ് പുള്ളി അത് സെന്റിമെന്റ്സില്ല പറയുന്നത് എന്ന് പറഞ്ഞ പോലെ അത്രയുള്ള അവരുടെ വിവരം. അതല്ലേ തൊമ്മന് തോയല്ല തായല്ല അങ്ങനെ ദീർഘ അങ്ങനെയല്ല എന്ന് പറയുന്നിടത്ത് തന്നെ ഇവരുടെ സ്വഭാവവും വിദ്യാഭ്യാസം കിട്ടി. ആ സീനാണ് നമ്മള് ഇവര് എന്താണ് ഇവരുടെ കൾച്ചർ കള്ളനാണെന്ന് മനസ്സിലായി. ഇവർക്ക് വിദ്യാഭ്യാസം ഉണ്ട്, കാരണം മമ്മൂട്ടിയൊക്കെ അഭിനയിക്കുന്നത് ഒക്കനെ എന്തോ ആൾക്കല്ല, കളക്ടർ മുതല് മന്ത്രി എന്ത് മുഖ്യമന്ത്രി വരെയൊക്കെ ചെയ്തിട്ടുള്ള ആളാ. അപ്പൊ ഒരു ബോധമില്ലാത്ത ആളാണെന്ന് കാണിക്കണ്ടേ. അപ്പോഴാണ് ദീർഘം വേണം, എന്റെ അപ്പന് അതൊക്കെ മതി എന്നൊക്കെ പറഞ്ഞു എന്ന് പറയുന്ന ആ സീനിൽ കിട്ടി ഇവരുടെ. അങ്ങനെ ഓരോ സീനുകളിലും എന്നിട്ട് അത് ഫോളോ ചെയ്യണം നമ്മൾ, പിന്നീടുള്ള സീനുകളിലും അത് ഫോളോ ചെയ്യണം. അവരുടെ വിദ്യാഭ്യാസവും അവരുടെ സംസ്കാരവും ഫോളോ ചെയ്തിട്ട് ഡയലോഗ് എഴുതാൻ പറ്റുള്ളൂ. അങ്ങനെ വരുന്ന അത് ക്രമേണ ഒരു എഴുത്തിന്റെ രീതിയിൽ എല്ലാ റൈറ്റേഴ്സിനും വരും. എനിക്ക് തോന്നുന്നു നമ്മൾ ഇത്രയും സംസാരിക്കുമ്പോഴേ ഈ ഷാഫി സാറിനെ കുറിച്ച് പറയണമെന്നുള്ളത്, ഇപ്പൊ പറഞ്ഞ പോലെ പലപ്പോഴും കേട്ടിട്ടുണ്ട്, ബെനിച്ചേട്ടൻ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് പലയിടത്തും, ഈ തിരക്കഥാകൃത്തിന്റെ സജഷനുകളിൽ വിശ്വാസം അർപ്പിക്കുന്ന, അതിലൂടെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു മേക്കറാന്ന് കേട്ടിട്ടുണ്ട് ഷാഫി എന്ന മേക്കറിൽ. അത് ഓരോ സീൻ ബിൽഡ് ചെയ്യുന്നതിലും ടെക്സ്റ്റ് കൊടുക്കുന്നതിൽ നിന്ന് എന്തൊക്കെ ചെയ്ത് ഇതിനെ പൊലിപ്പിക്കാം, എല്ലാ തരത്തിലൊരു റൈറ്റർ ഡയറക്ടർ കോംബോൻ്റെ ഒരു കൃത്യമായിട്ടുള്ളൊരു എന്താ പറയുക മാജിക്കൽ ഫോർമുലയൊക്കെ അവിടെ വർക്ക് ചെയ്ത് കണ്ടിട്ടുണ്ട് നിങ്ങൾ പല സിനിമകളിലായിട്ട്. ഈ ഡയറക്ടർ ഷാഫി, അതിനപ്പുറത്തെ ഒരു സുഹൃത്ത് ഷാഫിയും കൂടെ ഉണ്ടല്ലോ, ഇപ്പോൾ പുള്ളി നമ്മളൊപ്പം ഇല്ല, ഈ ഒരു പോയിന്റിൽ ഷാഫി എന്ന് പറയുമ്പോൾ റീകളക്ട് ചെയ്യുന്നത് എന്തായിരിക്കും? ഷാഫി എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും എനിക്ക് ഏറ്റവും സിങ്കായിരുന്ന ഒരു ഡയറക്ടറായിരുന്നു. കാരണം ഞങ്ങളുടെ ചിന്തകൾ സമാനമായിരുന്നു, സമാനതകൾ ഉണ്ടായിരുന്ന ചിന്തകൾ. കാരണം വെച്ചാൽ ഒരു ഹ്യൂമർ ചെയ്യുമ്പോൾ നമ്മൾ പറയുന്ന ഹ്യൂമറും ഒരു അത് ശരിക്കും അത് എങ്ങനെ വർക്കൗട്ട് ആകുമോ എന്നുള്ളത് ഡയറക്ടർക്ക് മനസ്സിൽ കിട്ടിയില്ലെങ്കിൽ ഡയറക്ടർ അത് വേണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കും അത് ഡയറക്ടർ അത് ഇഷ്ടമില്ലല്ലോ, അത് വിട്ടേക്കാം എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ ആയിരിക്കും. ഈ ഒരു സിങ്കർണൈസേഷൻ ഡയറക്ടർ റൈറ്റർ വരണം, പ്രത്യേകിച്ച് കോമഡി പരിപാടി വരുമ്പോ. അപ്പൊ ഞാൻ പറയുന്ന സാധനം കറക്റ്റ് അളവില് അതിന്റെ ഒരു സാധനം കൂടി, ഒരു കൗണ്ടർ സാധനം കൂടി ചിലപ്പോ അത് കൊള്ളാട്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ കൂടി പറയാന്ന് പറയുന്ന ഒരു സാധനം പറയും. അപ്പൊ ഞങ്ങൾ തമ്മിൽ ഭയങ്കര സിങ്കായിരുന്നു ഈ ഹ്യൂമർ കാര്യത്തിൽ. നല്ല സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ള ആളായിരുന്നു ഷാഫി. പിന്നെന്ന് പറഞ്ഞാല് നമ്മളാ ഒരു റൈറ്ററെ എങ്ങനെ കൊണ്ട് നടക്കണം ഒരു ഡയറക്ടർ, അതുപോലെ എങ്ങനെ പ്രൊവോക്ക് ചെയ്യണം, എങ്ങനെ ആ റൈറ്ററുടെ കയ്യിൽ നിന്ന് എങ്ങനെ അത് സ്ക്യൂസ് ചെയ്ത് എടുക്കണം എന്നുള്ളത് നന്നായിട്ട് അറിയാം. ഒരു ടെൻഷനും നമുക്ക് തരില്ല. നമ്മൾ ടെൻഷൻ പിടിച്ചാൽ തന്നെ 3 മാസമായിട്ടും ഒന്നും ആയില്ലല്ലോ ഷാഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചേട്ടാ ഇത് 1 വർഷം എടുത്തിട്ട് ചെയ്താൽ മതി, നമുക്ക് ധൃതിയൊന്നുമില്ല, നമുക്ക് ഇതാകുമ്പോൾ മാത്രം മതി. നമ്മളങ്ങനെയല്ലേ, 1 വർഷത്തെ പടമല്ലേ ചെയ്യണത്, നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് അത് വരും എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നാട്ടുവിശേഷം പറഞ്ഞാൽ ഇരിക്കണം മിക്കവാറും. നാട്ടുവിശേഷം കാലത്തോട്ട് പറഞ്ഞ് ഈ ഷാഫിയുടെ പഴയ കഥകൾ നാട്ടിൻപുറത്തുണ്ടായ, ഞാനും എൻ്റെ പഴയ ചരിത്രങ്ങൾ, ഇങ്ങനെ വേറെ സംഭവങ്ങൾ, വേറെ കോമഡി കഥകളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അതിൽ നിന്ന് ഒരു സാധനം പെട്ടെന്ന് ഇത് നമുക്ക് പിടിക്കാവുന്ന സാധനമാണ് അതെന്ന് പറഞ്ഞ് വരും. അങ്ങനെയൊക്കെ വന്നിട്ട് കുറെ സീനുകളൊക്കെ നമുക്ക് വിശേഷം പറയണതിന്റെ ഇടയിൽ കിട്ടാറുണ്ട്. അപ്പൊ അത് നമ്മൾ മാറ്റി വെക്കും, അത് കൊള്ളട്ടെ, അത് മറ്റേ ചെയ്യും. ഇത് ഷാഫിക്കൊക്കെ നല്ല ഓർമ്മയായിരിക്കും. അപ്പൊ ഷാഫി പിന്നീട് നമ്മൾ വിട്ടുപോയപ്പോലും ചേട്ടാ അന്ന് നമ്മൾ പറഞ്ഞ സാധനം അത് ആ ക്യാരക്ടറിൽ കയറ്റാവുന്നതാണ് കേട്ടോ, അത് വിട്ടോ നോട്ട് ചെയ്ത് വെക്കട്ടെന്ന് പറയും. അപ്പൊ ഞാൻ നോട്ട് ചെയ്ത് വെക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ഭയങ്കര സിങ്കായിരുന്നു. പിന്നെ ഷാഫിയുടെ ഒരു ഗുണം എന്ന് വെച്ചാൽ ഇപ്പൊ ഷോർട്ട് എടുത്തുകൊണ്ടിരിക്കും, ഞാനിപ്പോ ത്രൂ ഔട്ട് ലൊക്കേഷൻ ഉണ്ടാവും. ഷോർട്ട് എടുത്തിരിക്കുമ്പോൾ ഹ്യൂമർ ഷോർട്ട് ബേസിൽ വർക്കൗട്ട് ആകണമല്ലോ. അപ്പൊ ചിലത് ഒരു ഒറ്റ ഷോട്ടിൽ പോയ വർക്കൗട്ട് ആകുന്ന, ചിലപ്പോൾ റിയാക്ഷൻ കട്ട് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ കുറച്ച് ഡീറ്റെയിലിങ് പോകേണ്ടി വരും എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഷാഫിക്ക് ഒരു ഈഗോ ആ കാര്യത്തിലില്ല. അപ്പൊ ഞാൻ രഹസ്യമായിട്ട് പറഞ്ഞു, ഷാഫി അവിടുന്ന് ആ ഒരു ആംഗിളിൽ നിന്ന് അയാളുടെ റിയാക്ഷൻ കൂടി വേണ്ടതെന്ന് വെച്ചാൽ, ഷാഫി ആണല്ലേ എടുത്തൊക്കെ എന്ന് പറഞ്ഞാൽ ആ ആംഗിളിൽ നിന്ന് എടുക്കും, ഇപ്പുറത്തെ ആംഗിളിൽ നിന്ന് എടുക്കും, 3-4 സാധനങ്ങളും സേഫ് ആയിട്ട് എടുത്തു. അതിന്റെ ഇരിക്കട്ടെ, എഡിറ്റിംഗിൽ വേണ്ടെങ്കിൽ കളഞ്ഞാൽ പോരെ, ഞാൻ അന്നേരം കിടന്ന് ഓടണ്ടല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ധാരാളം ഷോട്ടുകൾ എടുത്തു. ഒരു ഹ്യൂമർ പോലും ഷാഫിയുടെ പടത്തിൽ നമുക്ക് നഷ്ടപ്പെടില്ല, കൂട്ടേ ഉള്ളു ഷാഫി. അപ്പൊ അങ്ങനെ ഒരു സിംഗ് ഉണ്ടായിരുന്നു ഞങ്ങൾ. പിന്നെ അതൊരു ഇങ്ങനെ ഒരു ഡയറക്ടറുടേതായ ഒരു ദേഷ്യപ്പെടലോ ഒരു ഈഗോയോ ഒന്നും ഇല്ലാത്തൊരു ഭയങ്കര ശുദ്ധരായ മനുഷ്യനായിരുന്നു. അത് ഭയങ്കര മിസ്സിംഗ് ആണ് നമ്മള്. എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ പോയി.
ഇത്രയും പറയുന്ന സമയത്ത് ചോട്ടാ മുംബൈ ഇത്രയും ചർച്ചാ വിഷയമാവുന്നത് കൊണ്ട് തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ഒരു സിനിമയുടെ ചെറുപ്പവുമായി നിൽക്കുന്ന ഒരു സംവിധായകൻ, എന്നാൽ അസോസിയേറ്റ് ആയിട്ടുള്ള വലിയൊരു മുൻപരിചയ കാലം വേറെ തന്നെയുണ്ട്. ഒരു മോഹൻലാൽ പ്രൊജക്റ്റ്, വലിയ സിനിമ, മണിയും പിള്ളരാജു പ്രൊഡക്ഷൻ, ഒപ്പം കോ പ്രൊഡ്യൂസേഴ്സ് വേറെ, ഇത്തരം ആർട്ടിസ്റ്റുകൾ, സിനിമ, ഈ സംവിധായകനെ വിശ്വസിക്കുക എന്നുള്ളൊരു ഫസ്റ്റ് പോയിന്റ് കൂടെയാണല്ലോ. ഒരാളെ നമ്മൾ ടെക്സ്റ്റ് ഏൽപ്പിക്കുന്ന സമയത്ത് ഇതിൻ്റെ കൃത്യം ഡെലിവറി അവിടെ സംഭവിക്കുന്നുള്ള കോൺഫിഡൻസും കൂടെ റൈറ്റർക്ക് ഭയങ്കര ബൂസ്റ്റാന്ന് തോന്നിയിട്ടുണ്ട്. അൻവർ റഷീദ് ആസ് എ മേക്കർ, അവിടെ നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ? അൻവർ ഫസ്റ്റ് പടത്തിൽ തന്നെ പ്രൂവ് ചെയ്ത ആളാണ്. രാജമാണിക്യം എന്ന് പറയുന്ന പടം എന്ന് പറഞ്ഞാൽ അൻവർ എന്തോ അസോസിയേറ്റ് ചെയ്യാൻ ചെയ്യുന്നതാണ്. അൻവറിനെ അതിന്റെ ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നു. അൻവർ അത് ഗംഭീരമായിട്ട് ആ പടം വർക്കൗട്ട് ചെയ്തു. മെഗാ ഹിറ്റ് ആയിരുന്നല്ലോ. അപ്പൊ അതിൽ തന്നെ അൻവർ ആരാണ്, അൻവർ എന്ന് പറഞ്ഞൊരു പയ്യൻ വന്ന് പൊളിച്ചു അല്ല ഗംഭീരമായിട്ട് പടം ചെയ്തു എന്നുള്ളൊരു റിപ്പോർട്ട് ഇൻഡസ്ട്രിയിൽ മൊത്തം വ്യാപിച്ചു കിടക്കുന്നു. അപ്പൊ അൻവർ ചെയ്യുന്ന ഒരു പടം എന്നുള്ള രീതിയിൽ മോഹൻലാൽ പടം വരികയാണ് എനിക്ക്. അപ്പൊ എനിക്ക് ഒന്നും വേറെ ചിന്തിക്കാനൊന്നുമില്ല. എൻ്റെ അകത്ത് പ്രൂവ് ചെയ്ത ആളാണ്. പിന്നെ മാത്രമല്ല ഈ സ്ക്രിപ്റ്റിന്റെ ഡിസ്കഷനിലും ഈ ഇങ്ങനെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഒരു ഡയറക്ടറുടെ ഔട്ട്പുട്ട് നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പം അൻവറിന്റെ കാഴ്ചപ്പാടുകൾ ഈ പുതിയ തലമുറ പിള്ളേരുടെ കാഴ്ചപ്പാടാണ്. അപ്പൊ നമ്മൾ ഇത്തിരിയും കൂടി ഏജ്ഡ് ആയിട്ടുള്ള ആളായതുകൊണ്ട് നമ്മൾ പറയുന്നതിനേക്കാൾ അപ്പുറത്ത് ഇപ്പോഴത്തെ പ്രേക്ഷകരുടെ ഒരു മനസ്സ് 18 കൊല്ലം മുമ്പ് തന്നെ അൻവർ കണ്ടു എന്നുള്ളതാണ് ഇപ്പൊ പ്രൂവ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അന്ന് അൻവറിന്റെ ചിന്തകൾ അത് കറക്റ്റ് ആയിരുന്നു. ഇത് ഇത്ര കൊല്ലം കഴിഞ്ഞാലും ഈ പടം വർക്കൗട്ട് ആകുമെന്നുള്ള ഒരു ദീർഘവീക്ഷണം അൻവറിനുണ്ടായി. അപ്പൊ കാലങ്ങൾ കഴിയുമ്പോ ആണ് അത് തിരിച്ചറിയുന്നത് നമ്മൾ പോലും. മനസ്സിലായില്ലേ? നമ്മളന്ന് കുറെയൊക്കെ തർക്കിച്ച് അതിൻ്റെ അകത്ത് ഇമോഷണൽ ഡ്രാമ എന്ന് പറയുമ്പോൾ അൻവർ വേണ്ട ചേട്ടാ, ഇമോഷണൽ ഡ്രാമയെ വേണ്ട, നമുക്ക് മറ്റേത് ഇത് ചെയ്യാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചെയ്തൊരു എന്റർടൈനർ എന്നുള്ള രീതിയിൽ ചെയ്തതുകൊണ്ടാണ് ഇന്നും ഈ പടം ഇത്ര ആഘോഷിക്കപ്പെടുന്നത്. പിന്നെ മേക്കിംഗ് എന്ന് പറയുന്നത് അത് ചോട്ടാ മുംബൈ കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക്. അതിന്റെ ആദ്യത്തെ ഷോട്ട് ഞാൻ എഴുതി വെച്ചെന്ന് പറഞ്ഞാല് കൊച്ചിയുടെ വിശാല ദൃശ്യം എന്ന് പറയുന്നൊരു ഡയലോഗ് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അൻവർ ചെയ്തേക്കുന്നത് ആ കൊച്ചിയിലെ വിശാല ദൃശ്യം എന്ന് പറഞ്ഞാൽ ഒരു ടോപ്പ് ആംഗിളിൽ വേണമെങ്കിൽ ഒരു ഷോട്ട് എടുത്തു പോകാൻ വേണമെങ്കിൽ. പക്ഷെ ഒരു 3-4 കുട്ടികള് ടെറസിന്റെ മുകളിൽ നിൽക്കുന്നതും അവരിൽ നിന്നൊക്കെ ആരംഭിച്ച് അത് മനോഹരമായ ഒരു ഷോട്ട് അത് അൻവർ കൺസീവ് ചെയ്തുകൊണ്ടാണ്. അവിടെ അഴകപ്പനും ഗംഭീരമായിട്ട് അത് ചെയ്തു. അഴകപ്പന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാല് ആ ക്യാമറ വർക്കിൽ ഉണ്ട്. കാരണം അഴകപ്പൻ ഗംഭീരമായിട്ട് പടം ചെയ്തു. അപ്പോൾ ഈ ഡയറക്ടർ, ക്യാമറമാൻ, റൈറ്റർ, ഇങ്ങനെയുള്ള കോമ്പിനേഷന്റെ ഒരു സിങ്ക്, ഇവര് തമ്മിലൊരു സിങ്കർണൈസേഷൻ വരുമ്പോഴാണ് എല്ലാത്തിലും റിസൾട്ട് വരുന്നത്. മനസ്സിലായില്ലേ? അത് അൻവറിന്റെ മേക്കിംഗ് തന്നെ ഉണ്ട്. ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, അത് അൻവറിന്റെ മേക്കിംഗ് കൊണ്ട് നിന്ന പടമാണത്. അല്ലെങ്കിൽ അത് എവിടെയെങ്കിലും മേക്കിംഗ് പാളിപ്പോയാൽ ചിരിപ്പോണ്ട സംഭവമാണ്. കാരണം കഥ അങ്ങനെ ഗംഭീര കഥയൊന്നും ഇല്ല. തമാശകൾ വർക്കൗട്ട് ചെയ്യിക്കുക, ഈ പിന്നെ പാട്ടും ഡാൻസും ആ ഒരു ആക്ഷൻ മൂഡ് പിടിക്കുക. ഇപ്പൊ ബൈക്ക് ചേസ് ഒക്കെ എടുത്തേക്കുന്നതൊക്കെ ഗംഭീരമായിട്ടാണ് അൻവർ എടുത്തേക്കുന്നത്. അപ്പൊ അത് 100% അൻവറിന്റെ ക്രെഡിറ്റ് തന്നെയാണ്. കഥയില്ലായ്മയിൽ സിനിമ ഉണ്ടാക്കുന്നുള്ളതാണല്ലോ അതൊരു റൈറ്റർക്ക് ഒരു വെല്ലുവിളിയാണ് അത് ആക്ച്വലി. ശരിക്കും ഈ എവിടെയെങ്കിലും 1-2 സീൻ ലൂസായി പോയാൽ പോലും ഇതാണ്. പിന്നെ ഏത് പടത്തിനും പടം മോശമായി കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ചീത്തപ്പേര് റൈറ്റർക്കാണ്. കാരണം സ്ക്രിപ്റ്റ് ശരിയല്ല എന്നാണ് ആദ്യം തന്നെ ഏത് ഡയറക്ടറും പറഞ്ഞത്. സ്ക്രിപ്റ്റ് ശരിയല്ല എന്ന് പറഞ്ഞ കളയും. മനസ്സിലായില്ലേ? അപ്പൊ സ്ക്രിപ്റ്റ് ശരിയല്ല എന്ന് തിരിച്ചറിയാനുള്ള കഴിവ് ഡയറക്ടർക്ക് വേണം. അത് പറയില്ല. ഒരു സ്ക്രിപ്റ്റ് ശരിയല്ലെങ്കിൽ അത് ശരിയല്ല എന്നും അത് റൈറ്ററെ കൊണ്ട് കറക്റ്റ് ചെയ്യിപ്പിക്കാനും അത് ശരിയാകുന്നവരെ നോക്കാനും ശരിയായില്ലെങ്കിൽ ആ പ്രോജക്റ്റ് വേണ്ടെന്ന് വെക്കാനും വേറെ സ്ക്രിപ്റ്റ് എടുക്കാനും പറ്റണം. പക്ഷെ ഒരു പടം പരാജയപ്പെട്ട് കഴിയുമ്പോൾ സ്ക്രിപ്റ്റ് ശരിയല്ല എന്ന് പറയുന്ന പല ഡയറക്ടേഴ്സിനും ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ എന്തുണ്ടെങ്കിലും അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ഡയറക്ടർമാരും ഞാൻ കണ്ടിട്ടുണ്ട്, വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ 2 തരത്തിലുള്ള ആൾക്കാരുണ്ട്. എനിക്ക് ഞാൻ കേട്ടിട്ടുണ്ട് ഈ ലാലേട്ടൻ ആദ്യം കഥ കേട്ട് ഇതൊരു മർഡർ സ്റ്റോറി. അതെന്ന് പറഞ്ഞാൽ ഈ സ്ക്രിപ്റ്റ് എഴുതുന്നതിന് മുമ്പ് ഇതിന് കഥ പറയാൻ പറ്റൂലല്ലോ. ഡയലോഗ് മാത്രം നമ്മൾ എഴുതിയിട്ടില്ല, നമ്മുടെ മനസ്സിൽ എഴുതുമ്പോഴാണ് ഇത്ര ഡയലോഗ് വരുന്നത്. അപ്പൊ അതിന്റെ ഒരു സീൻ ഓർഡർ പോലെ പറയുമെന്ന് പറഞ്ഞാല് ഇതിന്റെ അത് മർഡർ മാത്രമേ ഉള്ളൂ, തമാശകളൊന്നുമില്ല. അപ്പൊ ലാലേട്ടൻ ചോദിച്ചു കോമഡി ഫൺ ഫിലിം എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ അത് മർഡർ മാത്രമുള്ളല്ലോ. ഞാൻ പറഞ്ഞു അത് എഴുതി വരുമ്പോ കോമഡി ഒക്കെ വരും ചേട്ടാന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എഴുതി വന്നപ്പോ പുള്ളി ഹാപ്പി ആയി ഭയങ്കരമായിട്ട്. വാസ്കോന്റെ അറ്റയർ മുതൽ ഡ്രസ്സിങ് എല്ലാ തരത്തിലും
അതെ. കൊച്ചിയുടെ ഒരു ആത്മാവ് മൊത്തം സിനിമയിലുണ്ടായിരുന്നു. കൊച്ചി എന്ന് പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് തൊട്ട് അടുത്ത പ്രദേശത്തോട് നമ്മൾ എപ്പോഴും പോയിട്ടുള്ളതാണ്. അൻവറും അതുപോലെ തന്നെ കുറെ കാലം അതെ, പഠനമായി വന്ന് ഇവിടെ വന്ന് അതെ ഇവിടെ തന്നെ കൊച്ചി തന്നെയല്ലേ. ബേസ് ചെയ്താണ് അൻവറിന്റെ ലൈഫും. അപ്പൊ കൊച്ചിയില് ഒരു മുക്കും മൂലം അൻവറിന് കൃത്യമായിട്ട് അറിയാം. അവിടുത്തെ കൾച്ചർ അറിയാം, എനിക്കും അറിയാം. കൊച്ചി നമ്മുടെ അടുത്ത സ്ഥലം ഇതുകൊണ്ട്. അപ്പൊ എന്ന് പറഞ്ഞാല് ഞങ്ങൾക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. ഈ കാർണിവൽ എത്രയോ പ്രാവശ്യം നമ്മൾ അതിൻ്റെ അകത്ത് കാണാൻ പോയിട്ടുണ്ട്. ഡ്രസ്സിന്റെ പുള്ളിൽ നിന്നാണെങ്കിലും എല്ലാം നമ്മൾ ആസ്വദിക്കാറുണ്ട്. അൻവറും അതെ. അപ്പൊ എന്ന് പറഞ്ഞാല് ആ ഒരു പൾസ് അൻവർ കൊച്ചിക്കാരനായതുകൊണ്ട് അൻവറിന് കിട്ടിയേക്കുന്ന പോലെ ചിലപ്പോൾ വേറൊരു ഡയറക്ടർക്ക് കിട്ടണമെന്നില്ല. അപ്പൊ അൻവറാണ് അതിന്റെ ആത്മാവ് കണ്ടെത്തി അതിനെ കുറിച്ചൊക്കെ സംസാരിച്ചതും അത് ഇങ്ങനെ ചെയ്യാന്ന് എന്നെ പ്രൊവോക്ക് ചെയ്തുകൊണ്ടിരുന്ന അൻവറാണ്. ഈ കാർണിവലായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നിയത് ഇതിന്റെ ഈ സെൻസറിങ് സമയത്തൊരു പ്രശ്നം അതെന്താന്ന് വെച്ചാല് അന്നത്തെ സെൻസർ ബോർഡിലെ ആൾക്കാർക്ക് ഈ സാന്റക്ലോസ് എന്ന് പറഞ്ഞാല് എന്തോ ഒരു മതപരമായ ഒരു ചിഹ്നമായിട്ടാണ് അവർ കണ്ടത്. അപ്പൊ അതിനെ കത്തിക്കുന്നത് എന്ന് പറഞ്ഞാല് മതവിദ്വേഷം ഉണ്ടാവും. ഇത് സാന്റക്ലോസ് എന്തോ ഒരു പുണ്യാളനായിട്ടാണ് പുള്ളി വിചാരിച്ചേക്കുന്നത്. അപ്പോ പറഞ്ഞില്ല, അത് കൊച്ചിയിൽ സ്ഥിരം എല്ലാ 31 കത്തിക്കുന്നാന്ന് പറഞ്ഞ് രാജചേട്ടൻ, മണിമുള്ള രാജചേട്ടനെ കുറിച്ച് കൂടുതൽ പറയണോട്ടെ. കാരണം എന്ന് വെച്ചാലേ പുള്ളി അതിന്റെ പ്രൊഡ്യൂസർ ആയതുകൊണ്ടാണ് ആ പടം അത്ര ഭംഗിയായിട്ട് എടുത്തത്. കാരണം A to Z കാര്യങ്ങള്, ഒരു പ്രൊഡക്ഷന് വേണ്ട കാര്യങ്ങള് എല്ലാവരും കംഫർട്ടാക്കുക. ഒരു റൈറ്ററെ എങ്ങനെ കംഫർട്ടാക്കണം, ഞങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങള്, ഞങ്ങൾക്ക് വേണ്ട സമയം, എത്ര സമയം വേണമെങ്കിലും എടുത്തോ നിങ്ങൾ എന്നുള്ള ഒരു സൗകര്യങ്ങൾ ചെയ്തു തരിക. ഷൂട്ടിംഗ് സമയത്ത് എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരിക. അതുപോലെ തന്നെ നമ്മള് ശമ്പള കാര്യത്തിലോ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എനിക്ക് ഒരാള് ഷൂട്ടിംഗ് സമയത്ത് TDS അടിച്ച സർട്ടിഫിക്കറ്റ് കൈ തന്നത്. ഇത് ഷൂട്ടിംഗ് കഴിഞ്ഞാലും TDS പലരും കട്ട് ചെയ്താലും അടക്കാറില്ല. ഇത് ലൊക്കേഷനിൽ വെച്ചിട്ട് ഒരു ദിവസം റൂമിൽ കൊണ്ടുവന്നിട്ട് TDS അടച്ചിട്ടുണ്ടോ എന്ന് ഒരു സർട്ടിഫിക്കറ്റ് തന്നു. ചേട്ടാ ഇത് ഇപ്പോഴും അതെല്ലാം പക്കയെന്ന് പറയാം. അതാണ് രാജചേട്ടൻ. അപ്പോ ഈ സാന്താക്ലോസിന്റെ കാര്യം പറഞ്ഞെന്ന് പറഞ്ഞാല് ഈ സെൻസറിങ്ങിന്റെ സമയത്ത് ഇവരതിനെ എതിർത്ത് ആ സീൻ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ക്ലൈമാക്സ് ആണ്, അത് കട്ട് ചെയ്ത പിന്നെ പടം അവിടെ കൊണ്ട് തീർക്കും, പടമില്ലല്ലോ. അപ്പൊ രാജചേട്ടൻ പറഞ്ഞു ഇത് അങ്ങനെ എല്ലാ വർഷം അവിടെ ചെയ്യുന്നതാണ് സാറേ, അത് അങ്ങനെയാണ്, അല്ലെങ്കിൽ മതപരമായിട്ടുള്ള ഒരു പ്രശ്നം അതിൻ്റെ അകത്ത് വരില്ല എന്ന് പറഞ്ഞ് പുള്ളി അവിടെ നിന്ന് കൊച്ചിയിലുള്ള ആരെയൊക്കെ വിളിച്ചന്വേഷിച്ചു. ഇങ്ങനെ എല്ലാ 31 ഇത് ചെയ്യാറുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇങ്ങനെ കത്തിക്കാറുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് പുള്ളി രാജചേട്ടൻ എഴുതിയൊക്കെ കൊടുത്ത് എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ അത് പുള്ളിയുടെ ഉത്തരവാദിത്വം. അങ്ങനെ ഒരു ബോധമില്ലാത്ത സെൻസർ ആൾക്കാരും ഉണ്ട് ഈ നാട്ടിൽ നടക്കുന്നത് എന്താണെന്ന് അറിയാത്ത. സെൻസറിങ് തന്നെ ഇപ്പൊ വലിയ പ്രശ്നത്തിൽ. അതെ അതെ, ഫ്രീഡം ഡിനൈ ചെയ്യുന്ന തരത്തിലോട്ട്. കൊച്ചിയിൽ ഇത്രയും കാർണിവലിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പോലുള്ള തിരിച്ചറിവില്ലാത്തത് ഭയങ്കര കഷ്ടമല്ലേ. ആ സിനിമ പറയുന്ന നാടും അതിന്റെ കൾച്ചറും അറിയാതെ. ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങൾ എപ്പോഴും ലൊക്കേഷനിൽ ആയ ദിവസം മുതലുള്ള ഒരു റൈറ്ററാന്ന് അറിയാം. ഈ ചോട്ടാ മുംബൈയിലെ ഫസ്റ്റ് എടുക്കുന്ന ഷോട്ട് സീന് എന്തായിരുന്നു, ശരി ഓർമ്മയുണ്ടോ? ഷോട്ട് കൃത്യം ഓർമ്മയില്ല ഏതാ എടുത്തത്. ആ സ്ട്രീറ്റിലുള്ള എന്തോ പരിപാടിയാണ് ആദ്യത്തെ ഷോട്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പൂജയൊക്കെ കഴിഞ്ഞ് ഫസ്റ്റ് ഷോട്ട് എടുക്കുന്നത് അതാണ്. ഈ ഇൻട്രോ സീക്വൻസിലും ആദ്യം ക്ലീൻ ഷേവ് വേണം, സ്ത്രീ വേഷം, അതൊക്കെ ഉണ്ടായിരുന്നു. അത് പിന്നെ മീശ പഠിക്കണം എന്നുള്ളൊരു കണ്ടിന്യൂറ്റി പ്രശ്നം വന്നില്ല ലാലേട്ടന്. പിന്നീടുള്ള പടങ്ങളിൽ മീശ വളരാനുള്ള സമയം കിട്ടില്ല. അപ്പൊ അത് മേക്കപ്പിലൂടെ അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞപ്പോഴാണ് പിന്നെ ആകെ അത് വേണ്ട ഈ രീതിയിൽ ഇൻട്രൊഡക്ഷൻ തീരുമാനിച്ചത്. ഈ തലയുടെ മൊത്തത്തിലുള്ള ലുക്കിലും ഫ്രഷ്നെസ് ആയിരുന്നല്ലോ ഇയാളുടെ ഹെയർ സ്റ്റൈല്, ഈ കുഞ്ഞൊരു ബുൾഗാൻ പോലെ താടി വന്നിട്ടുള്ളത്. ഈ ഞാൻ ചോദിക്കാനുള്ളത് ഇപ്പൊ എന്ത് ക്യാരക്ടേഴ്സ് ആണല്ലോ, ഇപ്പൊ മല്ലയ്യ ആവട്ടെ, തൊമ്മനും മക്കളും ആവട്ടെ, ഈ കല്യാണരാമന്റെ ക്യാരക്ടേഴ്സ് ആവട്ടെ, ആരാണെങ്കിൽ തന്നെ എഴുതുന്ന സമയത്ത് ഇവരുടെ ഒരു വിഷ്വലോട് തരാറുണ്ടല്ലോ, ഈ ക്യാരക്ടർ ഇതായിരിക്കും, ഈ ക്യാരക്ടർ പുരികം, ചിലപ്പോൾ ഇയാളുടെ ഒരു ട്രെയിറ്റ് ആയിട്ട് കൈ ചിലപ്പോൾ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾ പുരികത്തിന് കട്ടി കൂടുതലുണ്ടാവും. ഇത് എഴുത്തിൽ നമ്മുടെ മനസ്സിലെ ക്യാരക്ടേഴ്സ് അവരുടെ ഫിസിക്കൽ അറ്റയർ ഉണ്ടല്ലോ. ഇത് നമ്മൾ എഴുതുമ്പോൾ നമ്മളിപ്പോ ലാലേട്ടൻ ആണെങ്കിൽ ലാലേട്ടന്റെ ഒരു രൂപം നമുക്ക് മനസ്സിലുണ്ടാവും കൃത്യമായിട്ട്. ഇപ്പൊ മുള്ളൻ ചന്ദ്രപ്പൻ അല്ലെങ്കിൽ സൈനു എല്ലാ ക്യാരക്ടേഴ്സിന്റെ ഇവരൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ ആദ്യം തീരുമാനിച്ചുകൊണ്ട് ഇവരുടെ ഒരു രൂപം മനസ്സിൽ വരും. പിന്നെ അതിനെ ഫൈനലൈസ് ചെയ്യുന്നത് ഡയറക്ടറാണ്. ഡയറക്ടർ മേക്കപ്പ് മാൻ വരും. ഞങ്ങളിപ്പോ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ലാലേട്ടന്റെ കാര്യത്തിലല്ല, അല്ലാതെയുള്ള ചില ക്യാരക്ടേഴ്സിന് നമ്മൾ ട്രയൽ മേക്കപ്പ് ചെയ്യും. ഇപ്പൊ തൊമ്മനൊക്കെ ഞങ്ങൾ അത് ചെയ്തു നോക്കിയാണ്. അപ്പൊ ഇപ്പൊ തൊമ്മന്റെ തല മൊട്ടടിക്കാൻ ഉള്ള സജഷൻ പറഞ്ഞ മമ്മൂക്കയാണ്. നമുക്ക് തല പറ്റ പെട്ടണ്ട ക്ലീൻ ആയിട്ട് മൊട്ടടിക്കാൻ പറ്റും. അങ്ങനെ ക്ലീൻ ആയിട്ട് തല മൊട്ടയടിച്ചിട്ട് മീശയും പിരിയും ഒക്കെ വെച്ചിട്ട് കറക്റ്റ് തൊമ്മൻ. ഇത് ഇപ്പൊ തൊമ്മൻ കറക്റ്റ് എന്ന് പറഞ്ഞാലേ ആ നമ്മൾ സ്ക്രിപ്റ്റ് ആയി കഴിയുമ്പോൾ ഒരു കഥാപാത്രത്തിന്റെ രൂപത്തിലേക്കുള്ള ഒരു മാറ്റം അതിലെന്ന് പറഞ്ഞാല്
ഡയറക്ടറുടെ മനസ്സിലും റൈറ്ററുടെ മനസ്സിലുള്ള ഒരു രൂപം വരിക എന്നുള്ളത് വളരെ പ്രധാനം. ഇത് ചോട്ടാ മുംബൈയിൽ അൻവറിന്റെ ഒരു മനസ്സിലുണ്ടായിരുന്നു എങ്ങനെ വേണം. അൻവറിന്റെ തീരുമാനമാണ് മൊത്തം. അതിൻ്റെ അകത്ത് ഇന്ന കളറുള്ള ഷർട്ട് വേണം, ഇന്ന വേണം, മുടി ഇങ്ങനെ വേണം, പമ്പ് ചാക്കോന് ഷർട്ടേ വേണ്ട. അത് നമ്മൾ സ്ക്രിപ്റ്റിലൊന്നും വേഷമൊന്നും എഴുതി വെക്കൂലല്ലോ. അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും എക്സ്ട്രാ വന്നാൽ മാത്രം സ്ക്രിപ്റ്റിൽ ഞാൻ മെൻഷൻ ചെയ്യാറുണ്ട്. പമ്പ് ചാക്ക വെള്ളടിച്ച് പുസ്തകം കിടക്കുന്ന അയാളുടെ പ്രായവും അതൊക്കെ എഴുതി വെക്കുള്ളൂ. അപ്പൊ അൻവറാ തീരുമാനിച്ചത് കഴുത്തിലൊരു കൊന്തയൊരു കൂളിംഗ് ഗ്ലാസും മതിയായിട്ട് പറഞ്ഞപ്പോ അത് കറക്റ്റ് ആണ് പറയാം. അങ്ങനത്തെ കുറെ കാരണന്മാരൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് വീടിന് വരാൻ കൂളിംഗ് ഗ്ലാസും മാത്രമൊക്കെ വെച്ച് ഇവിടെ അതൊരു കൊച്ചിയുടെ കൾച്ചർ വെച്ചിട്ട് ഒരു തീരദേശത്തിന്റെ ഒക്കെ ഒരു ബന്ധവും ഫ്ലേവറൊക്കെ വെച്ചിട്ട് നമുക്കറിയാം കുറെ അങ്ങനെ തീരുമാനിക്കുന്നത്. അത് ഡയറക്ടറാണ് അത് ആക്ച്വലി. പിന്നെ റൈറ്ററുടെ പങ്കുണ്ടാവും. ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മളും കൂടി നിർദ്ദേശിക്കും. ഇങ്ങനെ നല്ലതായിരിക്കും, ഇങ്ങനെ നമ്മുടെ മനസ്സിലുണ്ടാവും, ഡിസ്കഷനിൽ വരും. ഇത് കൊച്ചിയുടെ ഒരു സാധനം ആയതുകൊണ്ട് അൻവറിന്റെ മനസ്സിൽ അത് കാണാപ്പാടോണല്ല. അൻവറിന്റെ തന്നെ ഒരു കോൺട്രിബ്യൂഷൻ. ഇവരുടെ രൂപവും വടക്കം ബഷീർ പോലും ഒരു ഗുണ്ട എന്ന് പറഞ്ഞാൽ നമ്മള് അത്ര കളർഫുൾ ആയിട്ടുള്ള ഒരാളെ പ്രതീക്ഷിക്കോ? ഒരു വിക്രമനും മുത്തും പോലെയുള്ള സാധാരണ എന്താണ് മുണ്ടും മടക്കി കുത്തി അല്ലെങ്കിൽ ഒരു വേണ്ട കിട്ടും. പക്ഷെ കൊച്ചിയിലെ വടക്കം ബഷീർ അത് ബിലീവബിൾ ആണ്. അതെ അതെ. ഈ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പൊ ഇത്തരം സിനിമകള്, ഈ പല സിനിമകൾക്കുള്ളതിന്റെ റിപ്പീറ്റ് വാല്യൂ ആണ് നമ്മളെ വീണ്ടും വീണ്ടും കാണാൻ പ്രേരിപ്പിക്കുന്നത്. തന്നെയാണല്ലോ ബെന്നി പി നായരമ്പലത്തിന്റെ സിനിമകൾ റിപ്പീറ്റഡ്ലി കാണാറുണ്ടോ? ഞാൻ സത്യം പറഞ്ഞാല് ഞാൻ കണ്ട പടം, പിന്നെ എന്റെ പടം മാത്രമല്ല, ഒരു പടം എനിക്ക് റിപ്പീറ്റ് കാണുന്നത് ഇഷ്ടമല്ല ആക്ച്വലി. കാരണം ഞാൻ അതില് ആസ്വദിക്കുന്നത് ആ കഥയുടെ പോക്ക്, അതിന്റെ ഗതിവിഗതികള്, അതെങ്ങനെ അത് വർക്ക് ചെയ്തേക്കുന്നു എന്ന് പറയുന്ന ആ റൈറ്റർ എന്ന രീതിയിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന അതായിരിക്കും അല്ല കൂടുതലും. ഡയലോഗ് ഇതൊക്കെയാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കാണുമ്പോൾ നമുക്ക് അറിയാം നമ്മുടെ ക്യൂരിയോസിറ്റി നഷ്ടപ്പെട്ടു. അതിന് അടുത്ത ഇന്ന സിറ്റുവേഷൻ, പിന്നെ അതെങ്ങനെ എടുത്തേക്കുന്ന ആ സീൻ എങ്ങനെ വർക്ക് ചെയ്തേക്കുന്നൊക്കെ അറിയാൻ വേണ്ടി ചില സീനുകൾ മാത്രം, ഷോർട്ട് ഡിവിഷനൊക്കെ അറിയാൻ വേണ്ടിയൊക്കെ ഇങ്ങനെ ചില എഡിറ്റിങ്ങിന്റെ ചില കട്ടുകൾ ചില അറിയാൻ വേണ്ടി ചില സീനുകളൊക്കെ കാണുമായിരുന്നു. പക്ഷെ സത്യം പറഞ്ഞാൽ ഈ ചോട്ടാ മുംബൈ ആണ് എനിക്ക് റിപ്പീറ്റേഷൻ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഒരു പുതിയ പടം കാണുന്ന പോലെ തന്നെ എനിക്ക്. കാരണം 18 കൊല്ലത്തെ ഗ്യാപ്പ് ഉണ്ട്. പിന്നെ ടി വിയിൽ ഞാൻ മുഴുനീളമൊന്നും ഞാൻ ഇത് കണ്ടിട്ടില്ല. അന്ന് തിയേറ്ററിൽ കണ്ടതിന് ശേഷം പിന്നെ ഇപ്പോഴാണ് തിയേറ്ററിൽ പോയി കാണും. അപ്പൊ നമുക്കൊരു ആസ്വദിക്കാൻ പറ്റും. പിന്നെ ചോട്ടാ മുംബൈ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു കഥനെ ഫോളോ ചെയ്ത് മാത്രം പോകുന്നതല്ലേ, എന്റർടൈനർ അല്ലേ. പാട്ടും ഡാൻസും മോളവും തമാശയും, അറിയാവുന്ന തമാശകളായിട്ട് പോലും പ്രശരിച്ചിരിക്കുകയാണ്. ചില തമാശകള് റിപ്പീറ്റ് അടിച്ചു കഴിഞ്ഞാൽ ചിരിക്കില്ലാരും. നമ്മൾ കേട്ട തമാശ ഒരുപാട് പഴകിയതാണെന്നൊക്കെ പറയൂല്ലേ, പക്ഷെ ഇത് പഴകിയത് കേട്ടാണ് ചിരിക്കുന്നത്. അത് ഭയങ്കര അത്ഭുതമാണ്. അത് ഭയങ്കര മൊമെന്റ് ആയിരുന്നു. അതെ അതെ. ഒരു കൊച്ചിൻ കാർണിവൽ കവിതയിൽ എന്ന് പറഞ്ഞ ആളുകൾ പോകുന്നത് ഇന്നലെ വരെ ഹൗസ്ഫുൾ ഷോസ് ആണ്. രാത്രി ഡാൻസ് കളിക്കുന്നു, പാട്ട് പാടുന്നു. ഈ റീ റിലീസിൽ തിയേറ്ററിൽ കാണുന്ന മൊമെന്റ് വിത്ത് ഓഡിയൻസ്. ഞാൻ ആദ്യത്തെ ഫാൻ ഷോ തന്നെ 10 മണിയുടെ ഷോ ഞാനും വൈഫും പോയിരുന്നു കണ്ട്. അവിടെയാണ് നമ്മൾ ഞെട്ടിപ്പോയത്. പിള്ളേര് അങ്ങോട്ട് എഴുന്നേറ്റ് നിന്നിട്ട് ഡാൻസ് ചെയ്യുന്നതാണ്. അത് ഈ 20 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ള യൂത്താണ്, അവർ പെൺകൊച്ചുങ്ങൾ ഉൾപ്പെടെ. അതെ അതെ. എനിക്കൊന്നും കാണാൻ പറ്റില്ല. എന്റെയൊക്കെ അത് ഈ സൈഡിലൊക്കെ മുമ്പിലൊക്കെ വന്ന് ചെറിയ പെൺപിള്ളേര് വന്നു ഡാൻസ്, എല്ലാ പാട്ടിനും എഴുന്നേറ്റ് ഡാൻസ്. അപ്പൊ ഒരു മ്യൂസിക്കൽ കൾച്ചർ ഇപ്പൊ ഇവിടെ പിള്ളേരുടെ ഇടയിൽ ഡെവലപ്പ് ചെയ്തു. അപ്പൊ പാട്ട്, ഡാൻസ് ചെയ്യാൻ പറ്റിയ പാട്ട് കേട്ടാൽ ഡാൻസ് ചെയ്യാം എന്നുള്ളൊരു സംഭവം. ഈ വേടന്റെ ഒക്കെ ഇത് വന്നത് അതാണ്. ഈ വേടന്റെ പാട്ട് കേട്ടാൽ എല്ലാവരും തുള്ളുന്നു എന്നൊക്കെ പറയുന്ന ആ ഒരു കൾച്ചർ, ഈ പാട്ടിനോടുള്ള ഒരു കൾച്ചർ അങ്ങനെ വന്നിട്ടുണ്ട്. ചെട്ടിക്കുളങ്ങരയ്ക്ക് ഡാൻസ് ചെയ്യുന്നു, അടുത്ത പാട്ടില് തല വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് അവിടെ തുള്ളുന്നു, സിലും താളത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത്. ഒരു DJ പാർട്ടിക്കൊക്കെ പോണ പോലെയാണ് പിള്ളേർക്ക് ഇപ്പൊ ഈ പടത്തിൽ വന്നു കഴിഞ്ഞാൽ ഡാൻസ് ചെയ്യാ പോകുക. ഈ പറഞ്ഞപ്പോ മറാത്ത മന്ദിറില് ദിൽവാലെ കുറെ കാലം ഓടിച്ച പോലെ നമ്മൾ സംസാരിക്കുമ്പോ പറയായിരുന്നു, ഇനിയിപ്പോ കവിതയില് ഇതൊരു ഷോ വെച്ചിരിക്കുവാണെങ്കിൽ ആളുകൾക്ക് രാത്രി ആഘോഷിക്കാനായിട്ട് പോവാം കാണാന്നുള്ള രീതിയിൽ. ഇതിന് പുതിയ പടങ്ങളൊക്കെ വരാനുണ്ടല്ലോ. പുതിയ പടങ്ങളൊക്കെ റിലീസ് ചെയ്യുമ്പോ പുതിയ പടങ്ങളും കാണുമല്ലോ പ്രേക്ഷകര്. അപ്പൊ ഇത് അത്യാവശ്യം യൂട്യൂബ് കണ്ട് തീർന്നു കഴിഞ്ഞാല് പിന്നെ ക്രമേണ ആളുകൾ കുറയും. ഷോകളുടെ എണ്ണം കുറയുന്നു. നാച്ചുറലി ഉറപ്പായിട്ടും. ഈ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ എഴുതിയ സിനിമകള് അതിന്റെ റിസൾട്ടുകളിലൊക്കെ പലപ്പോഴും ഈ ബെന്നിച്ചേട്ടൻ തന്നെ അഡ്രസ് ചെയ്തിട്ടുള്ളതാണ് ഈ ചാന്ത്പോട്ട് സിനിമയെ ബന്ധപ്പെട്ട് വന്നിട്ടുള്ള അതിന്റെ കോൺട്രവേഴ്സികൾ. സ്റ്റിൽ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് കണ്ടിരിക്കാൻ ബുദ്ധിമുട്ടുള്ള സിനിമയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ബെന്നിച്ചേട്ടൻ്റെ അവിടെയുള്ള
ബെന്നിജാന്റെ സൈഡിൽ നിന്ന് ഞാൻ കേട്ടിട്ടത് അറിയുന്ന ഒരാളുടെ ലൈഫായിരുന്നു സ്ക്രീനിലോട്ട് അഡാപ്റ്റ് ചെയ്യുന്നുള്ളത്. പക്ഷെ എങ്കിലും ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ പാർട്ടായവർക്ക് ഈ സിനിമ കണ്ടിരിക്കാൻ പറ്റുന്നില്ല, അവരെ പേഴ്സണലി ബുദ്ധിമുട്ടി തരത്തിലാണ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ചാന്തുപൊട്ട് കാണുമ്പോൾ അല്ലെങ്കിൽ ഈ പറഞ്ഞൊരു നെറേറ്റീവിനെ പറ്റി ചിന്തിക്കാറുണ്ടോ ശരിക്കും? ചാന്തുപൊട്ട് എന്ന് പറഞ്ഞാൽ ഇവരെ ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ എഴുതിയതാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മുടെ ഉദ്ദേശം അതായിരുന്നു. കാരണം ഒരു സ്ത്രൈണത ഒരു ദുരന്തമാകുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് നമ്മൾ, ട്രാൻസ്ജെൻഡറേ അല്ല നമ്മുടെ കഥാപാത്രം. അതായത് ഇപ്പോൾ നമ്മൾ ഡാൻസ് മാസ്റ്റേഴ്സിന് ചിലവർക്ക് സ്ത്രൈണത, അങ്ങനെ ഡാൻസിന്റെ ഒരു ലാസ്യഭാവം ഇവരിൽ അറിയാതെ കയറിയിട്ട് ആ ലാസ്യഭാവം മുടി നീട്ടി വളർത്തിയിട്ടൊക്കെ ചലനങ്ങളിൽ ഇതൊക്കെ വരാറുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഇവൻ ചെറുപ്പത്തിലെ ഡാൻസ് വെച്ച് ഇവനെ പെൺകുട്ടിയെ പോലെ കണ്ണെഴുതി പൊട്ടൊക്കെ തൊട്ട് മുത്തശ്ശി വളർത്തിയത് കൊണ്ട് വന്ന ഒരു ലാസ്യഭാവമാണ് ഇവന്. ഇവൻ ട്രാൻസ്ജെൻഡറേ അല്ല. അത് അവനൊരു ദുരന്തമാകുന്നു എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് നമ്മൾ പിടിച്ചത്. പക്ഷെ അവൻ പുരുഷൻ തന്നെയാണ്, അവന് കുട്ടി ജനിക്കുന്നുണ്ട്, അവന് പ്രണയമുണ്ട്, അങ്ങനെയുണ്ട്, അവൻ തിരിച്ചു വരുന്നുണ്ട്. തിരിച്ചു വരുമ്പോഴും ഈ ലാസ്യഭാവം, ഈ സ്ത്രൈണത മുഴുവൻ വിട്ടിട്ടില്ല. എന്നിട്ടും അവന് കടലിലേക്ക് ഇറങ്ങുന്നിടത്താണ് ആ സിനിമ അവസാനിക്കുന്നത്. അപ്പൊ നമ്മള് അതൊരു പോസിറ്റീവ് ആംഗിളിലാണ് റൈറ്റർ എന്ന രീതിയിൽ ഞാനും കണ്ടത്, ലാൽ ജോസും കണ്ടത്. പക്ഷേ ആ പേര് ചാന്തുപൊട്ടുന്നൊരു ടൈറ്റില് ഈ ഇത്തരം ആൾക്കാരെ ഇവിടുത്തെ സമൂഹം വിളിക്കാൻ തുടങ്ങിയതാണ് അവരെ വേദനിപ്പിച്ചത്. അപ്പൊ അവർക്കത് വേദന ഉണ്ടാക്കി. കാരണം ഈ സിനിമ കാരണമല്ല അങ്ങനെ വിളിക്കുന്നത്. പക്ഷെ അതിനു മുമ്പ് അതിനേലും മോശപ്പെട്ട പേരുകൾ ഇവരെ വിളിച്ചിരുന്നു വെച്ചു. ആ കൂട്ടത്തിൽ ഈ പേരും കൂടിയാണ് വിളിക്കുന്നത്. പക്ഷെ എന്ത് വിളിച്ചാലും അത് ഒരു തെറ്റായ കാര്യം തന്നെയാണത്. പക്ഷെ അപ്പോൾ ഒരു നമ്മൾ പോസിറ്റീവായി കണ്ടൊരു കാര്യം ഈ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുകയാണ് അവിടെ ചെയ്തത്. അപ്പൊ അതിൽ നമുക്കൊരു വിഷമം വന്ന് ശരിക്കും പറയാം. പക്ഷെ ആദ്യകാലങ്ങളിൽ എനിക്ക് കുറച്ച് കത്തുകളൊക്കെ വന്നത് ഞങ്ങളുടെ ലൈഫ് സാറ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഞാൻ അനുഭവിച്ചാണ് ഇതെല്ലാം എന്നൊക്കെ പറഞ്ഞു വന്നു. പക്ഷെ ഇവരിങ്ങനെ കളിയാക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് അത് വേറെ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടത്. അപ്പൊ അത് സമൂഹം, ഈ ബോഡി ഷേമിങ് നടത്തുന്ന ഒരു സമൂഹം നമ്മുടെ ചുറ്റിനും ഇപ്പോഴും ഉണ്ട്. അപ്പൊ അത്തരക്കാരാണ് ഇവരെ വിളിച്ചത്. അത് തെറ്റ് തന്നെയാണ്. പക്ഷെ അതിനൊരു കാരണം നമ്മുടെ സിനിമ ആയതിൽ നമ്മൾ അത് ചിന്തിക്കാതെ ആണെങ്കിൽ പോലും നമുക്കത് വളരെ സങ്കടം ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. പക്ഷെ അത് നമ്മൾ ഒരു പദം, ഞാൻ അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ നിഘണ്ടുവിൽ ഒരുപാട് മോശം പദങ്ങളുണ്ട്. ആ പദങ്ങൾ എടുത്തിട്ട് ഒരാള് മറ്റുള്ളവനെ വിളിച്ചു കഴിഞ്ഞാൽ ആ നിഘണ്ടു എഴുതിയ ആള് എന്ത് പഴിച്ചു? അത് പ്രയോഗിക്കാതിരിക്കാനുള്ള മര്യാദ കാണിക്കുക, സംസ്കാരം കാണിക്കുക എന്നുള്ളതാണ്. ആ സിനിമ വന്നതുകൊണ്ട് അത് അവര് കൂടുതൽ ഈ ചില ഇതുപോലെയുള്ള മനോരോഗികളായിട്ടുള്ള ആൾക്കാർ ഇവരെ കളിയാക്കാൻ തുടങ്ങി. പക്ഷെ അവരെ ഇപ്പോ സർക്കാർ തലത്തിലായാലും അല്ലെങ്കിൽ സമൂഹം നല്ല പരിഗണന കൊടുത്ത് ഒപ്പത്തിനൊപ്പം സൊസൈറ്റി കുറച്ചുകൂടെ ഈ കാര്യത്തിൽ അതാണ്. അപ്പൊ ഈ കാലം മാറുന്നതനുസരിച്ചിട്ട് എല്ലാം മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ആ കാലത്ത് അങ്ങനെ കുറച്ച് വരും. പക്ഷെ ഇപ്പോഴൊന്നും അവരൊന്നും ആരും അങ്ങനെ മോശം രീതിയിലൊന്നും പ്രതികരിക്കുന്നില്ല. അങ്ങനെയൊക്കെ പ്രതികരിച്ച വിവരം അറിയും, വിവരം അറിയുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ അവര് നമ്മളെ പോലെ തന്നെ ഒരു ജെൻഡർ തന്നെയാണ്. അതിലൊന്നും ഒരു വ്യത്യാസമില്ല. പുരുഷൻ സ്ത്രീ എന്ന് പറയുന്ന പോലെ തന്നെ ഒരു ജെൻഡർ തന്നെയാണ്. പക്ഷെ അവരെ ആക്ഷേപിക്കാനൊന്നും അല്ല. എനിക്കതില് പിന്നീട് വിഷമം തോന്നി, കുറ്റബോധം തോന്നിയിട്ടുണ്ട് പലപ്പോഴും. പക്ഷെ അത് നമ്മുടെ കയ്യിൽ നിന്ന് പോയ കേസാണ്. നമ്മളങ്ങനെ പ്രതീക്ഷിച്ചല്ലേ. ഞാൻ പറയില്ല, എന്റെ കൂട്ടുകാരൻ അവന്റെ വിഷമം കണ്ടിട്ട് ഞാൻ എഴുതിയാണ്. എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായിരുന്നു കാർത്തികേയൻ. അവൻ ഇതുപോലെ തന്നെ ക്ലാസ്സിൽ നിന്ന് ഈ കളിയാക്കല് പേടിച്ചിട്ട് അവൻ മനോരോഗിയായിട്ട് അവസാനം മാറുകയും കാർത്തികേയൻ എന്നിട്ട് ഇവിടെ പാദസരം കാലിലിട്ടിട്ട് ഈ വഴിയിലൂടെ മനോരോഗിയായിട്ട് നടക്കും. എന്നെ കാണുമ്പോൾ തിരിച്ചറിയും, ഞാൻ സംസാരിക്കും. അവൻ ടെറസിന്റെ മുകളിൽ കയറി ഡാൻസ് ചെയ്യും. ആൾക്കാർ തല്ലി ഓടിക്കുവനാ. അവൻ ഈ നാട്ടിൽ നിന്ന് തന്നെ അവൻ പോയി. പിന്നെ അവനെ കണ്ടിട്ടേ ഇല്ല. അവൻ ജീവിച്ചോ മരിച്ചോ എന്ന് പോലും അറിയില്ല. അപ്പോ ആ ഒരു വേദനയിൽ നിന്ന് എഴുതിയ നാടകമാണ് അറബിക്കടൽ അത്ഭുതം. ആ നാടകത്തിന്റെ അഡാപ്ഷനാണിത്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഞാനപ്പോ അവനെ കളിയാക്കാൻ വേണ്ടി എഴുതുമെന്ന് തോന്നണ്ട. ആ ഒരു റൈറ്റർ എന്ന രീതിയിൽ അവന്റെ വിഷമം കണ്ടിട്ട് എഴുതിയതാണ്. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു തരം വൃത്തികെട്ട കുറെ ആൾക്കാര് ഇവരെ കളിയാക്കാൻ വേണ്ടി ആ വാക്ക് പ്രയോഗിച്ചത്. അതിൽ ഞാനിപ്പോ അവരോട് എനിക്ക് വിഷമമുണ്ട് അങ്ങനെ സംഭവിച്ചാല് വേദനിപ്പിച്ചവരോട് ക്ഷമ ചോദിക്കുന്നു. അത്രേ പറ്റുള്ളൂ. ഞാൻ ചോദിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉറപ്പായിട്ടും നിങ്ങളെ പറ്റി സംസാരിക്കുമ്പോഴെല്ലാം ഈ ഒരു എലമെന്റിനോട് എല്ലാവരും ഡിസ്കസ് ചെയ്തിരുന്നല്ലോ. അതിന് ക്ലാരിറ്റിയും കൂടെ എന്നുള്ള രീതിയിൽ ഞാൻ ചോദിച്ചെന്നുള്ളൂ. ഈ എഴുത്തിൽ എപ്പോഴും ഒരു ക്ലോഷറിലോട്ട് എത്തുകയാണെങ്കിൽ ഈ ബെന്നി നാരായണ സ്ക്രിപ്റ്റിൽ തുടക്കത്തിൽ പറഞ്ഞ പോലെ കൂടെയുള്ള ക്യാരക്ടേഴ്സ്, ഈവെന്റുകളെ ലൈവ് ആക്കുന്നത് ഈ ക്യാരക്ടേഴ്സിന് പ്ലേ ആയിരിക്കാം. ഇവർ പല പേഴ്സ്പെക്റ്റീവിൽ സംസാരിക്കുന്നതായിരിക്കാം. അത്തരത്തിൽ കല്യാണരാമൻ
ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന, ആളുകൾ ഇന്നും കാണുന്ന, നമ്മൾ പറയില്ലേ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ കണ്ടു തുടങ്ങിയാൽ ഭക്ഷണം തീർന്ന് നമ്മൾ റിലാക്സ്ഡ് ആയി കണ്ട് അവസാനിക്കുന്ന ഈ ടെലിവിഷൻ സ്ക്രീനിങ്ങിൽ TRP റേറ്റിംഗിന് മുന്നിലുള്ള ഒരുപാട് സിനിമകളുണ്ട്. അത്തരത്തിൽ കല്യാണരാമൻ എടുക്കുകയാണെങ്കിൽ ഈ ഈവൻഫുൾ ആയിട്ടുള്ളൊരു സ്പേസിലാണ് നടക്കുന്നത്. ഇന്ന് ഒരു പ്രധാന ഭാഗങ്ങളെല്ലാം ആ ഒരു വീടിനെ കേന്ദ്രീകരിച്ചാണ്. അവിടെ നടക്കുന്ന ബാക്ക് ടു ബാക്ക് ഹ്യൂമർ, കൂടുതൽ ചിന്തിച്ച ആളുകൾ പോവല്ല, ഓരോ സിറ്റുവേഷൻ കണക്ട് ചെയ്ത് അത് എൻജോയ് ആണ് ചെയ്യുന്നത്. അതിലിപ്പോൾ പോഞ്ഞിക്കരയാവട്ടെ, പ്യാരിലാല്, എല്ലാ തരത്തിലും രാമൻകുട്ടി, ഇപ്പോൾ ലാലേട്ടൻ ചെയ്ത ക്യാരക്ടർ, എല്ലാ തരത്തിലും ആളുകൾ, ലാലക്സ് ചെയ്ത ക്യാരക്ടർ, ആളുകൾക്ക് ഇവരെല്ലാം എവിടെ കണക്റ്റഡ് ആണ്. നമ്മളൊക്കെ പല കല്യാണ വീട്ടിലോ നമ്മുടെ ലൈഫിലെ പല ഇവന്റിലോ കണ്ടിട്ടുള്ള മനുഷ്യന്മാരാണ്. കല്യാണരാമനിലെ ശരിക്കും എഴുതുന്ന സമയത്ത് ഉണ്ടായിരുന്ന ചലഞ്ച് എന്തായിരുന്നു? അതിൻ്റെ അകത്ത് ഇതുപോലെ തന്നെ ആദ്യം തീരുമാനിച്ചത് ഈ സിനിമ ഒരു മുഴുനീളം എന്റർടൈനർ, ഹ്യൂമർ ആൻഡ് മ്യൂസിക് ആയിട്ട് എന്റർടൈൻ. ആദ്യം തന്നെ തീരുമാനിച്ചത് ഇതിൽ വില്ലൻ വേണ്ട. അത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. വില്ലനില്ല, ഒരു വില്ലൻ നെഗറ്റീവ് കഥാപാത്രവും ഇല്ല. പക്ഷെ ഒരു നെഗറ്റീവ് കോൺഫ്ലിക്റ്റ് ഇല്ലാണ്ട് ഒരു സിനിമ പൂർത്തിയാക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ അതിൻ്റെ അകത്തെ വില്ലൻ എന്ന് പറഞ്ഞത് അന്ധവിശ്വാസമാണ്. അതെ, അതിൻ്റെ അകത്തെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസമായിട്ടാണ്. ആ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്ന അന്ധവിശ്വാസമാണ്. അപ്പോൾ അതുവരെ അങ്ങനെ ഒരു ഏത് സിനിമ എടുത്താലും ആരെങ്കിലും കുഴപ്പക്കാരായിട്ടുള്ള ഫിസിക്കൽ രൂപം ഉണ്ടാകും, ഒരു കുഴപ്പക്കാരായിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ടാവും. ഇതിലെല്ലാവരും നല്ല മനുഷ്യരാണ്. മറ്റേ ലാലുസിന്റെ റോൾ തൊട്ട് ഇവിടെയുള്ള എല്ലാ മുത്തച്ഛൻ, എല്ലാ മുത്തശ്ശി, എല്ലാവരും ഒരു നെഗറ്റീവ് ക്യാരക്ടർ അതിൻ്റെ അകത്തില്ല, കുഴപ്പമുണ്ടാക്കുന്നില്ല. അത് ഭയങ്കരമായിട്ട് റൈറ്റർക്ക് കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോ ഈ പറഞ്ഞ പോലെ തന്നെ ആദ്യം ഒരു കല്യാണ പന്തലിൽ തന്നെ ഫ്രെയിംസ് ഒതുക്കേണ്ടി വരും. കല്യാണ വീടാണ്, കുറേ നേരത്തെ, പിന്നെയും കല്യാണം, പിന്നെ ആകെ വീടിന്റെ കുറച്ചുണ്ട്. ഇപ്പോൾ ഔട്ട്ഡോർ ഒക്കെ വളരെ പാട്ടിന് മാത്രമാണ് പോകുന്നത്. അപ്പൊ ഈ വെല്ലുവിളി അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. അപ്പൊ സീനിന്റെ ഡെപ്ത് കൊണ്ട് തന്നെ കോമഡിയിലൂടെ ഇത് മുന്നോട്ട് കൊണ്ടുപോവുക, പാട്ടും ഡാൻസും എന്നൊക്കെ പറഞ്ഞ പരിപാടിയിലൂടെ ഇങ്ങനെ കൊണ്ടുപോയി ഒരു ഈ അന്ധവിശ്വാസം എന്ന് പറയുന്ന ആ സാധനം ആദ്യം കിട്ടിയിരുന്നില്ല. അവിടെ ഞങ്ങൾ വഴിമുട്ടി കുറെ നിന്നു. ആ കോൺഫ്ലിക്റ്റ് കിട്ടാതെ എന്താണ് പിന്നെ ഇതൊരു ഹീറോയിനും തമ്മിൽ യോജിക്കാതിരിക്കാൻ ഒരു കോൺഫ്ലിക്റ്റ് വേണമല്ലോ. അതിപ്പോ എന്ന് പറഞ്ഞാല് ഇത് മരിച്ചു കഴിഞ്ഞാല് പിന്നെ പ്രണയിച്ചിരുന്ന വെച്ചാ പെണ്ണിനെ മറ്റാള് കിട്ടുന്നു, ബോബനാലമൂടന്റെ അങ്ങനെയുള്ള യൂഷ്വൽ പരിപാടികളൊക്കെ വേണ്ടെന്ന് വെച്ചു. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്ത് ചെയ്യാന്നുള്ള ചിന്തിച്ചപ്പോഴാണ് ഒരു ദിവസം പെട്ടെന്ന് എൻ്റെ മനസ്സിൽ കത്തിയതാണ് സ്ത്രീകൾ വാഴില്ല എന്ന് പറയുന്ന ഒരു അന്ധവിശ്വാസം പിടിക്കാൻ തീരുമാനിച്ചത്. അപ്പോ നമ്മൾ കണക്ട് ചെയ്ത് ആദ്യം തൊട്ട് ഉണ്ടാക്കി. ഇവരെ ടൈം ലൈൻ, ലാലിന്റെ ഭാര്യ മരിച്ചു പോയിട്ടുണ്ട്, മുത്തശ്ശിയുടെ കൂടെ ഇത്ര നാള് ജീവിച്ചോളൂ, ഇങ്ങനെ ഉണ്ടാക്കി. ഈ പെൺകുട്ടിയും തീ പിടിച്ച് മരിച്ചു. അപ്പൊ അവിടെ വന്ന ഇത്തരം പെൺകുട്ടികൾ മരിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ വിശ്വാസത്തിന് ഒരു അടിത്തറ വരും. ശരിയാണോ തെറ്റാണോ? പക്ഷെ അതൊരു അന്ധവിശ്വാസമാണ് ശരിക്കും. അത് ആ അന്ധവിശ്വാസത്തെ നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല. അത് പൊളിക്കണം. അപ്പോ അത് പ്രൊമോട്ട് ചെയ്യാതിരിക്കാനായിട്ടാണ് ലാലു അലക്സിന്റെ ക്യാരക്ടർ പറയുന്നത്. ചിലപ്പോൾ ഇതെല്ലാം അന്ധവിശ്വാസമായിരിക്കാം, പക്ഷെ എന്റെ മോളെ ഇനി പരീക്ഷിക്കാൻ എനിക്ക് പോയി, ഒരുത്തി പോയി നഷ്ടപ്പെട്ട്, ഞാൻ അവളെയും കൂടി നഷ്ടപ്പെടുത്താൻ ഇത് പറ്റില്ല എന്നുള്ള എങ്ങും തൊടാതെയുള്ള രീതിയിലാണ്. അയാൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളാണ്. എന്നാലും നമ്മൾ എത്ര എഡ്യൂക്കേറ്റഡ് ആണെങ്കിലും നമ്മുടെ അനുഭവത്തിൽ 3-4 പേരും മരിച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ ഒരു ഭയം ഉണ്ടാവുമല്ലോ. അതും ഈ അപ്പൊ ഇത് പറയുമ്പോ സ്ത്രീകൾ വാഴില്ല എന്ന് പറയുമ്പോ അത് ജനം എടുത്തില്ലെങ്കിൽ ആ പടം നിൽക്കില്ല. അപ്പൊ ഒറ്റ സീനാണ് അത് സ്ത്രീകൾ വാഴില്ലെന്ന് പറയും. അപ്പൊ അവിടെ വിശ്വസനീയമാക്കണമെങ്കിൽ അതേപോലത്തെ ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ടുവരണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ തിലകൻ ചേട്ടനെ ഒറ്റ സീനിന് വേണ്ടി തിലകൻ ചേട്ടനെ കൊണ്ടുവരുന്നത്. അപ്പൊ തിലകൻ ചേട്ടനെ പോലെ വന്നിരുന്ന ഒരാള് പറയുമ്പോ അത് കുറച്ചും കൂടി കൺവിൻസിങ്. അപ്പൊ തിലകൻ ചേട്ടൻ വന്ന ഇത് പറഞ്ഞപ്പോ തന്നെ അവസാനം സ്ത്രീകൾ വാഴ എങ്ങനെയാണ് ഇത് കൺക്ലൂഡ് ചെയ്യുന്നത് പടം എന്ന് ഞാൻ പറഞ്ഞു. ഇതെല്ലാം അന്ധവിശ്വാസമാണെന്നുള്ള രീതിയിൽ സ്നേഹത്തിന് എന്റെ മുന്നിൽ എല്ലാ വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും വഴിമാറും, സ്നേഹമാണ് ആത്യന്തികമായിട്ട് നിലനിൽക്കുന്നതെന്നാണ് അതിന്റെ കൺസെപ്റ്റ് എന്ന് പറയും. എന്നാ കുഴപ്പമില്ല എന്ന് പറയും. എന്നിട്ട് ഈ തിലഞ്ചേട്ടൻ പറയുമ്പോൾ അതിന് ഒരു ഡെപ്ത് കിട്ടുന്നുണ്ട്. എത്ര ഉദാഹരണങ്ങളാണ് കാണിച്ചിരിക്കുന്നത്. മറ്റേ ഒരു പമ്പൊടി വെറ്റി മരിച്ചില്ലേ, മറ്റേ ഇല്ലേ, ഇത്ര മാസമല്ലേ ചോദിച്ചുള്ളൂ. അവിടെ തിലഞ്ചേട്ടനും പറയുന്നുണ്ട് ഇതിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇത് വേണ്ടെന്ന് നോക്കുക, അല്ലെങ്കിൽ അങ്ങോട്ട് നടത്തുക എന്നാണ് പറയുന്നത്.
അവിടെയും നമ്മൾ രണ്ട് സംഭവം ഇട്ടുണ്ട്. അല്ലെങ്കിൽ ഇത് ഒരിക്കലും നടത്തരുതെന്ന് പറഞ്ഞല്ല, വിശ്വാസം ഉണ്ടെങ്കിൽ നടത്തുക, വിശ്വാസം ഇല്ലെങ്കിൽ വിടുക. ഇപ്പോഴും അങ്ങനെയാണല്ലോ വിശ്വാസത്തിന്റെ കാര്യത്തില്. വിശ്വാസമുള്ളവർ ഇത് അമ്പലത്തിലും പള്ളിയിൽ പോയി എല്ലാ കാര്യം കണക്ട് ചെയ്തിട്ട് പോകും. വിശ്വാസം ഇല്ലാത്തവരത് നോക്കൂല. ആ സാധനം അവിടെ പിടിച്ച്. അപ്പൊ അത് വന്നപ്പോ അതൊരു പുതിയൊരു ഐറ്റം ആയിട്ട് തോന്നി ഈ കോമഡിയുടെ ഇടയിൽ. അപ്പൊ പിന്നെ അതിന്റെ ഒരു ഇമോഷണൽ ഡ്രാമ, ഇത് നടക്കാതിരിക്കാൻ ഹീറോ കളിക്കുന്ന ഡ്രാമയാക്കി ഇവർ തമ്മിൽ സ്പ്ലിറ്റ് ചെയ്യിക്കുക. അപ്പോ അതിനു മുമ്പ് ഇവക്കൊരു ഇഷ്ടം വേണം, അതുകൊണ്ട് അവളെ കൊണ്ടും അവനെ കൊണ്ടും ഇൻഡയറക്റ്റ് ആയിട്ട് പറയിപ്പിച്ച്. അവന് വേറെ പെണ്ണുങ്ങളുണ്ടാവും, ഹിന്ദിക്കാരി പെണ്ണുങ്ങളുണ്ടാവും, അതുകൊണ്ടാണ് എനിക്ക് അവനെ ഇഷ്ടം വരുന്നത്. വെറുതെ ചുമ്മാ കാഷ്വൽ ആയിട്ട് പറഞ്ഞു. അതുപോലെ അവനും പറഞ്ഞു എനിക്ക് അവളെ ഇഷ്ടമല്ലെന്ന് പറയാൻ പറ്റൂല. പക്ഷെ രാമൻകുട്ടി പോയി ഞാൻ ഇഷ്ടമല്ലെന്ന് പറഞ്ഞോ എന്ന് പറഞ്ഞാൽ ആ ഒരു രണ്ടുപേർക്ക് ഇഷ്ടം ഉണ്ടായിരുന്ന ആൾക്കാരെ ചേർത്ത് വെക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഇവർ തമ്മിൽ ചേർക്കാൻ വേണ്ടി രാമൻകുട്ടി ഡ്രാമ കളിച്ചിട്ട് പോകുന്നു. അത് ഇവര് അങ്ങനെ കുറെ സാധനങ്ങൾ കിട്ടിയതിന് ശേഷമാണ് ഇതിന്റെ ഒരു കൺക്ലൂഷൻ ആയിട്ടാണ് നമ്മള് പിന്നെ നേരെ റിവേഴ്സ് പോയി. ഈ കാലഘട്ടം മാറിയിട്ട് മുത്തച്ഛനും മുത്തശ്ശിയായിട്ട് ഇവരിക്കുന്നു. തുടക്കം വിളക്ക് കൊളുത്താനായിട്ട് ഒരു അമ്പലത്തിൽ വരുന്ന അവിടെ നിന്ന് ഫ്ലാഷ് ബാക്കിൽ കഥ പറയാന്നുള്ള രീതിയിൽ അങ്ങനെ പല ഘട്ടങ്ങളിലായിട്ട് ആലോചിച്ച് ഇങ്ങനെ ക്ലബ് ചെയ്ത് ഉണ്ടാക്കിയതാണ്. ഇതിൽ തന്നെ ഈ അടുത്ത് ഇൻസ്റ്റഗ്രാമിൽ ട്രെൻഡിങ് ഒരു കാര്യം ഉണ്ടായിരുന്നു. ഒരു ഡാൻസ് നമ്പർ പാട്ട് കേട്ടിട്ട് നമ്മൾ അത്ര പേടിച്ചു പോകുന്ന ഈ കൈത്തുടിത്താളം കേൾക്കുമ്പോഴാണ് അതിന്റെ ആംബിയൻസ്. അത് നല്ല മൂഡാണ് ആ പാട്ട്. അതായത് ആ സന്ദർഭത്തിന് അതിനോളം യോജിച്ച വേറെ പാട്ടില്ല. കാരണം ആ ഫീലും ഉണ്ട്, അന്ന് അതിന്റെ ഒരു പവറും ഭയപ്പെടുത്തുന്നുണ്ട്. അതിന്റെ എൻഡിലല്ല പ്രശ്നം ഉണ്ടാക്കേണ്ടത്. കറക്റ്റ് മോഡിലുള്ള പാട്ടാണ് അത് ബെനിഗ്നീഷ്യസ് ചെയ്തത്. പിന്നെ അതിൽ തന്നെ ഈ ക്യാരക്ടർ ഇപ്പൊ മിസ്റ്റർ പോഞ്ചിക്കര എന്ന് പറയുന്നത് അത് ഭയങ്കര ഐക്കോണിക് ആയിട്ട് അറിയുമല്ലോ. ഇന്നസെന്റ് ഏട്ടന്റെ പ്രധാനപ്പെട്ട കഥാപാത്രം ഒന്നായിട്ട് മാറി. ഇയാൾ ഈ ഊഞ്ഞാലാടുന്നത്, ഇയാളി മറ്റേ ₹1 വേണ്ടി ഇന്നസെന്റ് ഏട്ടന് ആക്ച്വലി അത് ആദ്യം വലിയ ഇഷ്ടം ഉണ്ടായിരുന്നില്ല ക്യാരക്ടർ. അത് ചെയ്ത് കഴിഞ്ഞിട്ടൊക്കെ പറഞ്ഞു, പിള്ളേര് പറഞ്ഞു ഇപ്പോഴും കോമാളി കളിച്ച് കിടക്കുകയാണെന്നൊക്കെ ചോദിച്ചെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങളുടെ ആൾക്കാർ ഏറ്റെടുത്തപ്പോ പുള്ളി തന്നെ പറഞ്ഞു അതിപ്പോ അതാണ് ഹൈലൈറ്റ് ചെയ്ത് പറയണേന്ന് പറഞ്ഞു. നടത്തുന്ന സ്കൂള് ഒരു ആക്ടറുള്ള വിശ്വാസം കൂടിയല്ലേ എനിക്ക് ചോദിക്കാനുള്ളത്. ഇപ്പൊ നമ്മുടെ ഇൻഡസ്ട്രി പോകുന്ന അല്ലെങ്കിൽ ഇപ്പൊ ഇത്തരം സിനിമകൾക്കുള്ള സാധ്യതകൾ കുറയുന്നു, അല്ലെങ്കിൽ അത്ര സിനിമകൾ കാണുന്നില്ല. സാധ്യതകൾ കുറയുന്നതിന്റെ കാര്യം ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാല്, ഈ ചോട്ടാ മുംബൈയുടെ കഥ പോയിട്ട് ഇപ്പോഴത്തെ ഒരു ആർട്ടിസ്റ്റിനോട് പറഞ്ഞാല് അവർക്ക് ഇഷ്ടപ്പെടില്ല. മനസ്സിലായി? കല്യാണരാമന്റെ കഥ പറഞ്ഞാല് അവർക്ക് ഇഷ്ടപ്പെടില്ല. മേരിക്കൊണ്ടൊരു കുഞ്ഞാടിന്റെ കഥ പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പൊ അവര് കേൾക്കുമ്പോ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഇപ്പോഴത്തെ പിള്ളേരുടെ ചിന്ത എന്ന് പറഞ്ഞാൽ അവര് ഈ ഹോളിവുഡ് പടങ്ങളും മറ്റു ഒരുപാട് പടങ്ങളും ഇതൊക്കെ കണ്ടിട്ട് വെബ് സീരീസ് ഒക്കെ കണ്ടിട്ടൊക്കെ പല പല വേറെ ലെവലിലുള്ള ചിന്തകളാണ്. അപ്പൊ അവരെ സംതൃപ്തിപ്പെടുത്തുന്ന കഥകൾ. നമ്മളാണെങ്കിൽ ഈ നാടൻ പരിപാടിയും ഇങ്ങനെയുള്ള പരിപാടിയല്ലേ. പക്ഷെ ഇതിപ്പോ ലാലേട്ടൻ പോലും നമ്മളെ വിശ്വസിച്ചുകൊണ്ടാണ് ചോട്ടാ മുംബൈ. ലാലേട്ടൻ കേട്ടപ്പോ പറഞ്ഞില്ലേ ഇത് മർഡർ മാത്രമല്ലല്ലോ എന്ന് പറഞ്ഞില്ലേ. പക്ഷെ അത് എഴുതി വരുമ്പോഴേക്കും ശരിയാകുന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് തന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു സിനിമ ഉണ്ടായത്. എന്ന് പറഞ്ഞ പോലെ ഇപ്പോഴത്തെ പിള്ളേര് അവരുടേതായ ഒരു ഗ്യാങ്ങിൽ നിന്നിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാലഘട്ടത്തിന്റെ മാറ്റമാണത്. പക്ഷെ നമ്മളിപ്പോ അവരെ തൃപ്തിപ്പെടുത്തുന്ന കഥയും ഉണ്ടാകുന്ന നമ്മുടെ ശൈലിയിൽ തന്നെ ഉള്ള സംഭവം എന്നാൽ ഇപ്പോഴത്തെ ഒരു ന്യൂജി ഫീലും കൂടിയുള്ള ഒരു പരിപാടികളൊക്കെ നമ്മൾ ആലോചിച്ച് ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് അവർക്ക് കേട്ടപ്പോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ മാറി മാറി കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാവും. പക്ഷെ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായാലും ഇതിന്റെ ഒരു ബേസിക് തിയറി ഉണ്ടല്ല, എന്റർടൈനറുടെ ബേസിക് തിയറി, അതിന്റെ സ്ക്രിപ്റ്റിങ്ങിന്റെ തിയറിക്ക് ഒരു മാറ്റമില്ല. അത് വേറെ കുപ്പിയിൽ വിളമ്പുന്നുള്ളൂ. അതിപ്പോ ആവേശം എന്ന് പറയുന്ന സിനിമയായാലും ഇപ്പോഴത്തെ ചോട്ടാ മുംബൈ ആയാലും ഒക്കെ അതിന്റെ തിയറി ബേസ് ഒന്ന് തന്നെയാണ്. അതിങ്ങനെ കൊണ്ടുപോവുക, രസകരമായിട്ട് കൊണ്ടുപോവുക, മൊമെന്റുകൾ ഉണ്ടാക്കാല്ലേ. അതെ, ആളുകൾക്ക് ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്നുള്ള രീതിയിൽ ഇവരെ ശ്രദ്ധ സ്ക്രീനിൽ നിന്ന് പോവാണ്ട് എല്ലാ തരത്തിലും ഇൻട്രസ്റ്റിംഗ് ആകുക, എൻഗേജിങ് ആക്കുക എന്നുള്ളതാണ്. ഒരു നിമിഷം പോലും അവര് വേറെ ലോകത്തേക്ക് പോകാതെ അതിലേക്ക് തന്നെ കൊണ്ടുവരിക. അത് പാടുള്ള പരിപാടിയാണ്. അതിൽ കുറെ പയറ്റി തെളിഞ്ഞുകൊണ്ട് ഇനിയും നമുക്ക് പ്രേക്ഷകർക്ക് ബെന്നി പി നായരമ്മയുടെ സ്ക്രിപ്റ്റിൽ ഒരുപാട് സിനിമകൾ കാണാൻ സാധിക്കട്ടെ. താങ്ക് യു. സന്തോഷം.